ഭഗവാന്റെ അവസാനത്തെ ഘട്ടമാണ്. വൈകുണ്ഠത്തേക്ക് മടങ്ങി പോകാനുള്ള പുറപ്പാട്. ഈ ഭഗവാൻ ഈ ആൽത്തറയിൽ ഇങ്ങനെ കയറിയിരുന്നു. പ്രഭാസത്തിൽ ചെന്നിരുന്നതായ യാദവന്മാർ നശിച്ചു. ബലഭദ്രസ്വാമി പോയി. ശ്രീകൃഷ്ണ ഭഗവാൻ ആ ആലിന്റെ തറയിൽ താഴെ അവിടെ ഇരിക്കുമ്പോഴാണ് ജര എന്ന പേരായ വേടൻ ഭഗവാന്റെ പാദത്തിലേക്ക് അമ്പയച്ചു. ആ അമ്പ് ഭഗവാന്റെ പാദത്തില് ഭഗവാന്റെ സങ്കല്പപ്രകാരം ചെന്ന് തറച്ച സമയത്താണ് ഈ അമ്പ് തറച്ചത് മാനനാണ്, അല്ലെങ്കിൽ മാന്യാണ് ഇപ്പൊ താൻ പിടിച്ചത് എന്ന് കണക്കാക്കിയിട്ട് ഈ വേടൻ, ജര എന്നു പേരായ വേടൻ, താൻ അമ്പ ചെയ്ത് വീഴ്ത്തിയ മാനിനെ കൊണ്ടുപോകാനായിട്ട് മരത്തിന്റെ താഴെ വന്ന് നോക്കിയപ്പോൾ കണ്ടത് മാനും മുയലും ജന്തു ജീവജാലങ്ങളൊന്നുമല്ല മരത്തിന്റെ താഴെ ഇരിക്കുന്നത്. ഭഗവാന്റെ ആ സ്വരൂപം വളരെ വിശേഷമായിട്ട് ശംഖചക്രഗദാപത്മ ഭാവേന ഭഗവാൻ വൈഷ്ണവ സമ്പ്രദായത്തിലെ തേജോരൂപനായിട്ട് അങ്ങനെ ഇരിക്കുന്നത് ആ വേടൻ കണ്ടു. ഈ വേടൻ അങ്ങനെ ഇതിങ്ങോട്ട് കണ്ടപ്പം വേടൻ ഇത് പറയുകയും ചെയ്തു, ഭഗവാനെ ചതുർഭുജം തം പുരുഷം ദൃഷ്ട്വാ സകൃതകിൽവിഷ ഭീതഃ പപാത ശിരസാ പാദയോരസുരദ്വിഷ. പേടിച്ചു, അയ്യോ അപകടം ചെയ്തൂല്ലോ, അന്തല്യായി ചെയ്തില്ലേ നിരീക്ഷിച്ചത് ഭഗവാന്റെ പാദയോഹ പതൽ, ഭഗവാന്റെ പാദത്തിൽ ചെന്ന് അങ്ങോട്ട് പതിച്ചു. അതുണ്ടായത് ഭഗവാന്റെ പാദത്തിൽ വീണിട്ട് കരയും ചെയ്തു, പറയുകയും ചെയ്തു, അജാനതാകൃതമിതം പാപേന മധുസൂദന, അറിവില്ലായോണ്ടാണ് മധുസൂദന ഞാൻ ഈ പണി ചെയ്തത്. എനിക്ക് മനസ്സിലായില്ല അത് അങ്ങാണ് ഭഗവാനാണെന്നൊന്നും മനസ്സിലായില്ല, അതേപ്പം അങ്ങനെ ചെയ്തത്. അതുകൊണ്ട് ക്ഷന്തുമരിഹസി പാപസ്യ ഉത്തമ ശ്ലോക മേ അനഘ, അതുകൊണ്ട് എന്നോട് ക്ഷമിക്കണേ, ഈ ജാതി പാപം ചെയ്ത് എന്നെ എങ്ങനെയാ കണക്കാക്കുക? യസ്യാനുസ്മരണം നൃണാം അജ്ഞാനധ്വാന്തനാശനം വദന്തി തസ്യതേ വിഷ്ണോ മയാ അസാധുകൃതം പ്രഭോ. ഏതൊരു ഭഗവാന്റെ പാദത്തെ സ്മരിച്ചാലാണോ ഈ കണ്ടതായ ലോകരുടെ എല്ലാ അജ്ഞാനങ്ങളും ഇല്ലാതെ കണ്ടാവണത്, ആ ഭഗവാനോട് ഞാൻ ഈ തരത്തിലൊരു അക്രമം കാണിച്ചുല്ലോ, അതുകൊണ്ട് ഭഗവാനെ ഈ മഹാഭാവിയായിട്ടുള്ള എന്നെ അങ്ങ് ഇനി ഈ ഭൂമിയിൽ വെക്കരുത്, എന്ത് ചെയ്യണം? ഇപ്പൊ കൊല്ലണേ എന്ന് പറഞ്ഞ് തന്നെ കൊന്നോളൂ, തന്നെ കൊല്ലണം എന്ന് പ്രാർത്ഥിച്ച് ഭഗവാന്റെ പാദത്തേക്ക് ഇങ്ങോട്ട് വീണു. ഭഗവാന്റെ പാദത്തിൽ വീണപ്പം ഭഗവാൻ വളരെ സാവകാശത്തില് വെപ്രാളം ഒട്ടുമില്ലാത്ത മട്ടില് ഭഗവാൻ ആ വേടനെ, ജര എന്നവന്റെ പേര്, ജരയെ നോക്കിയിട്ട് പുഞ്ചിരിച്ചുകൊണ്ട് ഭഗവാൻ പറഞ്ഞു, മാ ഭൈർജരേ, ജരേ എന്തിനാ നീ പേടിക്കണത്? ത്വമുത്തിഷ്ഠ, എഴുന്നേൽക്കോ. എന്നിട്ടോ കാമ ഏഷ കൃതോ ഹിമേ, നീ ഇപ്പം എന്റെ കണക്കിന് എന്തെങ്കിലും ചെയ്തു എന്ന് എനിക്ക് തോന്നുന്നു, നീ ചെയ്തതല്ല. എന്താ വെച്ചാൽ കാമ ഏഷ കൃതോ ഹിമേ, ഞാൻ എന്താണോ സങ്കല്പിച്ചത് അതാണ് ഇപ്പൊ താൻ ചെയ്തത്. അതുകൊണ്ട് നീ ഇപ്പം ഈ ഇങ്ങനെയൊക്കെ ആണെങ്കിലും ശ്രീകൃഷ്ണാവതാര മഹാനാടകത്തിന്റെ അവസാനം കർട്ടൻ വലിക്കാനാണെങ്കിലും നീയും വന്നില്ലേ, പരിപാടിയിൽ നീയും പങ്കെടുത്തുല്ലോ. അപ്പൊ അതുകൊണ്ട് എന്തുണ്ടാവണോ? യാഹിത്വം, പോയിക്കോളൂ. എവിടേക്ക്? യാഹിത്വം മദനുജ്ഞാത സ്വർഗം സുഹൃത്തിനാമ്പതും. അതുകൊണ്ട് നീ എന്ത് ചെയ്തോളൂ? മദനുജ്ഞാത, നിനക്ക് നീ ഈ സ്വർഗത്തേക്ക് പോയിക്കോളൂ. സുഹൃതികൾ മാത്രം പോണ സ്ഥലമാണ് സ്വർഗം, വേടന്മാരൊന്നും അങ്ങോട്ട് പോവില്ല. എന്തായാലും നീ വേടനാണെങ്കിലും നീ ഇപ്പൊ എങ്ങനെയാണ് മഹിമ ചെയ്തത് കാരണം എന്ത് ചെയ്തോളൂ? സുഹൃതിനാം പദം സ്വർഗം യാഹി. എങ്ങനെ? എന്റെ സ്പെഷ്യൽ ഓർഡർ ഉണ്ട്. അതായത് മദനുജ്ഞാത ആണ് ഭഗവാന്റെ സ്പെഷ്യൽ ഓർഡർ. അത് പ്രത്യേകം എന്റെ സ്പെഷ്യൽ ഓർഡർ വഴിയാ പോയതാര്? വേടന്മാരങ്ങനെ പൊതുവേ പോവാറില്ല. എനിക്ക് ഞാൻ പ്രത്യേകമായിട്ടൊരു അനുവാദം തരികയാണെന്ന് നമ്മൾ ആരെ പറഞ്ഞയച്ചു? വേടനെ പറഞ്ഞയച്ചു. വേടൻ പോവുകയും ചെയ്തു. വേടൻ പോയപ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ ചിന്തിച്ചു, കഴിഞ്ഞു പോവുകയായി, ഇനി ഒന്നുമില്ല, എല്ലാം കഴിഞ്ഞു. എല്ലാം കഴിഞ്ഞ് പോവാനായിട്ട് പുറപ്പെട്ട സമയത്ത് ഭഗവാന്റെ തൃപ്പാദദാസൻ, ഭഗവാന്റെ തേരാളി സൂതൻ, ദാരുകൻ എന്ന് പറയും. ഈ ദാരുകനാണ് ഭഗവാനെ സകല ദിക്കിലേക്കും തേരോടിച്ചു കൊണ്ടുപോകുമ്പം ഭഗവാന്റെ ഡ്രൈവറാണ് ആര്? ദാരുകൻ. ഈ ദാരുകൻ ഭഗവാനെ അന്വേഷിച്ച് നടന്ന് കുറെ അന്വേഷിച്ചു കൊടുക്കും. ഈ സമുദ്ര തീരത്തെ കടലിന്റെ കരയിലെ കാട്ടില് ആലിന്റെ ചോട്ടില് ഭഗവാന്റെ പാദ തുളസി ഗന്ധം, അങ്ങനെ ആ തുളസി ഗന്ധം കൊണ്ടാണ് മനസ്സിലാക്കിയത് ഇവിടെ ഉണ്ടാകുന്ന. ഭഗവാനെ മനസ്സിലാക്കി ഭഗവാന്റെ അടുത്ത് വന്ന് നോക്കിയപ്പോ എന്താപ്പ കഥ? കാലുമ്പിൽ അമ്പും കൊണ്ട് ഇരിക്കണോ ഭഗവാൻ. ആ ഭഗവാനെ നല്ലോണം നമസ്കരിച്ചിട്ട് ഈ സൂതൻ പറയുകയും ചെയ്തു, ദാരകൻ പറഞ്ഞു, ഭഗവാനെ അങ്ങ് പോവുകയാണെന്ന് മനസ്സിലായി, ഈ മട്ടിലൊക്കെ ഇരിക്കുന്നത് കണ്ടാൽ പോവുകയാണെന്ന് തന്നെയല്ലേ മനസ്സിലാവണത്, അങ്ങ് ഇവിടുന്ന് പോവുകയായി എന്ന് ധരിക്കണോ? അപ്പൊ അതുകൊണ്ട് അങ്ങ് എവിടേക്കാണോ പോകണോ വെച്ചാൽ അവിടേക്ക് അടിയനെയും കൊണ്ടുപോകണം. ഉദ്ധവര് പറഞ്ഞ മാതിരി ആരും പറഞ്ഞു. ഈ ദാരകനും എന്താ വെച്ചാൽ ഇവർക്കൊക്കെ പറയുകയെന്നാണെങ്കിൽ ഈ ഇപ്പം ഭഗവാന്റെ അച്ഛനോ അമ്മയ്ക്കോ ഭാര്യയ്ക്കോ കുട്ടികൾക്കോ ഭഗവാന്റെ കൂടെ ഉണ്ടായ സംസർഗത്തിനേക്കാളും കൂടുതൽ ചിലപ്പോൾ സംസർഗം ഉണ്ടായിട്ടുണ്ടാവുക ഈ സൂതനൊക്കെ. എപ്പോഴും വണ്ടിയിൽ പോകുമ്പം രാവിലെ തുടങ്ങി വൈകുന്നേരം വരെയുള്ള യാത്ര വെച്ചാൽ മുഴുവൻ നേരം ആരുടെ കൂടെ ഇരിക്കേണ്ടി വരും? ഭഗവാന്റെ കൂടെ ആ സൂതന ഇരിക്കുമല്ലോ. ഭാര്യയും മക്കളൊക്കെ എപ്പോഴെങ്കിലൊക്കെ അല്ലേ ഉണ്ടാവുള്ളൂ. അപ്പൊ പറഞ്ഞതിന്റെ സംസർഗ ബന്ധമാണ്. പക്ഷേ കുടുംബ ബന്ധത്തെക്കാളും ചില ബന്ധങ്ങൾക്ക് ശക്തി കൂടെ
ഭഗതിയുടെ ബന്ധാണേ. അപ്പൊ അതുകൊണ്ട് ഭഗവാനെ അങ്ങ് പോകണമെന്ന് കണ്ടിട്ട് ഞാൻ അങ്ങോട്ട് പറയണേ, ഇനിയും കൊണ്ടുപോണേ എന്ന് പറഞ്ഞു തൊഴുതു. ഭഗവാൻ പറഞ്ഞു, സൂത അങ്ങേ ഞാൻ കൊണ്ടുപോകില്ല. എന്താ ചേട്ടോ, അങ്ങേക്ക് ഞാനൊരു ഉത്തരവാദിത്വം കൂടി തരാം. എന്താ അത്? അവസാനത്തെ ഉത്തരവാദിത്തം. അങ്ങ് ഇവിടുന്ന് ദ്വാരകയിലേക്ക് ചെല്ലണം. ദ്വാരകയിൽ ചെല്ലുക എന്ന് പറഞ്ഞാൽ ദ്വാരക, അപ്പൊ ഞാൻ ഇവിടുന്ന് പോകാനിരിക്കുകയാണ്, ദ്വാരക മുങ്ങിപ്പോവും. ദ്വാരക മുങ്ങിപ്പോകുമ്പോൾ ആരും തന്നെ ദ്വാരകയിൽ ഇരിക്കരുത്. ഇനി ആരെങ്കിലും ദ്വാരകയിൽ ഉണ്ടച്ചാൽ അവരെല്ലാവരെയും, സ്ത്രീകളോ കുട്ടികളോ വല്ലവരും ഉണ്ടെങ്കിൽ അവരെ അർജുനന്റെ കൂടെ എവിടേക്ക് പറഞ്ഞയക്കണം? ഹസ്തിനാപുരത്തേക്ക് പറഞ്ഞയക്കണം. ദ്വാരക മുങ്ങിയാൽ എല്ലാവരും കഷ്ടത്തിലാവും. അങ്ങനെയൊക്കെ ഏർപ്പാടാക്കാനായിട്ട് അങ്ങ് പോകണം. എവിടേക്ക്? ദ്വാരകയിലേക്ക്. ദ്വാരകയിൽ ചെന്നാൽ അച്ഛൻ അമ്മ അവരൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ എന്ത് പറയണം? ബലഭദ്രസ്വാമി പോയി, യാദവന്മാര് നശിച്ചു, ഞാൻ എന്താ പോവുകയായി, പോവാനായിട്ട് തയ്യാറായി നിൽക്കുകയാണ്. ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങൾ എല്ലാവരെയും പറഞ്ഞ് അറിയിക്കുക. അങ്ങ് ആ വിധത്തിൽ പോവുകയാണ് അങ്ങേക്കുള്ള ഉത്തരവാദിത്തം. ആര് പറഞ്ഞു? ഭഗവാൻ. എന്തായാലും ഭഗവാൻ ഒരു ഉത്തരവാദിത്തം തന്നാൽ ഇനിയിപ്പോ എന്തേ വേണ്ടു? ഗച്ഛ ദ്വാരവതീം സൂത ജ്ഞാതീനാം നിധനം വിധ സംകർഷണസ്യ നിർയാണം ബന്ധുഭ്യോ ബ്രൂഹി മദ്ദശാം. ഇതപ്പൊ പറഞ്ഞു തന്നെ. അപ്പൊ ഇങ്ങനെ ശ്ലോകത്തിൽ പറഞ്ഞു തന്നേയുള്ളൂ. എന്റെ ഈ അവസ്ഥയും ബലഭദ്രസ്വാമി പോയതും യാദവന്മാര് നശിച്ചതും ഒക്കെ പോയി പറയുക. എന്നിട്ട് ഇനി ദ്വാരകായാം ച നസ്ഥേയം ഭവദ്ഭിശ്ച സ്വബന്ധുഭി. അങ്ങും അങ്ങയുടെ ബന്ധുക്കളും ആളുകളൊന്നും ദ്വാരകയിൽ ഇനി ഇരിക്കാൻ പാടില്ല, എല്ലാവരോടൊക്കെ പറഞ്ഞോളൂ. ഇതൊക്കെ പറഞ്ഞ് ഏർപ്പാടാക്കിയിട്ട് ശ്രീകൃഷ്ണ ഭഗവാൻ ദ്വാരകനെ പറഞ്ഞയച്ചു. ദാരികൻ ദ്വാരകയിലേക്ക് പോവുകയും ചെയ്തു. ദാരികൻ ദ്വാരകയിലേക്ക് പോയപ്പോ ഇവിടെ എന്താ കഥ? ഇനി ഒന്നുമില്ല, എല്ലാം ഉറപ്പിച്ചു, തീരുമാനിച്ചു. വേണ്ടതൊക്കെ വേണ്ടതിനൊക്കെ ആളെ ഏർപ്പാടാക്കി, താൻ ചെയ്യേണ്ടതൊക്കെ താൻ ചെയ്തു. ഇനിയിപ്പോ തനിക്ക് പോവുകയോ വേണ്ടോ? ഭഗവാൻ പോവാനായിട്ട് പുറപ്പെട്ട ആ മരത്തിന്റെ ചോട്ടിൽ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് ഭഗവാൻ പോവുകയാണ് എന്ന് കണ്ട് ബ്രഹ്മാദി ദേവന്മാര് ആകാശദേശത്ത് വന്ന് നിന്ന് ഭഗവാനെ തൊഴുതു. നമ്മൾ പറഞ്ഞതാണ്, ഭഗവാൻ ഇവിടേക്ക് ഭൂമിയിലേക്ക് വരുമ്പോൾ ആദ്യത്തെ സ്തുതിയും ഇവിടുന്ന് പോകുമ്പോൾ അവസാനത്തെ സ്തുതി ആരുടെ വകയാണ്? ബ്രഹ്മാവിന്റെ വകയെന്ന് പറഞ്ഞില്ലേ? ബ്രഹ്മാവ് അഥ തത്രാഗമൽ ബ്രഹ്മ ഭവാന്യ ച സമം ഭവാം മഹേന്ദ്ര പ്രമുഖാ ദേവാ മുനയ സപ്രജേശ്വരാഃ പിതരസിദ്ധഗന്ധർവാ വിദ്യാധരമഹോരഗാഃ ചാരണായക്ഷരക്ഷാംസി കിന്നരപ്സരസോദ്വിജാഃ ദ്രഷ്ടുകാമാ ഭഗവതോ നിർയാണം പരമോത്സുകാഃ ഗായന്തശ്ച ഗൃണന്തശ്ച ശൗരേ കർമാണി ജന്മ ച വവൃഷു പുഷ്പവർഷാണി വിമാനാവലിഭിർനഭ കുർവന്തഃ സങ്കുലം രാജൻ ഭക്തിയാ പരമയായുത. എല്ലാവരും ആകാശദേശത്ത് വന്നു നിന്ന് നമ്മൾ കണ്ടതാണ് പണ്ട്. എന്ന് ഭഗവാൻ ഭൂമിയിലേക്ക് അവതരിക്കാനായിട്ട് പുറപ്പെട്ട സമയത്ത് ആ ദേവകീ ഗർഭത്തിലിരിക്കുന്നതായ ഭഗവാനെ ബ്രഹ്മാവ് വന്ന് തൊഴുതത് നമ്മൾ കണ്ടില്ലേ? ഇങ്ങനെ സത്യവ്രതം സത്യപരം ത്രിസത്യം സത്യസ്യ യോനിം നിഹിതം ച സത്യേ സത്യസ്യ സത്യം ഹൃതസത്യനേത്രം സത്യാത്മകം ത്വാം ശരണം പ്രപന്നാഃ മത്സ്യാശ്വകച്ഛപ നൃസിംഹവരാഹ ഹംസരാജന്യ വിപ്രവിബുധേഷു കൃതാവതാര ത്വം പാസിതസ്ത്രിഭുവനം ച യഥാധുനേശ ഭാരം ഭുവോ ഹര യദുത്തമ വന്ദനം ദേ എന്ന് അന്ന് വന്ന് തൊഴുത ബ്രഹ്മദേവൻ ആദ്യേ വന്നു. എവിടേക്ക്? ഭഗവാന്റെ മുമ്പിലേക്ക് വന്നു. ബ്രഹ്മാവുണ്ട്, ഭഗവാൻ ശ്രീപരമേശ്വരൻ, പാർവതീദേവി, മഹേന്ദ്രാദികളായ ദേവന്മാര്, നാരദാദികളായ മഹർഷിമാര്, യക്ഷന്മാര്, കിന്നരന്മാര്, ഗന്ധർവന്മാര്, കിംപുരുഷന്മാര്, ചാരണന്മാര്, വിദ്യാധരന്മാര്, ഋഷിമാര്, നാഗങ്ങള്, യോഗ്യന്മാര്, വിഷ്ണുപാർഷദന്മാര്, വൈതാളികന്മാര് എല്ലാവരും ആകാശദേശത്ത് ബ്രഹ്മാവിന്റെ കൂടെ വന്ന് നിന്ന് ഭഗവാനെ തൊഴുതു. മുമ്പിൽ നിൽക്കണേ ബ്രഹ്മാവാണ് ഭഗവാനെ നമസ്കരിച്ചത്. പണ്ട് അദ്ദേഹമാണ് ആദ്യം നമസ്കരിച്ചത്. ബ്രഹ്മാവ് പറഞ്ഞു, ഭഗവാനെ അങ്ങ് പോവുകയായി, നതാസ്മ നമസ്കരിക്കുകയാണ്. നതാസ്മതേ നാഥപദാരവിന്ദം ബുദ്ധീന്ദ്രിയ പ്രാണമനോവചോഭിം യച്ഛിന്യതേന്തർഹൃദി ഭാവയുക്തൈഃ മുമുക്ഷുഭേ കർമ്മമയോരുപാശാൽ. ഭഗവാനെ നതാസ്മ ഞങ്ങൾ നമസ്കരിക്കണമെന്നും പറഞ്ഞ് ബ്രഹ്മാദി ദേവന്മാര് നമസ്കരിച്ചും കൊണ്ടിരിക്കെ എല്ലാവരും ഭഗവാന്റെ ആ നിര്യാണം, പരംധാമഗമനം ശ്രദ്ധയോടുകൂടി ഭക്തിയോടുകൂടി കണ്ടു തൊഴാനായിട്ട് കാത്തുകെട്ടി നോക്കി നിൽക്കെ ഭഗവാൻ എന്താ ചെയ്തത്? ഭഗവാൻ എല്ലാവരെയും ഒന്ന് നോക്കി. ബ്രഹ്മാദി ദേവന്മാരെല്ലാവരും ഉണ്ടല്ലോ, വന്നിരിക്കണോ സന്തോഷമായിട്ട് വളരെ തൃപ്തിയോടുകൂടി. തൃപ്തി ആ ഭഗവാൻ എല്ലാവരെയും കണ്ടപ്പോണ്ടായ ഒരു സന്തോഷവും തൃപ്തിയൊക്കെ ഉണ്ട്. തൃപ്തിയോട് കൂടിയിട്ട് ഭഗവാൻ എല്ലാവരെയും നോക്കിയിട്ട് എന്ത് ചെയ്തു? ഭഗവാൻ പിതാമഹം വീക്ഷ്യ
വിഭൂതിരാത്മനോ വിഭോ സംയോജ്യാത്മനി ചാത്മാനം പത്മനേത്രേ ന്യമീലയൻ ലോകാഭിരാമാം സ്വതനും ധാരണാധ്യാനമംഗളം യോഗധാരണയാഗ്നേയ ദഗ്ധ്വാ ധാമാവിശൽ സ്വകം. ഭഗവാൻ എന്തേ ചെയ്തു വെച്ചാല് എല്ലാവരെയും നോക്കി ഭഗവാൻ പിതാമഹം വീക്ഷ്യ ബ്രഹ്മാവിനെ എന്ന് നോക്കി. എന്നിട്ട് എന്തേ ചെയ്തു വെച്ചാല് തന്റെ വിഭൂതികൾ പ്രപഞ്ചത്തിൽ അവതാര സ്വരൂപനായിട്ട് വന്ന് അവതരിച്ച സമയത്ത് എന്തൊക്കെയാണോ ഇങ്ങോട്ട് കൊണ്ടുവന്ന മഹിമകള്, ആ മഹിമകൾ ഓരോന്ന് തന്നിലേക്ക് കൂർമ്മോങ്കാനീവ സർവശ ആമ തന്റെ അവയവങ്ങൾ ഉള്ളിലേക്ക് വലിക്കും പോലെ ഓരോന്നായിട്ട് പിൻവലിച്ചു. അങ്ങനെ സംയോജ്യ ആത്മനീച്ച ആത്മാനം ആത്മഭാവത്തെ ഉറപ്പിച്ച് ഭഗവാൻ ആ ബ്രഹ്മാവിനെ ഒന്ന് നോക്കി. പത്മനേത്രേ ന്യമീലയൽ ആ താമരപ്പൂ പോലെ മനോഹരമായ നേത്രങ്ങൾ അടച്ചു. ഇനി തുറക്കില്ല. അവസാനത്തെ കഴിഞ്ഞു. ഭഗവാൻ ആ കണ്ണം കണ്ടടച്ചു. എന്നിട്ട് എന്തായിട്ടായത്? അതാ പറഞ്ഞത് ലോകാഭിരാമാം സ്വതനം ധാരണാധ്യാനമംഗളം യോഗധാരണയാഗ്നേയ ദഗ്ധ്വാ ധാമാവിശൽ സ്വകം. ഭഗവാൻ എന്താ ചെയ്തു എന്നാണെങ്കിൽ ലോകാഭിരാമം ലോകത്തിന് മനോഹരമായ ധാരണയ്ക്കും ധ്യാനത്തിനും മനോഹരമായ ലോകരാനന്ദത്തോടുകൂടി സുന്ദരമായ തരത്തില് ആനന്ദിച്ച ഹൃദയത്തിൽ ധ്യാനിച്ചുറപ്പിക്കുന്നതായ ഭഗവാന്റെ ആ മനോഹരമായ ദിവ്യമായ സ്വരൂപത്തെ യോഗധാരണയാഗ്നേയാദഗ്ധ്വാ ആ യോഗാഗ്നിയുടെ മഹിമേല് അപ്രത്യക്ഷമാക്കിയിട്ട് ഭഗവാൻ എന്ത് ചെയ്തു? ധാമാവിശൽ സ്വകം ധാമ ആവിശൽ. ഭഗവാൻ തന്റെ സ്വധാമത്തിലേക്ക് അങ്ങോട്ട് പോയി. സ്വധാമച്ചാൽ വൈകുണ്ഠത്തേക്ക് മടങ്ങിപ്പോവുകയും ചെയ്തു. ഭഗവാൻ വൈകുണ്ഠത്തേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് ഭഗവാന്റെ ആ പരംധാമഗമനം സ്വർഗാരോഹണം എന്നാ പറയുക. ആ വാക്ക് വാസ്തവത്തിൽ ശരിയല്ല. സ്വർഗത്തേക്കല്ല ഭഗവാൻ പോയത്. എവിടേക്കാ പോയത്? സ്വധാമ അല്ലേ പറഞ്ഞത്. അവിടെ എന്താ പറഞ്ഞത്? ധാമ ആവിശൽ സ്വകം ധാമ ആവിശൽ. സ്വധാമത്തിലേക്ക് പോയി. സ്വധാമം സ്വർഗല്ലേ. സ്വധാമം ഭഗവാന്റെ വൈകുണ്ഠലോകാണ്. അതുകൊണ്ട് സ്വർഗാരോഹണം എന്നൊക്കെ പലരും ഇങ്ങനെ പറയുന്നത് അത്ര ശരിയായ വാക്കല്ല. സ്വർഗത്തേക്ക് പോകുമ്പോഴല്ലേ സ്വർഗാരോഹണം എന്ന് പറയുക. സ്വർഗാരോഹണം അല്ല, പരംധാമഗമനം എന്ന് പറഞ്ഞ് ശീലിക്കണം. ഇതാണ് പരംധാമത്തിലേക്ക് പരമപ്രാപ്തി സ്ഥാനമായ ഭഗവാന്റെ സ്ഥാനത്തേക്ക് പോയി എന്നാ പറഞ്ഞത്. ആ പരംധാമത്തേക്ക് ഭഗവാൻ അങ്ങോട്ട് പോയ സമയത്ത് ബ്രഹ്മാദി ദേവന്മാര് ഭഗവാന്റെ ആ ഒരു പരമഗതി നോക്കി കാണാനായിട്ട് എന്ത് ചെയ്തോ? നല്ലോണം ആ ഭഗവാന്റെ ഭാവത്തിലേക്ക് എന്നെ ശ്രദ്ധ വെച്ചു. എന്താ വെച്ചാൽ ആകാശദേശത്ത് ദിവ്യമായ വാദ്യങ്ങളും കൊട്ടും വാദ്യങ്ങളും ഒക്കെ ഇങ്ങനെ മേളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇപ്പൊ എന്തുണ്ടായത്? ഈ വിധത്തില് ദേവന്മാരൊക്കെ നോക്കി നിൽക്കുക. ഭഗവാൻ പോണതൊന്ന് കാണാലോ നിരീക്ഷിച്ചിട്ട്. ഭഗവാൻ പോണത് കാണാലോ നിരീക്ഷിച്ച് ഭഗവാന്റെ പ്രഭാവത്തെ നോക്കിയിരുന്ന കൂട്ടർക്കൊന്നും എന്ത് പറ്റിയില്ല. ഭഗവാന്റെ ആ മഹിമ കാണാനൊന്നും പറ്റിയില്ല. അവരെന്ത് ചെയ്തു വെച്ചാൽ അവിജ്ഞാതഗതിം കൃഷ്ണം ദദൃശുശ്ചാതിവിസ്മിതാഹ. ഭഗവാന്റെ ഗതി അവിജ്ഞാതഗതിയാണ്. ഒരാളുടെയും കണ്ണിന് വിഷയാവാത്ത വിധത്തിലാണ് ഭഗവാൻ പോയത്. ബ്രഹ്മാദി ദേവന്മാര് നോക്കി നിന്നു. അത്ര തന്നെ. കണ്ടോ? ഇല്ല. അതേണ്ട. അങ്ങനെ അവര് തൊഴുത് മടങ്ങിപ്പോരും ചെയ്തു. ഭഗവാൻ എന്തേ ചെയ്തു? ഭഗവാൻ സ്വധാമത്തിലേക്ക് മടങ്ങി. അങ്ങനെ അനവധി കാലമായിട്ട് ഭൂമിയിൽ വന്ന് ഭൂമിയുടെ ഭാരം തീർത്ത് ലോകത്തെ അനുഗ്രഹിച്ച് സജ്ജനങ്ങളെയൊക്കെ ആഹ്ലാദിപ്പിച്ച് ലോകത്തിന് ധർമ്മം ശാന്തിയും പരത്തി ഭൂമിയുടെ എല്ലാവിധ ഭാരം സ്വന്തം വംശത്തെ കൊണ്ടുള്ള ഭാരം തീർത്ത് ഭഗവാൻ വൈകുണ്ഠധാമത്തിലേക്ക് മടങ്ങിപ്പോയി എന്ന് പറയും. ഭഗവാൻ ഈ വൈകുണ്ഠത്തേക്ക് മടങ്ങിപ്പോയപ്പോ എന്താ ഉണ്ടായത്? അതല്ലേ പറയുന്നത്. അപ്പോഴേക്ക് നമ്മുടെ ഈ അദ്ദേഹം ഉണ്ടല്ലോ, അതായത് ഈ ദ്വാരകൻ ദ്വാരകയിലേക്ക് പോയില്ലേ. ദ്വാരകൻ ദ്വാരകയിൽ ചെന്നിട്ട് ദ്വാരകാപുരിയിൽ ഇരിക്കുന്നതായ ഭഗവാന്റെ അച്ഛൻ അമ്മ ഭാര്യമാര് ഇവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ ഈ വർത്തമാനം ഭഗവാൻ പോവുകയായി, ബലഭദ്രര് പോയി, യാദവവംശം നശിച്ചു എന്നൊക്കെയുള്ള വർത്തമാനങ്ങൾ ഈ ധാരകൻ പറഞ്ഞത് കേട്ടിട്ട് ഭഗവാന്റെ പത്നിമാരും ഭഗവാന്റെ അച്ഛനും അമ്മയൊക്കെ ആ വർത്തമാനം കേട്ട് ഭഗവാനെ സ്മരിച്ച് ദേഹോപേക്ഷിച്ച് അവരും പോയി. എന്നുവെച്ചാൽ നമ്മളത് അവതാരത്തിന്റെ സമയത്തെ പറഞ്ഞതാണ്. എല്ലാ ദേവന്മാരും ദേവിമാരും ദേവകാര്യ സഹായത്തിന് ഭൂമിയിൽ വന്ന് നന്ദഗോപാദി ഗോപന്മാരുടെയും ഗോപികമാരുടെയൊക്കെ വേഷത്തിൽ വന്ന് അവതരിച്ചോളൂ എന്ന് പറഞ്ഞില്ലേ. ഭഗവാൻ പോയി. ഇനി ഇവിടെ എന്തില്ല? ഇനിയിപ്പോൾ ഇവിടെ ആ വിഷയമില്ല. വലിയ പൂജാരി പോയി പിന്നെ പരികർമ്മി മാത്രം അവിടെ താമസിക്കുക. വലിയ പരികർമ്മികളും കൂടെ പോവില്ലേ?
പരികർമ്മം എന്തിനാണ്? അദ്ദേഹത്തിനെ സഹായിക്കാനാണല്ലോ ഒരു പരികർമ്മത്തിന് വന്നത്. അദ്ദേഹം പോകുമ്പോൾ അദ്ദേഹത്തിന്റെ കൂടെ ഇങ്ങോട്ട് പോകും എന്ന് പറഞ്ഞ മാതിരി ഭഗവാൻ പോയപ്പം ഭഗവാന് സഹായികളായിട്ട് വന്ന ദേവാദികളും ദേവന്മാരും എല്ലാവരും മടങ്ങി ഇങ്ങോട്ട് പോയി. പിന്നെ കുറച്ച് സ്ത്രീകളും കുട്ടികളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. അവരൊക്കെ അർജുനൻ എന്ത് ചെയ്തു? തേരിൽ പിടിച്ച് കയറ്റിയിട്ട് ഹസ്തിനാപുരത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പുറപ്പെട്ടു. ഹസ്തിനാപുരത്തേക്ക് കൊണ്ടുപോകാനായിട്ട് പുറപ്പെട്ടു. നമ്മൾ പറഞ്ഞല്ലോ, ഈ കടലിന്റെ കരയിലെത്തിയ പിന്നെ കാടാണെന്ന് പറഞ്ഞില്ലേ? കാട്ടിന്റെ അടുത്തെത്തിയപ്പോഴേക്ക് രാത്രിയായപ്പം ഈ രാത്രി സഞ്ചാരം വിഷമാണല്ലോ എന്ന് കണ്ടിട്ട് അവരന്ന് ആ രാത്രി അവിടെ ഒന്ന് തങ്ങിയിട്ട് പിറ്റേന്ന് വെളിച്ചാവുമ്പോൾ പോവാന്ന് വിചാരിച്ചു തേര് കാടിന്റെ അടുത്തൊന്ന് നിർത്തിയതാണ്. നിർത്തിയപ്പോഴാണ് ഈ കൊടുങ്കാടിന്റെ ഉള്ളിൽ നിന്ന് കാട്ടാളന്മാര് രാക്ഷസന്മാർ ഇറങ്ങി വന്ന് സ്ത്രീകളെയും കുട്ടികളെയൊക്കെ കൊണ്ടുപോയി പിടിച്ചു തിന്നാനായിട്ട് പുറപ്പെട്ടു. അപ്പോഴാണ് അർജുനൻ വലിയ വീരനും ശൂരനും പരാക്രമിയാണ്, അസ്ത്രശസ്ത്രാദികൾ വിദഗ്ധനാണ്, രണ്ട് കൈകൊണ്ടും യുദ്ധം ചെയ്യാൻ മിടുക്കനുമാണ്. അപ്പൊ അർജുനന് വലിയ പരിഭ്രമൊന്നും തോന്നിയില്ല. അമ്പും വില്ലും വാളൊക്കെ എടുക്കാൻ നോക്കിയപ്പം വേഗം കൊടയും കമ്പിയൊക്കെ കിട്ടിയത്. എന്ത് കിട്ടിയില്ല? ഉദ്ദേശിച്ചതൊന്നും കിട്ടിയില്ല. പിന്നെ കഷ്ടപ്പെട്ട് അന്വേഷിച്ച് കണ്ടുപിടിച്ച് അമ്പും വില്ലൊക്കെ കയ്യിലെടുത്തപ്പം മന്ത്രങ്ങളൊന്നും തോന്നുന്നില്ല. എവിടേക്കാ വെക്കണ? ബമ്പൊക്കെ തല കുത്തനെയൊക്കെയാ വെക്കണത്. എന്തൊരു വിവരമില്ലായ ആരൊക്കെ അർജുനൻ ഇങ്ങനെ നോക്കുകയാണ്. എന്താ മന്ത്രം? അമ്പ അയക്കുമ്പോൾ മന്ത്രം പറഞ്ഞല്ലോ. നോട്ട് പുസ്തകം എവിടെ നോക്കാൻ? അങ്ങനെ നോട്ട് പുസ്തകം നോക്കിയിട്ടൊന്നൊരു പണി ഇതുവരെ ആരെടുത്തിട്ടില്ല. അർജുനൻ എടുത്തിട്ടില്ല. ഒന്നും അങ്ങോട്ട് തോന്നണില്ല, ഒന്നും ഇങ്ങോട്ട് നേരെയാവണില്ല. അപ്പോഴേക്ക് ഈ വെപ്രാളത്തിന്റെ ഇടയ്ക്ക് കാട്ടാളന്മാരെ പെണ്ണുങ്ങളെയൊക്കെ കൊണ്ടുപോയി കൊന്നു തിന്നുകയും ചെയ്തു. എന്ത് ചെയ്യും? ഒടുക്കം അർജുനന് മനസ്സിലായി തൻ്റെ അസ്ത്രശസ്ത്ര പാടവങ്ങളൊക്കെ ഇവിടെ അസ്തമിച്ചു. എന്തേ കാരണം? ഭഗവാൻ പോയതോടുകൂടി തൻ്റെ മഹിമയും പോയി. നമ്മളിങ്ങനെ വിചാരിക്കും നമുക്കൊക്കെ മഹിമയുണ്ടെന്ന്. ഈ സ്വിച്ച് ഓഫ് ആക്കിയാലും ഫാൻ കുറച്ചേരും കൂടി തിരിയും ഇല്ലേ? നമ്മൾ സ്വിച്ച് അങ്ങോട്ട് അമർത്തി ഓഫ് ആക്കിയാലും ഫാൻ അങ്ങോട്ട് നിൽക്കുമോ? ലൈറ്റ് കടന്ന മാതിരി കടില്ല, കുറച്ചേരം കൂടി തിരിഞ്ഞിട്ടേ നിൽക്കുള്ളൂ. അർജുനന് മനസ്സിലായി സ്വിച്ച് ഓഫ് ആക്കി ഇപ്പൊ തിരിയണത് മിടുക്കൊണ്ടല്ല, പണ്ട് തിരിഞ്ഞ ശീലം പരിപാലിക്കുക മാത്രമേ ഉള്ളത്, അധികം കൊണ്ടു നടക്കാൻ പറ്റില്ല. ഭഗവാൻ പോയതോടെ എല്ലാ മഹിമകളും പോയി എന്ന് മനസ്സിലാക്കിയിട്ടുള്ള അർജുനൻ ഇനി ഈ അസ്ത്രങ്ങളോ ശസ്ത്രങ്ങളോ തനിക്ക് ഉപകരിക്കില്ല എന്ന് ധരിച്ചിട്ട് അദ്ദേഹം എന്താ ചെയ്തത്? അർജുനൻ തൻ്റെ അസ്ത്രശസ്ത്രാദികൾ പ്രഭാസതീർത്ഥത്തിൽ ഉപേക്ഷിച്ചു. വെറും തേരുമായിട്ടാണ് മടങ്ങിപ്പോയത് എന്ന് പറയും. ഹസ്തിനാപുരത്തേക്ക് മടങ്ങിപ്പോയത് വെറും തേരായിട്ടാണെന്ന് പറയും. പക്ഷെ ഒരു കുട്ടിയെ രക്ഷിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ഒരു ഉണ്ണി. ഏതാ ഉണ്ണി എന്ന് ചോദിച്ചാൽ പറയും, അതായത് ഈ ഭഗവാന്റെ പുത്രൻ പ്രദ്യുമ്നന്റെ പുത്രൻ അനിരുദ്ധന്റെ പുത്രൻ വജ്രനാഭ കുമാരൻ എന്ന് പറഞ്ഞ് വജ്രൻ എന്ന് പറയും, അല്ലെങ്കിൽ വജ്രനാഭ കുമാരൻ എന്ന് പറഞ്ഞൊരു ഉണ്ണിയുണ്ട്. ആ ഉണ്ണിയെ മാത്രമേ ആർക്ക് രക്ഷിക്കാൻ പറ്റിയുള്ളൂ? ഈ അർജുനന് രക്ഷിക്കാൻ പറ്റില്ല. അർജുനൻ രക്ഷിച്ചു എന്നൊക്കെ നമ്മൾ പറയുക. വാസ്തവത്തിൽ അർജുനൻ രക്ഷിച്ചതൊന്നും അല്ല അത്. എന്താ വെച്ചാൽ ചെറിയ കുട്ടിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഈ പെണ്ണുങ്ങളെയൊക്കെ കാട്ടാളന്മാര് പിടിച്ചു കൊണ്ടുപോകുന്ന സമയത്ത് എന്ത് ചെയ്തു? ഇതാ കുട്ടിയെ കസേരയുടെ അടിയിൽ എവിടെ പോയി ഒളിച്ചപ്പം അങ്ങനെ ഉണ്ടായത്. ആ കസേരയുടെ അടിയിൽ ഒളിച്ചു എന്നൊന്നും ഭാഗവതത്തിൽ അങ്ങനെ പറഞ്ഞിട്ടൊന്നും ഇല്ല. ഈ ഭഗവാൻ ശ്രീകൃഷ്ണൻ ഇവിടുന്ന് പോയപ്പം ഒരാളെ പോലും ഭഗവാന്റെ ആ ഒരു തൃപാദം തൊഴുത് ഭഗവാന്റെ കൂടെ ഭഗവാന്റെ സുഹൃത്തായും വളരെ അടുത്ത ആളായും ബന്ധുവായിട്ടൊക്കെ നടന്ന അർജുനന് ഒന്നും തന്നെ പിന്നീട് പറ്റാണ്ടേ ആയപ്പോഴാണ് എല്ലാം ഉപേക്ഷിച്ച് വന്നു. വജ്രനാഭൻ അല്ലെങ്കിൽ വജ്രൻ എന്നു പേരായ ആ ഒരു ഉണ്ണിയെ മാത്രം രക്ഷിച്ചു. ഈ കുമാരനാണ് പിന്നീട് എന്തുണ്ടായത്? ഈ അർജുനാദികള് പരീക്ഷത്തിന് ഹസ്തിനാപുരം പരീക്ഷത്തിന് കൊടുത്ത പരീക്ഷത്തിന് രാജാവായിട്ട് വാഴിച്ച് അവർ ഹിമാലയത്തിലേക്ക് പോണ സമയത്ത് മധുരാപുരിയിൽ ഈ കുമാരനെയാണ് രാജാവായിട്ട് വാഴിച്ചത്. എന്താ വെച്ചാൽ പിന്നെ ഇനി ദ്വാരകയില്ലല്ലോ. വീണ്ടും അവരെവിടേക്ക് വന്നു? മധുരയിൽ നിന്നാണ് ദ്വാരകയിലേക്ക് പോയത്. വീണ്ടും മധുരാപുരിയിലേക്ക് വന്നു. ഈ വജ്രനാഭ കുമാരൻ മധുരയില് രാജാവായിട്ട് വാണു എന്ന് പറയും. അപ്പൊ ഈ ദ്വാരകയ്ക്ക് എന്തുണ്ടായ കഥ ചോദിച്ചാൽ ദ്വാരകയുടെ കഥ പറയുമ്പം പറയും, ദ്വാരകാം ഹരിണാത്യക്കതാം സമുദ്രോ അപ്ലാവയൽ ക്ഷണാൽ വർജയിത്വാ മഹാരാജ ശ്രീമദ് ഭഗവദാലയം എന്ന് പറയും. അതായത് ഭഗവാൻ ഉപേക്ഷിച്ചതായ ദ്വാരക എന്തായിട്ട് തീർന്നു? സമുദ്രോ അപ്ലാവയൽ ക്ഷണാൽ, സമുദ്രം ആ ദ്വാരകയെ മുക്കിക്കളഞ്ഞു എന്നാ പറയുക. ദ്വാരക വെള്ളത്തിൽ മുങ്ങി. മുഴുവൻ മുങ്ങിയോ ചോദിച്ചാൽ മുഴുവൻ മുങ്ങിയില്ല. എന്താ മുങ്ങാണ്ട്? ഏത് ഭാഗം മുങ്ങാണ്ടിരുന്നത്? അത് മാത്രം എടുത്തു പറഞ്ഞു. എങ്ങനെയാണെന്ന് വെച്ചാൽ പറയും, വർജയിത്വ ഒഴിവാക്കിയിട്ട്, അത് മാത്രം ഒഴിവാക്കിയിട്ടാണ്. ഏതൊഴിവാക്കി? മഹാരാജ ശ്രീമദ് ഭഗവദാലയം, ഭഗവാൻ ശ്രീകൃഷ്ണൻ വസിച്ചിരുന്നതായ ആ കൊട്ടാരല്ലേ, ആ കൊട്ടാരം മാത്രം സമുദ്രം ഒഴിവാക്കി, അത് മുക്കിയില്ല. അതവിടെ നിർത്തി. മറ്റുള്ളതായ ദ്വാരകയുടെ ഭാഗങ്ങളെ മുഴുവനും സമുദ്രം മുക്കിക്കളഞ്ഞു. ഭഗവാന്റെ കൊട്ടാരം ഇന്നും അവിടെ നിൽക്കുന്നുണ്ടെന്നാ പറഞ്ഞത്. എന്നിട്ട് പറയുകയും ചെയ്തു, അവിടെ എന്താ പ്രത്യേകത ചോദിച്ചാല്, ഈ സമുദ്രം മുക്കിക്കളഞ്ഞത്ത ഈ ദ്വാരകയുടെ എല്ലാ ഭാഗങ്ങളെയും മുക്കിക്കളഞ്ഞില്ലേ. പിന്നിപ്പോ എന്തായത്? എന്താ വെച്ചാൽ നിത്യം സന്നിഹിതസ്തത്ര ഭഗവാൻ മധുസൂദന സ്മൃത്യാശേഷ അശുഭഹരം സർവമംഗളമംഗളം എന്ന് പറയും. ഈ ദ്വാരകയിലെ നിത്യം സന്നിഹിതൻ
ആ ദ്വാരകയിലെ ഭഗവാന്റെ ആ കൊട്ടാരം എന്ന് പറഞ്ഞാൽ അവിടെ ഇപ്പോഴും നിത്യവും ആരുണ്ട്? ഭഗവാൻ സന്നിധാനം ചെയ്യുന്നുണ്ട്. മധുസൂദനനായ ഭഗവാൻ എങ്ങനെ? സ്മൃത്യാശേഷ അശുഭഹരം, സ്മരിക്കണവരുടെ സമ്പൂർണമായ ദുരിതങ്ങളെയും ഇല്ലാതെ കണ്ടാക്കണവനായ സർവമംഗളമംഗള സ്വരൂപനായ ഭഗവാൻ ഇന്നും ആ ദ്വാരകയിൽ ഇരുന്ന് ലോകരെ അനുഗ്രഹിക്കണമെന്ന് പറഞ്ഞു. ഇത്രയും പറഞ്ഞിട്ടാണ് ഈ സൂതൻ ഭഗവാന്റെ പരംധാമം അവസാനിപ്പിച്ചത്. അതായത് ഭഗവാൻ ദ്വാരകയിൽ നിന്ന് പോയി, ദ്വാരക ഭഗവാന്റെ ആ കൊട്ടാരം ഒഴിച്ചുള്ള ഭാഗം മുങ്ങിപ്പോയി, ഭഗവാന്റെ ആ സാന്നിധ്യം ഇപ്പോഴും അവിടെ ഉണ്ടെന്നാ പറഞ്ഞത്. ഇപ്പൊ ഇത്രയും നമ്മൾ ഭാഗവതത്തില് ഗ്രന്ഥത്തിൽ പറഞ്ഞ വിധത്തിലൊക്കെ നമ്മൾ കേട്ടു. ഇനി ഒരു ലേശം ഒരു ചരിത്രം പറഞ്ഞുതരാം, എല്ലാവരും ശ്രദ്ധിച്ചു കേട്ടോളൂ. എന്താ ചോദിച്ചാലേ, നമ്മൾ ഇത് കേൾക്കാതെ ഈ ചരിത്രാംശങ്ങളൊന്നും മനസ്സിലാക്കാതെ ഇതിങ്ങനെ വെറുതെ കഥ മാത്രം, വെറും കഥ മാത്രം കേട്ടുപോയാൽ അതൊരു കെട്ടുകഥ പോലെ ഉള്ളിൽ നിൽക്കുന്നേ ഉള്ളൂ. ചരിത്രം പോലെ നമ്മുടെ ഉള്ളിൽ ശേഷിക്കും. ഒരു ലേശം മനസ്സിലാക്കി വെച്ചോളൂ. നമ്മളിപ്പോൾ ഈ പണ്ടൊക്കെ ദ്വാരക അല്ലെങ്കിൽ അയോധ്യ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതായ ചില സംഗതികളൊക്കെ പറയുമ്പം, മധുര, ദ്വാരക, അയോധ്യ എന്നൊക്കെ പറയുമ്പം കെട്ടുകഥകളാണ് എന്നൊക്കെയാണ് നമ്മുടെ പുരോഗമനക്കാര് പണ്ട് പഠിപ്പിച്ചേർന്നത് അങ്ങാടിയിൽ പ്രസംഗിച്ചിട്ട്. പണ്ടൊക്കെ അങ്ങനെ വല്യമ്മമാരുടെയൊക്കെ കുട്ടിക്കാലത്ത് കേട്ടിട്ടുണ്ടാവും, അങ്ങാടിയിലൊക്കെ പ്രസംഗം അങ്ങനത്തെ ഒരു കാലം ഉണ്ടായിരുന്നു പറയുന്നത് കേട്ടിട്ടുണ്ട് അവരൊക്കെ. അത് അവരുടെ കാലത്തൊക്കെ അങ്ങനെയായിരുന്നു പറഞ്ഞേർന്നത്. നമ്മുടെ അച്ഛനമ്മമാരുടെയൊക്കെ കാലത്ത് ഇങ്ങനെയുള്ള അതൊന്നും ഇല്ലാത്തതാണ്, അതൊക്കെ വെറുതെ ഇങ്ങനെ കെട്ടുകഥകൾ പറഞ്ഞുണ്ടാക്കിയതാണ്, പുസ്തകങ്ങളിലൊക്കെ എഴുതിയതാണ്, അല്ലാതെ ഒന്നും ചരിത്രങ്ങളൊന്നും അല്ല എന്ന് പറഞ്ഞ് പറഞ്ഞു പോയി. നമ്മളത് അങ്ങനെ വിശ്വസിക്കുകയും ചെയ്തിരുന്നു. എന്താ കാരണം, നമ്മൾ ഈ പുസ്തകം അധികം വായിക്കാറില്ല എന്ന്, ഈ വായിച്ചാൽ തന്നെ അത് കെട്ടുകഥയായിട്ട് ധരിക്കുകയും ചെയ്തിട്ടുണ്ടാവും. പിന്നെ അതല്ല, കാലം മാറി. ഇപ്പൊ പണ്ടത്തെ മാതിരിയല്ല. ഇപ്പൊ ആളുകളൊക്കെ പല ദിക്കിലും നടക്കാൻ തുടങ്ങി. 10 കാശുള്ളവര് കേരളത്തിന്റെ ഉള്ളിൽ നിന്നൊക്കെ ഇറങ്ങി പുറം നാടുകളിലൊക്കെ പോയി കാണാനും അറിയാനും മനസ്സിലാക്കാനും തുടങ്ങി. പിന്നെ അത് മാത്രല്ല, നമ്മുടെ ഈ കയ്യിലിരിക്കണ മറ്റേ തോണ്ടണ സാധനത്തില് ഇല്ലേ, അതിൽ തോണ്ടിയാൽ കിട്ടാത്തൊരു സാധനം ഇല്ല എന്നായി. 4 അക്ഷരം കൂട്ടി വായിക്കാനും കൂട്ടി എഴുതാനും അറിയണവന് ഏത് ഭാഷ നിശ്ചലുള്ളവനും ഇതിൽ തോണ്ടിയാൽ അവനവന് വേണ്ട വിവരം വേണ്ട മാതിരി കിട്ടും എന്നൊരു കാലഘട്ടമായി. അതുകൊണ്ട് ഇപ്പൊ എന്താ വെച്ചാൽ, പണ്ടത്തെ ആ പുരോഗമനക്കാർക്ക് ഇപ്പൊ നോണ പറയാൻ പറ്റാതെയായി. അപ്പൊ അങ്ങനെ പണ്ടത്തെ മാതിരി പണ്ടേ പോലെ ഫലിക്കുന്നില്ല. എന്ത് ബാക്കി അങ്ങോട്ട് ചൊല്ലിക്കോളൂ, ഇതൊക്കെ നമ്മൾ തന്നെ ചെല്ലണോ? 2ാമത്തെ വരി നമ്മൾ ചൊല്ലി, ആദ്യത്തെ വരി ചൊല്ലിക്കൂടെ? പണ്ടേ പോലെ ഫലിക്കുന്നില്ല. എന്താ പല്ലിന്റെ ശൗരി ആരുടെ? ആരുടെയെങ്കിൽ ആവട്ടെ. അപ്പൊ അതൊക്കെ ഇപ്പൊ അങ്ങനെയൊക്കെ ഉണ്ട്. പണ്ടത്തെ മാതിരി ശ്രദ്ധിച്ച് കേൾക്കൂട്ടോ. ഇന്നിപ്പോ നമ്മൾ ഈ പറയുന്ന ദ്വാരക എന്ന് പറയുന്നത് ശ്രദ്ധിച്ച് കേൾക്കണം എല്ലാവരും. ഈ ഭാഗവതം കേട്ടവരിത് കേട്ടിട്ട് വേണം അടുത്ത പണിയെടുക്കാൻ. അതിനത് പറയണത് എന്നുവെച്ചാൽ എന്താന്ന് വെച്ചിട്ടുണ്ടോ, ഇതൊക്കെ ഒന്ന് മനസ്സിരുത്തോ, പറഞ്ഞുതരാം എന്താ പണിയെന്ന്. അതായത് ഈ ദ്വാരക എന്ന് നമ്മളിപ്പോ അത്രയും നേരം വിസ്തരിച്ചതായ ഈ പുണ്യസ്ഥാനം എന്ന് പറയുന്നത് ഇന്നത്തെ ഭാരതത്തിലെ പടിഞ്ഞാറേ ഭാഗത്ത് ഗുജറാത്ത് എന്ന പേരായിട്ടൊരു സംസ്ഥാനമുണ്ട്. ഗുജറാത്ത് കണ്ടിട്ടില്ലേ? ഇന്ത്യയുടെ ഭൂപടത്തിന്റെ ആ പടിഞ്ഞാറേ ഭാഗത്ത് ഇങ്ങനെ വായ തുറന്ന് നിൽക്കണ മാതിരി ഒരു പ്രത്യേക സ്ഥലം കണ്ടിട്ടില്ലേ? ആ ഗുജറാത്ത് സംസ്ഥാനത്ത്, ഇന്നത്തെ ഗുജറാത്തില് നമ്മൾ പറയണ ഈ ഗുജറാത്തിന്റെ അതിർത്തി ഭാഗത്തായിട്ടിരിക്കണ കടലിൽ സ്ഥിതി ചെയ്യുന്ന ഒരു പുണ്യഭൂമിയാണ് എന്ത്? ഈ ദ്വാരക എന്ന് പറയുന്നത്. അപ്പൊ ആ ദ്വാരകയുടെ സ്ഥാനം നമ്മൾ ഇന്ന് പോവുകയാണെങ്കിൽ, ഇപ്പൊ കേരളത്തിൽ നിന്ന് തീവണ്ടിയൊക്കെ പോകുന്നുണ്ട്. ഈ എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന തീവണ്ടി തന്നെയുണ്ട് ദ്വാരകയ്ക്ക്. എറണാകുളത്ത് നിന്ന് മനസ്സിലായില്ലേ? ഓഖ എക്സ്പ്രസ്, ഹാപ്പ എക്സ്പ്രസ്, അത് കഴിഞ്ഞ് വരാവൽ എക്സ്പ്രസ്. അതൊക്കെ എന്തിനാ പറഞ്ഞു? നമ്മളിന്ന് റെയിൽവേയിലെ ജീവനക്കാരനൊന്നുമല്ല, അതിന് പരസ്യം പിടിക്കുന്നല്ല. അത് അറിഞ്ഞിരുന്നോട്ടെ, പോയി കണ്ടുപിടിച്ചോളൂ, ബാക്കിയൊക്കെ അറിവുള്ളവര്. അപ്പോൾ ഓഖ എക്സ്പ്രസ്, ഹാപ്പ എക്സ്പ്രസ്, വരാവൽ എക്സ്പ്രസ് എന്നൊക്കെ പറഞ്ഞ തീവണ്ടികളുണ്ട്. അതിൽ ഓഖ എക്സ്പ്രസിന് പോയാൽ ദ്വാരക റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങാം. ഹാപ്പ എക്സ്പ്രസിന് പോയാൽ പിന്നെ കുറച്ചും കൂടി നമ്മൾ നോർത്തിൽ ഇറങ്ങി സൗത്തേക്ക് വരിക എന്നൊക്കെ പറഞ്ഞ മാതിരി ലേശം കൂടി വണ്ടിയിൽ പോയാലേ ദ്വാരകയിൽ എത്തുള്ളൂ. വരാവൽ എക്സ്പ്രസിൽ പോയാലും ദ്വാരകയിൽ ഇറങ്ങാം. അപ്പൊ നമ്മൾ ചെന്ന് അവിടെ ദ്വാരകയിൽ ഇറങ്ങിയാൽ ആദ്യം ചെന്ന് ചേരുക സമുദ്ര തീരത്ത് പ്രഭാസം എന്നു പേരായ പുണ്യഭൂമിയിലാണ്. ഈ പ്രഭാസത്തിൽ വെച്ചിട്ടാണ് ഭഗവാൻ വൈകുണ്ഠത്തേക്ക് മടങ്ങിപ്പോയത്. സമുദ്രത്തിന്റെ കരയിലിരിക്കുന്ന ഒരു പുണ്യഭൂമിയാണ് ഈ പ്രഭാസം. ഈ പ്രഭാസത്തിന്റെ പ്രത്യേകത എന്താ ചോദിച്ചാൽ, പണ്ട് ഭഗവാൻ ശ്രീപരമേശ്വരൻ ചന്ദ്രദേവനെ അനുഗ്രഹിച്ചതായ സ്ഥലമാണ് പ്രഭാസം. ദക്ഷന്റെ ശാപം കൊണ്ട് ഈ നമ്മുടെ ദക്ഷൻ ശപിച്ചത് കാരണം ചന്ദ്രന്റെ ക്ഷയരോഗം വന്ന് പിടിപെട്ടു. ഈ ക്ഷയരോഗത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ചന്ദ്രദേവൻ ഭഗവാൻ ശ്രീപരമേശ്വരനെ ഉപാസിച്ച് തപസ് ചെയ്തതാണ് ഈ കടലിന്റെ കരയിൽ. ആ കടൽ തീരപ്രദേശത്തെ പുണ്യഭൂമിക്കാണ് എന്ത് പറയുക? പ്രഭാസ തീർത്ഥം എന്ന് പറയും. ഈ പ്രഭാസ തീർത്ഥത്തില് ചന്ദ്രൻ തപസ് ചെയ്തു. ആ ചന്ദ്രനെ അനുഗ്രഹിക്കാനായിട്ട് ഭഗവാൻ ശ്രീപരമേശ്വരൻ പ്രത്യക്ഷപ്പെട്ടു. ഭഗവാൻ അനുഗ്രഹിച്ചു. ചന്ദ്രൻ ആ പ്രഭാസ തീർത്ഥം സമുദ്രത്തിൽ മുങ്ങി തന്റെ ക്ഷയരോഗ ദുരിതം തീർത്തു. യോഗ്യനായി വീണ്ടും പൂർണ്ണചന്ദ്രനായിട്ട് പോയി എന്ന് പറയും. അങ്ങനെ ചന്ദ്രനെ അനുഗ്രഹിച്ചതായ ഭഗവാൻ ശ്രീപരമേശ്വരനെ
പിന്നീടുണ്ടായ കാലത്ത് അവിടെ ഒരു ക്ഷേത്രം പണിത് പ്രതിഷ്ഠിച്ചു. അങ്ങനെ സോമനെ അനുഗ്രഹിച്ച ഭഗവാനാവുകൊണ്ട് സോമനാഥൻ എന്ന പേരിൽ പ്രസിദ്ധനായി. സോമനാഥൻ എന്ന് പറഞ്ഞാൽ സോമൻ ചന്ദ്രനെ അനുഗ്രഹിച്ച ഭഗവാൻ എന്നും പറയാം. ഉമയാ സഹ വർത്തത്തെ ഇതി സോമ. ഉമയോടുകൂടി ഇരിക്കണ ഭഗവാനായതുകൊണ്ട് ഭഗവാൻ ശ്രീപരമേശ്വരനെയും സോമൻ എന്ന് പറയാറുണ്ട്. മനസ്സിലായില്ലേ? രണ്ടർത്ഥമുണ്ട്. സോമൻ വെച്ചാൽ ചന്ദ്രൻ എന്നും അർത്ഥമുണ്ട്. ഉമാമഹേശ്വരൻ പാർവതിയോട് കൂടി ഇരിക്കണേ ഭഗവാൻ ശ്രീപരമേശ്വരൻ എന്നും അർത്ഥമുണ്ട്. ഏതായാലും സോമനാഥൻ എന്ന പേരിൽ അവിടെ ഒരു ക്ഷേത്രം, വളരെ പ്രസിദ്ധമായ ഒരു ക്ഷേത്രം പ്രഭാസത്തിലുണ്ടായിരുന്നു. ആ ക്ഷേത്രത്തിന്റെ പേരാണ് സോമനാഥ ക്ഷേത്രം. അതിമഹത്തായ രീതിയിൽ ചരിത്രാതീത കാലം മുതലേ ലോകപ്രസിദ്ധമായ വിശ്വവിശ്രുതമായ ഒരു മഹാക്ഷേത്രം. സ്വർണം കൊണ്ടായിരുന്നു അതിലെ പണികൾ മുഴുവനും, രത്നങ്ങളായിരുന്നു വിളക്കുകൾ, വിശേഷാൽ ഒരു ശിവലിംഗ പ്രതിഷ്ഠയും അതിലുണ്ടായിരുന്നു. അങ്ങനെ പറയുന്നതിന്റെ അർത്ഥം എന്താ ചോദിച്ചാൽ, പണ്ട് ഈ കണ്ടതായ സകലമാന വിദേശികളും വന്ന് നിരങ്ങി നമ്മുടെ ചോര കുടിച്ചു പോണതിന്റെ മുമ്പ് നമ്മൾ നല്ല പുഷ്ടിയും നല്ല സൗന്ദര്യമൊക്കെ ഉള്ളവരായിരുന്നു. ഭാരതത്തിൽ ധാരാളം സമ്പത്തും സമൃദ്ധിയും സ്വർണവും രത്നങ്ങളൊക്കെ ധാരാളം ഉള്ളൊരു സമൃദ്ധമായ രാജ്യമായിരുന്നു ആര്? ഭാരതം. കണ്ടവന്മാര് വന്ന് മുട്ടിച്ച് നിരങ്ങിയും പോയിട്ടില്ലല്ലോ. അതായത് നമ്മൾ ഈ നാളികേരം ചിരകിയിട്ട് പിഴിഞ്ഞെടുത്തിട്ട് അതിന് ശേഷമുള്ള സാധനവും ചിരകി വെച്ച സാധനം നമ്മൾ വ്യത്യാസം ഉണ്ടാവുമല്ലോ. മനസ്സിലാവണില്ല അല്ലേ? പിണ്ടി പായസം ഒന്നും കഴിച്ചിട്ടില്ല അതുവരെ. നാളികേരം ചിരകിയിട്ട് പിഴിയില്ലേ നമ്മള്? ഈ പിഴിഞ്ഞ പായസത്തിന് പിഴിഞ്ഞെടുത്തിട്ട് ആ പിഴിഞ്ഞ നാളികേരപ്പാൽ ഇങ്ങോട്ട് വേർപെടുത്തി കഴിഞ്ഞതിന്റെ ശേഷം മറ്റേ സാധനം എങ്ങനെ ഉണ്ടാവും? നല്ല പുഷ്ടി ഉണ്ടാവില്ലേ? അതിനൊന്നും ഉണ്ടാവില്ല. ഞെക്കിയാലും പിഴിഞ്ഞാലും ഒന്നും കിട്ടാണ്ടാവില്ല. അതുപോലെ ആക്കി തീർത്തു. കണ്ടോമാര് പിഴിഞ്ഞ് നല്ല നമ്മുടെ നന്മകളൊക്കെ പിഴിഞ്ഞ് ഊറ്റി കുടിച്ച് അങ്ങനെ അതിനുശേഷമുള്ള ഭാരതമാണ് ഇപ്പം നമ്മൾ കാണുന്നത്. ഇപ്പൊ പിന്നെ പുഷ്ടിപ്പെട്ട് വരണണ്ടില്ല എന്നില്ല. ഇടക്കാലത്ത് അങ്ങനെയാണ് നമ്മൾ ദരിദ്രന്മാരായിട്ട് പോയത്. ഒരു കാലത്ത് സമൃദ്ധിയുടെ നിറവിലിരുന്ന് ഈ രാജ്യത്ത് സ്വർണത്തിനും രത്നത്തിനും ഒന്നും വലിയ പഞ്ചമൊന്നും ഉണ്ടായിരുന്നില്ല, ധാരാളം ഉണ്ടായിരുന്നു. അങ്ങനെ ഇരുന്ന് ആ കാലത്ത് സ്വർണം കൊണ്ടും രത്നം കൊണ്ടും വളരെ വിപുലമായ രീതിയിൽ ഒരു മഹാക്ഷേത്രമായിട്ട് പണിത് വെച്ചതാണ് ഈ സോമനാഥ ക്ഷേത്രം. ഈ ക്ഷേത്രത്തിന്റെ പരിധിയിൽ ആയിരക്കണക്കിന് ഗ്രാമങ്ങൾ ഈ ക്ഷേത്രത്തിന്റെ പരിധിയിലുണ്ടായിരുന്നു. അനവധി പാഠശാലകള്, വേദപാഠശാലകള്, ശാസ്ത്രപാഠശാലകള്, വിദ്വൽ സഭകള്, അങ്ങനെ ഒരു വലിയ സാംസ്കാരിക കേന്ദ്രവും വലിയൊരു ആധ്യാത്മിക കേന്ദ്രവും ആയിരുന്നു ഈ സോമനാഥ ക്ഷേത്രം. അത് ലോകപ്രസിദ്ധവും ആയിരുന്നു. കച്ചവടത്തിന് വന്ന അറബികള്, അതുപോലെ പേർഷ്യക്കാര്, ചീനക്കാര്, അനവധി കൂട്ടർ ഇവിടെ കച്ചവടത്തിനായിട്ട് വരും. അവരൊക്കെ ഈ ക്ഷേത്രത്തെ കുറിച്ച് അറിഞ്ഞ് മനസ്സിലാക്കി പോയവരാണ്. അങ്ങനെ ഈ മഹാക്ഷേത്രത്തിന്റെ ആ ഒരു വലിയ മഹിമയും സമ്പൽ സമൃദ്ധിയും മനസ്സിലാക്കിയിട്ടാണ് അക്രമികളായ മതഭീകരന്മാരായ പല കൂട്ടരും ഘോറി, ഖിൽജി എന്നൊക്കെ പറഞ്ഞ സ്ഥലത്തിന്റെ പേര് കേട്ടൊരു ചരിത്ര പുസ്തകത്തിലെ ആ ജാതി കൂട്ടരിവിടെ വന്ന് ഈ ക്ഷേത്രം അഫ്ഗാനിസ്ഥാൻ വഴി വന്ന് ഈ മഹാക്ഷേത്രം തകർത്ത് ശിവലിംഗം തല്ലിപ്പൊട്ടിച്ച് കളഞ്ഞ് ആ ക്ഷേത്രത്തിലെ സമ്പത്ത് മുഴുവൻ ആയിരക്കണക്കിന് ആനയുടെയും കുതിരയുടെയും കോവർ കഴുതയുടെയും പുറത്ത് കയറ്റിയിട്ടാണ് അവിടേക്ക് കൊണ്ടുപോയത്. അവരുടെ നാട്ടിലേക്ക് അഫ്ഗാനിസ്ഥാൻ വഴി കടത്തി കൊണ്ടുപോയത് എന്നാണ് ചരിത്രം. അങ്ങനെ കൊണ്ടുപോയി തകർത്ത ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ വധിക്കുകയും ചെയ്തു. അങ്ങനെയൊക്കെ ഉണ്ടായി. അങ്ങനെ കൊണ്ടുപോയി പിന്നീട് നമ്മുടെ നാട്ടിലെ ഹിന്ദുക്കൾ ശേഷിച്ചവരെന്ത് ചെയ്തു? വീണ്ടും ഈ ക്ഷേത്രം പഴയ പ്രൗഢിയൊന്നും ഇല്ലെങ്കിലും കല്ലുകൊണ്ടൊക്കെ പണിത് കെട്ടി ഉണ്ടാക്കി. ആ ക്ഷേത്രം വീണ്ടും തകർക്കപ്പെട്ടു. വിദേശ ശക്തികൾ ആവർത്തിച്ച് വന്ന് പല തവണ തകർത്ത് അവസാനം നമ്മുടെ ഔറംഗസീബ് വരെയുള്ളവര് തകർത്ത് വലിയൊരു മഹാക്ഷേത്രത്തെ നമ്മൾ പണിയും അവര് തകർക്കും, നമ്മൾ പണിയും അവര് തകർക്കും, പണിയാൻ നമ്മളും തകർക്കാൻ അവരും. അങ്ങനെ തല്ലി തകർത്ത് ഭാരതം 1947 സ്വാതന്ത്ര്യം നേടുന്ന കാലത്ത് ഈ ക്ഷേത്രം ഇരുന്ന സ്ഥലത്ത് ഒരു കൽക്കൂന കൂട്ടിയിട്ട കല്ലുകൾ കൂട്ടിയിട്ടാൽ എങ്ങനെയുണ്ട്, ഒരു കൂമ്പാരം പോലെ കിടക്കുന്ന ഒരു കൽക്കൂന മാത്രമായിരുന്നു ആ ക്ഷേത്രം. അങ്ങനെയാണ് ഉണ്ടായത്. ആ കാലഘട്ടത്തില് അന്ന് ഭാരതത്തിലൊരു മഹാനായ ഒരു നേതാവ് ഉണ്ടായിരുന്നു, വലിയ മഹാനായ നേതാവ്. ഭാരതത്തിന്റെ പാരമ്പര്യത്തിലും ഭാരതത്തിന്റെ ആധ്യാത്മികവും ഭൗതികവുമായ സംസ്കാരത്തിലും അഭിമാനം കൊണ്ട ഭാരതീയമായതിലൊക്കെ താല്പര്യമുള്ളവനായ ധീരനും വീരനും നല്ല ഉത്സാഹിയും നല്ല ഉള്ളുറപ്പുള്ളവനുമായ വിദ്വാനായ ഒരു പണ്ഡിതൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പേര് പക്ഷേ നമ്മൾ അധികം കേട്ടിട്ടില്ല. വേറെ ചില പേരുകളാണ് നമ്മൾ നാമം ചെല്ലും പോലെ ചൊല്ലി പഠിച്ചത്. പക്ഷെ ഇദ്ദേഹത്തിന്റെ പേര് ഇപ്പൊ കുറേശ്ശെ കേട്ട് തുടങ്ങിയിട്ടുണ്ട്. അദ്ദേഹത്തിന് നമ്മൾ ഭാരതത്തിൽ അന്ന് സ്കൂളിൽ നമ്മൾ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുന്ന ഉത്തരം മാത്രമേ അദ്ദേഹത്തെ കുറിച്ച് എഴുതിയിട്ടുള്ളൂ. ഉരുക്ക് മനുഷ്യൻ ആര് എന്നൊരു ചോദ്യം മാത്രമേ നമ്മൾ ഇതുവരെ പഠിച്ചിട്ടുള്ളൂ, ഉത്തരം എഴുതിയിട്ടുള്ളൂ. എസ്സേ ക്വസ്റ്റ്യൻ അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയിട്ടില്ല. എന്നുവെച്ചാൽ അത്ര മാത്രമേ അദ്ദേഹത്തെ കുറിച്ച് അറിയാവൂ എന്ന് ആരൊക്കെയോ അന്ന് അങ്ങനെ വിചാരിച്ചു വെച്ചു. നമുക്കറിയില്ല എന്താ കാരണം എന്ന്. ഏതായാലും അദ്ദേഹത്തിന്റെ പേര് ഇപ്പം ധൈര്യമായിട്ട് പറയാം, സർദാർ വല്ലഭഭായ് പട്ടേൽ എന്ന് പറയും. അദ്ദേഹമാണ്
ഈ നാട്ടുരാജ്യങ്ങളെ ഇന്ത്യയിൽ സംയോജിപ്പിക്കാൻ അന്നത്തെ ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി എന്നൊക്കെ വേണമെങ്കിൽ ഇന്ന് പറയാം, ആ സ്ഥാനത്തിരുന്ന് അനവധി നാട്ടുരാജ്യങ്ങളായിട്ട് പരന്നു കിടന്ന ഭാരതത്തിലെ ഓരോ നാട്ടുരാജ്യങ്ങളെയും ഇന്ത്യൻ യൂണിയനിൽ ചേർക്കാൻ ഉത്സാഹിച്ച മഹാത്മാവ്. അദ്ദേഹം ഒരു മഹാത്മാവ് ഉണ്ടായതുകൊണ്ടാണ് ഭാരതം ഇന്നത്തെ രൂപത്തിൽ ഇവിടെ നിൽക്കുന്നത്. അദ്ദേഹത്തിന് ഏൽപ്പിച്ചു കൊടുത്ത സ്ഥലങ്ങളായിരുന്നു എല്ലാം. ഓരോ നാട്ടുരാജ്യങ്ങളെ അദ്ദേഹം ചെന്നു, സാമം കൊണ്ട് വേണ്ടവനെ സാമം കൊണ്ട്, ദാനം കൊണ്ട് വേണ്ടവനെ ദാനം കൊണ്ട്, ഭേദം കൊണ്ട് വേണ്ടവനെ ഭേദം കൊണ്ട്, ദണ്ഡം കൊണ്ട് വേണ്ടവനെ ദണ്ഡം കൊണ്ട് ചേർത്ത് ഇന്ത്യ രാജ്യത്ത് ചേർത്തവനാണ് അദ്ദേഹം. അദ്ദേഹം വലിയ മഹാത്മാവ്, അദ്ദേഹം വലിയ കേമനായിരുന്നു. അദ്ദേഹത്തിന് ചേർക്കാൻ കൊടുക്കാത്തൊരു സ്ഥലമാണ്, അദ്ദേഹത്തിന്റെ പരിധിയിൽ കൊടുക്കാത്ത അന്നത്തെ പ്രധാനമന്ത്രി കാശ്മീര ദേശം ഞാൻ നോക്കിക്കോളാം, അങ്ങ് ചേർക്കണ്ട എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ ഒഴിവാക്കിയതുകൊണ്ട് അത് ചൊറിഞ്ഞു മാന്തി നോളം കാശ്മീരം മാത്രം അദ്ദേഹത്തിന്റെ പരിധിയിൽ വന്നില്ല. അല്ലാത്തതൊക്കെ അദ്ദേഹം അദ്ദേഹത്തിന് വലിയ മഹിമയുള്ളവളാണ്, വലിയൊരു മഹാനായിരുന്നു അദ്ദേഹം. നമ്മൾ അദ്ദേഹത്തെ കുറിച്ച് കൂടുതൽ അറിഞ്ഞിട്ടില്ല. ഈ ഹൈദരാബാദ്, ഭാരതത്തിലൊരു ചെറിയ ഉദാഹരണം പറയും. ഭാരതത്തില് പല ജാതി നാട്ടുരാജ്യങ്ങളെ ഭാരതത്തിന്റെ ഇന്ത്യൻ യൂണിയനിൽ ചേർക്കുമ്പോൾ ഹൈദരാബാദ് നിസാം പറഞ്ഞു, ഇന്ത്യ രാജ്യം ഭാഗിച്ച സമയത്ത്, ഭാഗിച്ചൂലൊരു വെട്ടിമുറിക്കലൊക്കെ ഉണ്ടായില്ലേ, ആ വെട്ടിമുറിച്ച സമയത്ത് പാകിസ്ഥാനിലേക്ക് പോകേണ്ടവർക്ക് അങ്ങോട്ട് പോകാം, ഇന്ത്യൻ യൂണിയനിൽ ചേർന്നവർക്ക് ഇങ്ങോട്ട് ചേരാം എന്നാണ് വ്യവസ്ഥ. ഒരു കൂട്ടം ധാരാളം പേര് ഇന്ത്യൻ യൂണിയനിലാണ് ചേർന്നത്, കുറച്ചു പേരൊക്കെ പാകിസ്ഥാനിലേക്ക് പോവുകയും ചെയ്തു. അന്ന് ഈ ഹൈദരാബാദ് നിസാം എന്ന് പറഞ്ഞ അന്നത്തെ അവിടുത്തെ ഭരണാധികാരി പറഞ്ഞു, ഞാൻ എൻ്റെ രാജ്യം പാകിസ്ഥാനിലാണ് ചേരുന്നത് എന്ന് പറഞ്ഞു. ഹൈദരാബാദ് എവിടെയാണ് കിടക്കണത്? ദക്ഷിണേന്ത്യയില്. ഈ ദക്ഷിണേന്ത്യയുടെ നടക്ക് കിടക്കണേ ആ ഹൈദരാബാദാണ്. എവിടെ ചേരണമെന്ന് പറഞ്ഞത്? പാകിസ്ഥാനിൽ ചേരണമെന്ന് പറഞ്ഞത്. അന്ന് ഈ പട്ടേൽ നെഹ്റു, പ്രധാനമന്ത്രി നെഹ്റുവിനോട് പറഞ്ഞു, അങ്ങ് എനിക്ക് വേണ്ട പട്ടാളക്കാരെ അയച്ചു തരണം എന്ന് പറഞ്ഞു. പട്ടേലിന്റെ ഈ ഒരു അപേക്ഷ, പട്ടാളത്തെ ബലം പ്രയോഗിക്കാണ്ട് ഇയാളെ ചേർക്കാൻ പറ്റില്ല, അയച്ചു തരണം എന്ന് പറഞ്ഞു. നെഹ്റു പറഞ്ഞു, അങ്ങയുടെ ഓരോ വർത്തമാനങ്ങൾക്കനുസരിച്ച് പട്ടാളത്തിന് ഇന്ന് അയച്ചു തരാൻ എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ് അയച്ചു കൊടുത്തില്ല. അപ്പോ നമ്മുടെ നിസാം എവിടെ ചേരണം? ഇനി ഹൈദരാബാദിൽ ചേരണം. ബംഗ്ലാദേശ് പോലെ നമ്മുടെ മടിയിലൊരു സാധനം കൂടി ചൊറിയാൻ ഉണ്ടാവുമായിരുന്നു. അന്ന് നമ്മുടെ ഭാഗ്യം എന്ന് പറയട്ടെ, ഒരു ഇംഗ്ലീഷ് വനിത, വിദേശിയായിട്ടുള്ളൊരു വനിത ഹൈദരാബാദിൽ ബലാത്സംഗം ചെയ്യപ്പെട്ടു. അത് ഇംഗ്ലീഷുകാർക്ക് ലേശം മുഷ്ടിലുണ്ടാക്കി. ഇംഗ്ലീഷുകാരെ നെഹ്റുവിനൊന്ന് തോണ്ടി, നെഹ്റുവിനൊന്ന് കുലുങ്ങി. നെഹ്റു പട്ടാളത്തെ അയച്ചു കൊടുത്തു. ഇന്ത്യൻ യൂണിയനിൽ ആര് ചേർന്നു? ഹൈദരാബാദ് ചേർന്നു. നിസാം കെട്ടുമാറാപ്പെടുത്ത് ഓടി രാത്രിക്ക് രാത്രി നാട് വിട്ട് പാകിസ്ഥാനിലേക്ക് പോയി. അതുകൊണ്ട് മനസ്സിലാവണില്ലേ? അതുകൊണ്ട് ഇന്നും ഹൈദരാബാദ് ഭാരതത്തിന്റെ ഭാഗം. പഴയ ചരിത്രമൊക്കെ പഠിച്ചാൽ നമ്മൾ സ്കൂളിൽ പഠിപ്പിച്ചു തന്നെ നമ്മുടെ തത്തമ്മയെ പൂച്ച പോരട്ടോ ചരിത്രം. അതുകൊണ്ട് പുതിയ പുതിയ സമ്പ്രദായങ്ങളൊക്കെ നമ്മൾ ഇപ്പൊ അതൊക്കെ കിട്ടാൻ വഴിയുണ്ട്. അതൊക്കെ ചരിത്രരേഖകൾ നോക്കി വായിച്ചാൽ മനസ്സിലാവും. കൂടുതൽ വായിച്ചറിഞ്ഞോളൂ. അങ്ങനെ ആ ഇന്ത്യൻ യൂണിയൻ, അങ്ങനെ എല്ലാ നാട്ടുരാജ്യങ്ങളെയും ചേർത്ത് ആ മഹാത്മാവ് അദ്ദേഹം ഭാരതം സ്വാതന്ത്ര്യം നേടിയ കാലത്ത് അദ്ദേഹം പറഞ്ഞു, ഈ പറയുന്നതായ സോമനാഥ ക്ഷേത്രം നോക്കൂ, ഹിന്ദുക്കളുടേത് മാത്രല്ല, ഭാരതത്തിന്റെ സ്വാത്മാഭിമാനത്തിന്റെ പ്രതീകമാണ്. അതുകൊണ്ട് ഇത് പുതുക്കി പണിതേ മതിയാവുള്ളൂ എന്ന് പറഞ്ഞു. കാരണം എന്താ ചോദിച്ചാൽ, ഈ പറയുന്നതായ സർദാർ വല്ലഭഭായി പട്ടേല് അദ്ദേഹം ഗുജറാത്തുകാരനാണ്. ഗുജറാത്തുകാരൻ എന്ന് പറഞ്ഞ ഈ ഗുജറാത്ത് എന്ന് പറഞ്ഞ സംസ്ഥാനം പ്രധാനപ്പെട്ട രണ്ട് വലിയ നാട്ടുരാജ്യങ്ങൾ കൂടി ചേർന്നിട്ടുണ്ടായതാണ്. ഒന്ന് ഗുർജരം, രണ്ട് സൗരാഷ്ട്രം എന്ന് പറയും. ഗുർജരവും സൗരാഷ്ട്രം കൂടി ചേർന്നിട്ടാണ് ഗുജറാത്ത് എന്ന ഗുർജരത്ത് നിന്നാണ് ഗുജറാത്ത് എന്നുള്ള പേരുണ്ടായത്. അതിൽ ഗുർജരം സൗരാഷ്ട്രം എന്ന് പറഞ്ഞ രണ്ട് സമ്പ്രദായത്തിൽ, ഇപ്പൊ നമ്മൾ തിരുവിതാംകൂർ, കൊച്ചി, മലബാർ എന്നൊക്കെ പറയില്ലേ, കേരള ആണെങ്കിലും പണ്ട് അങ്ങനെ പറയാറില്ലേ, തിരുവിതാംകൂർ എന്നും കൊച്ചി എന്നൊക്കെ പറയണ മാതിരി അന്ന് രണ്ട് നാട്ടുരാജ്യങ്ങളുടെ സംയുക്തമായ ചേർച്ചയിലാണ് ഇത് ഉണ്ടായത്. ഈ സൗരാഷ്ട്രം എന്ന് പറഞ്ഞ ദേശത്ത് ജനിച്ച ആളാണ് നമ്മുടെ പട്ടേല്. അദ്ദേഹത്തിന്റെ ആ ദേശത്ത് ഇരിക്കുന്ന ക്ഷേത്രമാണ് ഈ പറയുന്നതായ സോമനാഥ ക്ഷേത്രം. അന്ന് അദ്ദേഹം പറഞ്ഞു, സോമനാഥ ക്ഷേത്രം പുതുക്കി പണിതേ മതിയാവുള്ളൂ എന്ന് പറയുമ്പോൾ പ്രധാനമന്ത്രി നെഹ്റുവിന് സമ്മതമായില്ല. അദ്ദേഹം എന്ത് ചെയ്തു വെച്ചാൽ മഹാത്മാഗാന്ധിയോട് ചോദിച്ചു. മഹാത്മാഗാന്ധി പറഞ്ഞു, ഗവൺമെന്റിന്റെ പണം എടുക്കാൻ പാടില്ല, നിങ്ങൾ എന്ത് ചെയ്താലും വിരോധമില്ല എന്നുള്ള മട്ടിൽ പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, ഗവൺമെന്റിന്റെ പണമൊന്നും വേണ്ട, നാട്ടുകാരുടെ പിരിച്ചെടുത്ത പണം കൊണ്ട്, സജ്ജനങ്ങളുടെ പണം കൊണ്ട് അത് ചെയ്യുമെന്നും പറഞ്ഞു. അങ്ങനെ ഒരു കമ്മിറ്റി ഉണ്ടാക്കി. ആ നാട്ടുകാരുടെ കമ്മിറ്റിയിൽ അവര് പണം കണ്ടെത്തി സ്വരൂപിച്ച് ഒരു മഹാക്ഷേത്രം പണിതു. ആ മഹാക്ഷേത്രം മഹാകേയമായ രീതിയിൽ പണിതു. ആ ക്ഷേത്രം ഇന്നും നമുക്ക് പോയാൽ പ്രഭാസ തീർത്ഥത്തില് അതിമനോഹരമായ രീതിയിൽ പഴയ പ്രൗഢിയോടുകൂടി, സ്വർണ്ണമൊന്നുമില്ലെങ്കിലും പഴയ ഏതാണ്ട് ആ പഴയ ആകൃതിയും പ്രകൃതിയും പ്രൗഢിയും പ്രതിഷ്ഠയും ആയിട്ട് ഇന്നും പോയാൽ കാണാം. അതാണ് സൗരാഷ്ട്രേ സോമനാഥം ച എന്ന് ശിവപുരാണത്തിൽ പറയുന്ന ക്ഷേത്രം. എവിടെ പറയുന്നത്?
ശിവപുരാണം പറഞ്ഞൊരു പുരാണുണ്ട്. ആ പുരാണത്തിൽ പറയും സൗരാഷ്ട്രേ സോമനാഥം ച, സൗരാഷ്ട്രത്തിലെ സോമനാഥനെ, ജ്യോതിർലിംഗങ്ങളിലെ 12 ലിംഗങ്ങളിൽ ഒന്നാണത് ആ സോമനാഥ ക്ഷേത്രം. ഈ അന്ന് ആ പട്ടേല് എന്ന് പറഞ്ഞൊരു മഹാത്മാവ് ഉണ്ടായതുകൊണ്ട് അങ്ങനെ ഒരു ക്ഷേത്രം, അതിൻ്റെ മുകളിൽ ഒരു പള്ളി ഉണ്ടായിരുന്നു അത്രേ, ഈ തകർത്തതിൻ്റെ മുകളിൽ. അത് അദ്ദേഹം ചർച്ച ചെയ്ത് അവിടുന്ന് മാറ്റിച്ചിട്ടാണ് ആ സ്ഥാനത്ത് എന്ത് പണിതത് എന്ന് പറയുന്നു ഈ ക്ഷേത്രം പറഞ്ഞു. നോക്കൂ, അന്ന് ആ പട്ടേൽ എന്ന് പറയുന്ന മഹാത്മാവ് ഈ വിധത്തിലൊരു ചിന്തയുള്ള ആളായതുകൊണ്ട് അന്നത്തെ കാലത്ത് ആ പണി ചെയ്തതുകൊണ്ട് ഇന്നും നമുക്ക് ചൊറിഞ്ഞു മാന്തി തല്ല് കൂടാതെ എന്ത് നടന്നു കിട്ടി. അത് ആ സംഗതി നേരെ ഇന്നായിരുന്നു വെച്ചാൽ അതിൻ്റെ മുകളിൽ തല്ല് കൂടണ്ടേ, അങ്ങോട്ടും ഇങ്ങോട്ടും കോടതി കയറിയിട്ടും തല്ലിയിട്ടും ലഹള ഉണ്ടാക്കിയിട്ടും വെട്ടിയിട്ടും കലഹം കൂടിയിട്ടും തെറി വിളിച്ചിട്ടും രാഷ്ട്രീയക്കാർ ആ ചോര കുടിച്ചിട്ടും എന്തൊക്കെ ചെയ്യണം, ശരിയല്ലേ? അതില്ലാതെ കഴിച്ചത് ആ മഹാത്മാവിൻ്റെ കഥയാണ്. അതുകൊണ്ട് അദ്ദേഹത്തെയൊക്കെ നമ്മൾ കൂടുതൽ പഠിക്കണം, മനസ്സിലാക്കി വെക്കണം. എന്തുകൊണ്ടോ അദ്ദേഹത്തെ നമ്മൾ കൂടുതൽ പഠിച്ചില്ല. ആരൊക്കെയോ അദ്ദേഹത്തെക്കുറിച്ച് പഠിക്കരുത് എന്ന് വിചാരിച്ചു. ആരൊക്കെയാണ് ആവുന്നത്? അദ്ദേഹത്തെക്കുറിച്ച് കൂടുതൽ പഠിച്ചാൽ വേറെ ചിലരുടെ ഭംഗിയൊക്കെ പോകുമെന്ന് ചിലർ വിചാരിച്ചു. എന്തായാലും തീക്കനലിനെ ഒന്നും നമുക്ക് മുണ്ടിൻ്റെ മറവിൽ മറച്ചു വെക്കാൻ പറ്റില്ല. തീക്കനലിലെ മടിയിൽ വെച്ച് മറയ്ക്കാൻ പറ്റുമോ? അതവിടെ ഇരുന്ന് പുകഞ്ഞു കത്തും. അതെന്തായാലും പുകഞ്ഞു കത്തും. അതിന് മഹാത്മാവ് അതാണ് സോമനാഥൻ. എന്തിന് സോമനാഥത്തിന്റെ കഥ പറയുന്നു? ഭാരതത്തിലില്ലേ? അയോധ്യയുടെ കഥ നമുക്കറിയാം. എത്ര കാലം ശ്രീരാമേന്ദ്ര സ്വാമി ജനിച്ച ആ സ്ഥാനത്ത് അതിമനോഹരമായ ഒരു ക്ഷേത്രം പണ്ടുണ്ടായിരുന്നു. ആ ക്ഷേത്രം പിന്നീട് അത് പുതുക്കി പണിത് പലതരത്തിലും പുതുക്കി പണിത് വന്ന് ആ ക്ഷേത്രമാണ് പിന്നീട് എന്ത് ചെയ്തത്? ബാബർ എന്ന് പറഞ്ഞ അക്രമി വന്ന് പൊളിച്ചു തകർത്ത കഥയൊക്കെ എല്ലാവർക്കും അറിയുന്ന കഥകളാണ്. തകർത്തു, കഷ്ടത്തിലാക്കി, അങ്ങനെയൊക്കെ ഉണ്ടായി. പള്ളി പണിതു. അങ്ങനെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും കൂടി തർക്കം പണ്ടേ അവിടെ ഞങ്ങളുടേതാണ്. അങ്ങനെ അക്ബർ രാജാവായ കാലത്ത് ഒരു സമവായം എന്ന രീതിയിൽ പള്ളിയുടെ ഉള്ളിൽ മുസ്ലിങ്ങളും പള്ളിയുടെ പുറത്തൊരു തറ കെട്ടിയിട്ട് ഹിന്ദുക്കളും ആരാധിച്ചോളൂ എന്ന് പറഞ്ഞൊരു തറ കെട്ടിക്കൊടുത്തു. അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് അത് പോയി. പല ജാതി അക്രമങ്ങൾ അതിന്റെ പേരിൽ അന്നുകൊണ്ട് ഒടുക്കം ഔറംഗസീബിന്റെ കാലത്താണ് ആ തറ വെട്ടിപ്പൊളിച്ച് കളഞ്ഞു. ഇവിടെ ആരും പാടില്ല, ഞങ്ങൾ മാത്രമേ പാടുള്ളൂ എന്ന് പറഞ്ഞ ഔറംഗസീബ് അത് പൊളിച്ചു കളഞ്ഞു എന്നൊക്കെയാണ് അത്ര ചരിത്രത്തിൽ പറയുന്നത്. അതാണ് ഇപ്പം പിന്നെ ചരിത്രം പറയേണ്ട എല്ലാവരും പത്രം വായിച്ച് മനസ്സിലാക്കിയില്ല അവിടെ വരെ എത്തിയത്. നോക്കൂ എന്തിനു പറയുന്നു. ഇനി വേറെ ഒന്ന് കേട്ടോളൂ. ശ്രീകൃഷ്ണ ഭഗവാൻ ജനിച്ചൊരു മധുരയുണ്ട്, അറിയോ? മധുര ശ്രീകൃഷ്ണസ്വാമി ജനിച്ച സ്ഥലമാണ്. മധുരയിലെ കാരാഗ്രഹത്തിൽ ജനിച്ചു എന്നൊക്കെ നമ്മൾ വലിയ വിസ്തരിച്ച് പറഞ്ഞില്ലേ ഇവിടെ. ആ മധുരയിലൊന്ന് പോയി നോക്കൂ. മധുരയിൽ പോയാൽ ഭഗവാൻ ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലത്ത് അതിമനോഹരമായ ഒരു ക്ഷേത്രം. ആ കാരാഗ്രഹത്തിന്റെ സ്ഥാനത്ത് പണ്ട് ഈ വജ്രനാഭകുമാരൻ എന്നിപ്പോ പറഞ്ഞില്ലേ, ഒരു കുമാരന്റെ പേര് മറന്നോ? അനിരുദ്ധന്റെ മകൻ വജ്രനാഭൻ എന്ന് പറഞ്ഞൊരു ഉണ്ണി മധുരയിലെ രാജാവായിന്ന്. ആ കുമാരൻ രാജാവായിട്ടിരിക്കുന്ന കാലത്ത് തൻ്റെ മുതുമുത്തശ്ശനായ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ സ്ഥാനത്ത് എന്ത് ചെയ്തു? ജനിച്ച സ്ഥാനത്ത് ഒരു ക്ഷേത്രം പണിതു. ആ ക്ഷേത്രം പിന്നെ 10,000 കൊല്ലം മുമ്പല്ലേ കാലക്രമേണ ഉണ്ടാവുന്ന ജീർണത നീക്കി പലരായിട്ട് പരിഷ്കരിച്ചു കൊണ്ടുവന്നു. പിന്നീട് ഉജ്ജയിനിയിലെ മഹാരാജാവ് വിക്രമാദിത്യ മഹാരാജാവ്, കാളിദാസന്റെ പുരസ്കർത്താവായ ഒരു വിക്രമാദിത്യ മഹാരാജാവിനെ കുറിച്ച് കേട്ടിട്ടില്ലേ? ആ വിക്രമാദിത്യ മഹാരാജാവ് ആ ക്ഷേത്രം നന്നായിട്ട് വളരെ മനോഹരമായ രീതിയിൽ പുതുക്കി പണിത് നേരിയാക്കി. ആ ക്ഷേത്രം അങ്ങനെ ഇരിക്കുന്ന കാലത്താണ് പിന്നീട് അത് രാജാമാൻ സിംഹനെ പോലെയുള്ളവരൊക്കെ വലിയ പരിഷ്കരിച്ച് അതിന്റെ കേടുപാട് തീർത്ത് നന്നാക്കിയിരുന്നു. ആ ക്ഷേത്രമാണ് പിന്നീട് ഔറംഗസീബ് എന്ന് പറഞ്ഞതായ ഒരുത്തൻ നമ്മുടെ നാട്ടിൽ ഭരിച്ചായിരുന്നു. ആ ഔറംഗസീബിന്റെ കാലത്ത് തകർത്ത് അതിന്റെ മുകളിൽ 3 മകുടങ്ങളോട് കൂടിയിട്ടൊരു പള്ളി പണിതു. ഇന്നും പോയാൽ നമുക്ക് എന്ത് കാണാം? ആ ശ്രീകൃഷ്ണ ജന്മസ്ഥാനത്ത് ആ പള്ളി കാണാം. അതിന്റെ ഇപ്പുറത്തൊരു മൂലയില് ഒരു പുതിയ ക്ഷേത്രം പണിതിട്ടുണ്ട്. അവിടെ ചെന്ന് നല്ലോണം തൊഴുക നമുക്ക്. അതിന്റെ അപ്പുറത്ത് പോയി ഇപ്പുറത്തേക്ക് നോക്കിയാൽ പള്ളി നന്നായിട്ട് കാണാം. അതാണ് പഴയ ക്ഷേത്രം. അതൊക്കെ ചരിത്രങ്ങളാണ്. അതുകൊണ്ട് അത് കഴിഞ്ഞു. അത് പിന്നെ ഹിന്ദുക്കളെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട ഒരു സ്ഥാനമാണ് കാശി വിശ്വനാഥൻ. കാശിക്ക് പോവുക എന്ന് പറയുകയാണ് പ്രധാനം. ഒരു ജന്മസാഫല്യാണ്. എന്ത് ഒരു ഹിന്ദു ആണോ എന്നാൽ കാശിക്ക് പോവുക, ഹിന്ദു ആണോ കാശിക്ക് പോവുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു വലിയ വൈകുണ്ഠത്തേക്ക് പോവുക എന്നൊക്കെ പറയുന്ന ഒരു വലിയ മഹിമയാണ്. ഓരോ ഹിന്ദുവിന്റെ ഉള്ളിലെ രക്തത്തിലുള്ള മോഹമാണ് അത്. എന്ത് കാശിക്ക് പോകല്, ഗംഗയില് മുങ്ങല്, വിശ്വനാഥനെ തൊഴല് ജന്മസാഫല്യായിട്ടാ പറയും. ആ കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്തിട്ടാണ് ലക്ഷക്കണക്കിന് ഹിന്ദുക്കളെ കൊന്ന് കാശി വിശ്വനാഥ ക്ഷേത്രം തകർത്ത് ആ ശിവലിംഗം തല്ലിപ്പൊട്ടിച്ച് തൊട്ടപ്പുറത്തുള്ള മണിക്കിണറിലിട്ടിട്ട് ആ ക്ഷേത്രത്തിൽ ഇപ്പോഴും പോയാൽ അതിന്റെ പിന്നാക്കം നോക്കിയാൽ കാണാം. ക്ഷേത്രത്തിന്റെ ഗർഭഗ്രഹം തകർത്തതിന്റെ പകുതി, ആ വട്ടത്തിലുള്ളതിന്റെ പകുതി അവിടെ കാണാം. അപ്പോഴും പകുതിയെ തകർത്തുള്ളൂ. അതിന്റെ മുൻഭാഗം മാത്രം തകർത്തൊരു പള്ളി പണിതു. ആരും നമ്മുടെ ഔറംഗസീബ്. ഈ ഔറംഗസീബ് പള്ളി പണിതതിന്റെ മുമ്പിൽ ഇപ്പോഴും പോയാൽ നമുക്ക് ആ നന്ദി വിഗ്രഹം പള്ളിയിലേക്ക് തിരിഞ്ഞിരിക്കും. വലിയൊരു നന്ദിയുടെ വിഗ്രഹം പള്ളിയിലേക്ക് നോക്കിയിരിക്കുന്നത് ഇപ്പോഴും കാണാം. മനസ്സിലാക്കിയില്ലേ? ഇപ്പോഴും നമ്മൾ പോയാൽ ആ പള്ളിയുടെ ചുറ്റും കമ്പിവേലി കെട്ടി ബന്ധിച്ചതും കാണാം. അപ്പുറത്ത് കൂടി നമുക്ക് അവിടേക്ക് പോവാതെ പോവാം. ഈ കിണറ് പൊട്ടിച്ചിട്ടതല്ലേ, തല്ലി പൊട്ടിച്ച ആ കിണറ്റിന്ന് വെള്ളം കോരി നമ്മൾക്കെതിരെ ജ്ഞാനവാപി അതിന്റെ പേര്. നമ്മൾ ആ വെള്ളം കുടിച്ചിട്ട് ചുണ്ട് ഇങ്ങനെ തുടയ്ക്കുക, എന്നിട്ട് ഇങ്ങോട്ട് പോരുക. അതാണ് അതിൻ്റെ ഒരു പതിവ്. നമുക്ക് പിന്നെ എന്തെങ്കിലും ഇത്ര കുടിച്ചാൽ മതി ഇടയ്ക്കിടയ്ക്ക്.
അവിടെ പോയിട്ട് മറ്റേ പ്രാണി കപ്പലിൽ പോയി വന്ന മാതിരിയൊക്കെ വരണവരുണ്ട്. കാശിയിലൊക്കെ എപ്പോഴെങ്കിലും പോണവര് വെറുതെ ഈ കുതിരയ്ക്ക് മറ്റേ സാധനം കെട്ടിയ മാതിരി പോകരുത്. കണ്ണോണ്ട് ഇങ്ങനെയൊക്കെ ഒന്ന് നോക്കുക. കണ്ണ് ഈശ്വരൻ തന്നത് വെറുതെ അല്ല. ഇപ്പൊ അത് നല്ലോണം കാണാം. പണ്ടത്ര കാണില്ലായിരുന്നു. ഇപ്പൊ പുതിയ വഴി വെച്ചതുകൊണ്ട് ഈ പറയണ പള്ളിയുടെ പിന്നാക്കം വഴിയെ പോരുക. വരുമ്പം നോക്കിയാൽ ആ കമ്പിവേലിയുടെ മുകളിലെ ക്ഷേത്രത്തിന്റെ ഗർഭഗൃഹം പറഞ്ഞാൽ മനസ്സിലാവില്ല, വലിയ നട. ആ നട ചില ശ്രീലകം എന്ന് പറയില്ലേ, നമ്മൾ ശ്രീലകം എന്ന് പറയില്ലേ, അത് പൊളിച്ചതിന്റെ ആ വൃത്താകൃതിയിൽ പൊളിച്ച അമ്പലത്തിന്റെ ചുമര്, വിഗ്രഹങ്ങള്, കൊത്തുപണികള്, പൂക്കള്, താമരകള്, മറ്റേ എന്താ പറയാ, മറ്റേ നമ്മളെ ഈ വ്യാളി പോലത്തെ ഓരോ സാധനങ്ങള്, സർപ്പങ്ങളുടേത്, പലജാതി ബിംബങ്ങളും പ്രതിമകളും തല്ലി പൊട്ടിച്ചതിന്റെ ബാക്കി അവിടെ കാണാവുന്നതാണ്. എപ്പോഴെങ്കിലും പോകുമ്പോൾ ഒന്ന് കണ്ടോളൂ. ഏത് കൃഷ്ണ ജന്മസ്ഥാനത്ത് പള്ളി കമ്പിവേലി ചുറ്റിക്കെട്ടി ബന്ധിച്ച മാതിരി ഇവിടെയും അതുണ്ട്. പിന്നീട് ഇപ്പൊ നമ്മൾ പോണ കാശി ക്ഷേത്രം എന്ന് പറയുന്നത് അല്ല വാസ്തവത്തിലെ കാശി. ഇതാണ് കാശി. അത് പൊളിച്ചിട്ടാണ്. അത് പിന്നീട് ഒരു രജപുത്ര വനിത മഹതിയായിട്ടൊരു അമ്മ ഉണ്ടായിരുന്നു. അമ്മയുടെ പേരാണ് റാണി അഹല്യാഭായി ഗോൾക്കർ എന്ന് പറഞ്ഞൊരു അമ്മ. ഒരു രജപുത്ര വനിതയായിരുന്നു, ഒരു മഹാമഹതിയായ അമ്മ. അമ്മയുടെ പേരൊക്കെ പറഞ്ഞ് എണീറ്റ് നിന്ന് തൊഴണം. അങ്ങനത്തെ ഒരു മഹതിയാണ്. ആ അമ്മയാണ് റാണി അഹല്യാഭായി ഗോൾക്കർ എന്ന് പറഞ്ഞ ആ അമ്മയാണ് എന്ത് ചെയ്തത്? അമ്മാനെ പറയാൻ വയ്ക്കുക അവരെ. വേറൊരു പേര് റാണി എന്നൊന്നും പറയുമ്പോൾ ഒരു ഭംഗിയില്ല. അങ്ങനെ ഒരു വലിയ അമ്മ. ആ മഹതി അമ്മയാണ് ഈ കാശി വിശ്വനാഥന്റെ ക്ഷേത്രം പിന്നീട് ഒരു മൂലയിലേക്ക് അവിടെ പണിത് വെച്ചൊരു ചെറിയ ക്ഷേത്രം പണിതു. ആ ക്ഷേത്രത്തിൽ 100 കിലോ സ്വർണം കൊണ്ടൊരു താഴികക്കുടം ആ പഞ്ചാബ് രാജാവ് അന്ന് രഞ്ജിത് സിംഗ് മഹാരാജാവ് 100 കിലോ സ്വർണം കൊണ്ട് താഴികക്കുളം 3 പണിത്. അതിപ്പോഴും സ്വർണത്തിൽ അവിടെ കാണാം. അതാണ് അതിന്റെ പ്രത്യേകത. കാശി വിശ്വനാഥൻ ഇപ്പുറത്തിരിക്കണം. ഇപ്പൊ നമ്മൾ പത്രത്തിലൊക്കെ കുറേശ്ശെ വായിച്ചു തുടങ്ങിയില്ലേ? അതിനെ കുറിച്ചിട്ടൊക്കെ പത്രത്തിൽ കുറേശ്ശെ വായിക്കാറില്ലേ? അവിടെ അതുണ്ട്, അവിടെ ഇതുണ്ട്, മറ്റേതുണ്ട്, അതാണ് ഇതാണ് തർക്കങ്ങൾ. കാല് കഴുകണ കല്ലാണോ ശിവലിംഗാണോ, കല്ലാണോ ശിവലിംഗാണോ എന്നുള്ള തർക്കം പറഞ്ഞൊന്നില്ലേ? അതിന് കൂടുതലൊക്കെ പത്രത്തിൽ വായിച്ചോളൂ. വായിക്കാൻ വേണ്ടതാ നമ്മൾ തരുന്നത്, കൂടുതൽ വായിച്ചിട്ട്. ഇങ്ങനെ എന്തെല്ലാം നമ്മുടെ നാട്ടിലുണ്ടിരിക്കണം. ഇനി നമ്മൾ പോയാൽ ഒരു കുത്തബ് മീനാരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, കേട്ടിട്ടില്ലേ? അവിടെ ഒരു വലിയ നമ്മൾ പഠിച്ചിട്ടില്ലേ സാമൂഹ്യ പാഠ പുസ്തകത്തിൽ? എപ്പോഴെങ്കിലും പോകുമ്പോൾ ആ വഴിയൊക്കെ ഒന്ന് പോവുക. തുരുമ്പ് പിടിക്കാത്ത ഒരു ഇരുമ്പിന്റെ തൂണിന്റെ കഥ നമ്മൾ പുസ്തകത്തിൽ വായിച്ചിട്ടില്ലേ? ഉണ്ടോ ഇല്ലേ? ആരും പുസ്തകം പഠിച്ചിട്ടില്ല അല്ലേ? തുരുമ്പ് പിടിക്കാത്തൊരു ഇരുമ്പ് തൂണിന്റെ കഥ പാഠപുസ്തകത്തിൽ വായിച്ച് പഠിച്ച ചെറുപ്പക്കാരുടെ പുസ്തകത്തിലുണ്ടോ? വലിയ പഴയ ആളുടെ പുസ്തകത്തിൽ നമുക്കറിയില്ല. ഒരുവിധം ചെറുപ്പക്കാരുടെ ഉള്ള കൂട്ടരുടെയൊക്കെ പുസ്തകത്തിൽ എങ്ങനെയെങ്കിലും പഠിച്ചിട്ടുണ്ടാവും തുരുമ്പ് പിടിക്കാത്ത ഇരുമ്പുള്ള തൂണിന്റെ കഥ. ഈ തൂണ് എവിടുത്തെയാണ് എന്നാരെങ്കിലും ആ പുസ്തകം പഠിപ്പിച്ച് തന്നോരാരെങ്കിലും പഠിപ്പിച്ച് തന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയൂ. കാണാനാണ് ആ ഭാഷയെന്ന് കാണാനാണ് പഠിപ്പിച്ചേ. ഈ തുരുമ്പ് പിടിക്കാത്ത തൂണ് പിടിപ്പിച്ച ആ സ്ഥലം, ഏത് സ്ഥലത്താണ് ഈ തൂണിരിക്കുന്നത് എന്ന് ആരെങ്കിലും പഠിപ്പിച്ച് തന്നതായിട്ട് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും പാഠപുസ്തകങ്ങൾ ഉള്ളതായിട്ട് ഓർമ്മയുണ്ടോ ആർക്കെങ്കിലും? ഇല്ല. അപ്പൊ ഓർമ്മക്കേടുള്ളവരൊന്നല്ല നമ്മളാരും അത് പഠിച്ചിട്ടില്ല, നമ്മളെ പഠിപ്പിച്ചിട്ടുമില്ല. എന്താ കാരണം? അതിലെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ടാണ്. നോക്കൂ, ആ സ്ഥലം പ്രത്യേകം ധരിക്കണം. മെഹ്റോളി എന്നാണ് അതിന്റെ പേര്. എന്താണ് മെഹ്റോളി എന്ന് വെച്ചാൽ ഇപ്പോഴതാ പേര്. വാസ്തവത്തിൽ അതിന്റെ പേരെന്താ പറയും? മിഹിരാവലി എന്നാണ്. സാക്ഷാൽ വരാഹമിഹിരൻ എന്ന് പറഞ്ഞ ജ്യോതിഷാചാര്യന്റെ വാനനിരീക്ഷണ കേന്ദ്രമായിരുന്നു അത്. 27 നക്ഷത്രങ്ങൾക്ക് അവിടെ ക്ഷേത്രങ്ങൾ ഉണ്ടായിരുന്നു. നടുക്കൊരു മഹാവിഷ്ണു ക്ഷേത്രം ഉണ്ടായിരുന്നു. ആ മഹാവിഷ്ണു ക്ഷേത്രത്തിന്റെ മുമ്പിലിരിക്കുന്ന ഗരുഡ സ്തംഭമാണ് നമ്മൾ കാണണേ. ആ തുരുമ്പ് പിടിക്കാത്ത ഇരുമ്പിന്റെ തൂണ്. അതിന്റെ പുറത്തിരിക്കണേ മനസ്സിലായി? വിഷ്ണു സ്തംഭം, ഗരുഡ സ്തംഭം, 2 സ്തംഭമുണ്ട്. അതിലൊരു സ്തംഭമാണ് പുറത്ത് മറ്റേ നമ്മളിപ്പോൾ പറയുന്നത്. അത്രേ. ചരിത്രത്തിൽ അങ്ങനെയും ഒരു പാഠം പറയുന്നു. ബാക്കിയൊക്കെ അന്വേഷിച്ച് കണ്ടുപിടിച്ചോളൂ. അവിടെ ചെല്ലുമ്പം കാണാം തകർത്തതായ ഒരു വലിയ ക്ഷേത്ര സമുച്ചയം. ബിംബങ്ങളും പ്രതിമകളോടും കൂടി, ചുറ്റമ്പലങ്ങളോടും നടവഴികളോടും പ്രദക്ഷിണമാർഗത്തോടും അന്തരാളങ്ങളോടും കൂടി വലിയൊരു ക്ഷേത്ര സമുച്ചയം. തല്ലി തകർത്തത് പൊയ്യാ കാണാം. സൂക്ഷ്മം നോക്കിയാൽ ഗണപതിയുടെ വിഗ്രഹം മൂലയിൽ കാണാം. അത് മഴ ചെല്ലാത്ത സ്ഥലമാണ്. വെട്ടുമ്പോൾ മൂലയിലേക്കൊന്നും മഴ ചെല്ലില്ല. കരാറ് പണിക്കാർ അതിലുണ്ടാവും കള്ളന്മാരെ. അപ്പം അതുകൊണ്ട് ആ മൂലയിലൊന്നും മഴ പോയില്ല. അതുകൊണ്ട് അവിടെയൊക്കെ ഈ ബിംബങ്ങളും പ്രതിമകളും കാണാം. പക്ഷേ ഈ സ്ഥാനത്തൊക്കെ ശവകുടീരങ്ങൾ ഇങ്ങനെ കെട്ടിവെച്ചത്, കല്ല് കെട്ടിവെച്ചത്. കാരണം എന്താ വെച്ചാൽ ഈ കൊന്ന് ശവം അവിടെ, ഇല്ലെങ്കിൽ ചത്ത ശവം അവിടെ കുഴിച്ചിട്ടാൽ നമ്മുടെ ആൾക്കാർ പിന്നെ അങ്ങോട്ട് പോവില്ലല്ലോ, ശുദ്ധം മാറി എന്ന് പറഞ്ഞ് പോവില്ലല്ലോ. അങ്ങനെ എന്തെല്ലാം കാണാനുണ്ട് സജ്ജനങ്ങളെ. 10 കാശുണ്ടാവുമ്പോഴേ അത് മടിയിൽ വെച്ച് ചൊറിഞ്ഞും കുത്തി ഇരിക്കരുത് കേട്ടോ. എന്ത് ചെയ്യണം? നമ്മളെല്ലാവരും ചത്തുപോകും ഒരു ദിവസം. അതുകൊണ്ട് അതിൻ്റെ മുമ്പ് എപ്പോഴെങ്കിലും, അധികമൊന്നും വേണ്ട, ധാരാളമൊന്നും വേണ്ട, എല്ലാവർക്കും പറ്റും. തോന്നിയ ഞാൻ നമ്മളൊക്കെ എന്താ ഇന്ത്യ രാജ്യത്ത് താമസിക്കുന്നവരെ, നമുക്ക് എന്താ സ്വാതന്ത്ര്യം ഇല്ലേ? ആ സ്വാതന്ത്ര്യം, ആ പ്രാപ്തിയും, ആ മഹിമയും വെച്ചിട്ട് എപ്പോഴെങ്കിലും പോയി ഇത് കാണും. നമ്മൾ ഈ പറഞ്ഞതൊന്നും ഇപ്പോൾ ആരും വിശ്വസിക്കൊന്നും വേണ്ട. എൻ്റെ തിരുമേനി വർഗീയത പറയണമെന്നൊക്കെ തോന്നും. നമ്മൾ പറയുന്നതൊന്നും ആരും വിശ്വസിക്കേണ്ട. കേട്ട സാധനം ഉള്ളിൽ വെച്ച് എപ്പോഴെങ്കിലും ഒന്ന് പോയി കണ്ട് മനസ്സിലാക്കിയിട്ട് വരൂ. എന്നിട്ട് നമുക്ക് എവിടെന്നെങ്കിലും കാണാം.
അപ്പൊ കാണാം നമുക്ക്, മനസ്സിലായില്ലേ? അത് കേൾക്കണം. ഇത് നമ്മൾ കാണുന്നവരെ നമ്മളൊന്നും വിശ്വസിച്ചേർന്നില്ലേ, പോയി കാണും. എന്തെന്തെല്ലാം കഥകൾ ഇങ്ങനെ കിടക്കണം. ശ്രീരാമേന്ദ്ര സ്വാമി ലങ്കയിലേക്ക് പണിത് ഒരു പാലത്തിന്റെ കഥ പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ പറഞ്ഞിട്ട് പരിഹസിച്ചേർന്നു ഇല്ലേ? അയ്യോ, കള്ളത്തരം പറയണു, പല ജാതി വിഡ്ഢിത്തരങ്ങൾ പറയണു. ഇപ്പോഴും നോക്കൂ, നമ്മുടെ കയ്യിലാ മറ്റേ സാധനം ഇല്ലേ, തോണ്ടണത് ഇല്ലേ? ആ തോണ്ടണ സാധനം വെറുതെ തോണ്ടിയിരിക്കാൻ നിൽക്കണ്ട. അതില് തോണ്ടി നോക്കിയാൽ കാണാം നമുക്ക് എന്താ ഈ ഇതെടുത്ത അതിൽ ആ ഗൂഗിൾ സെർച്ചിന്റെ ആ ഭാഗത്ത് ആ കള്ളിയിൽ എഴുതുക ദ്വാരക എന്നോ അല്ലെങ്കിൽ രാമസേതു എന്നോ പച്ച മലയാളത്തിൽ എഴുതിയാലും മതി. ഇംഗ്ലീഷ് ആച്ചാൽ ഇംഗ്ലീഷ്, സംസ്കൃതം വേണമെങ്കിൽ സംസ്കൃതം, ഹിന്ദി, ഉറുദു ഏത് ഭാഷയിൽ അവനവന് വേണ്ട വെച്ചാൽ ആ ഭാഷയിൽ എഴുതിയിട്ട് ആ സെർച്ച് ബട്ടൺ ഒന്ന് അമർത്തി കണ്ണൊന്നും ഒഴിച്ച് തുറക്കുമ്പോഴേക്ക് വരിയായിട്ട് എന്ത് വരും? രാമസേതുവിന്റെ എല്ലാ വിവരങ്ങളും വരും. ഇഷ്ടംപോലെ സൗകര്യം പോലെ ഇന്ന് വായിക്കുക, പഠിക്കുക, മനസ്സിലാക്കാം, അറിയാം. എല്ലാം അറിയാൻ നിവൃത്തി ഇന്നുണ്ട്. പണ്ടൊക്കെ നമുക്ക് മറ്റവന്റെ പ്രസംഗം കേട്ടിട്ടോ മറ്റവൻ എഴുതിയ പുസ്തകം വായിച്ചിട്ടോ അറിയാനേ നിവൃത്തി ഉണ്ടായുള്ളൂ. ഇപ്പൊ അതൊക്കെ നേരെ അറിയാൻ സൗകര്യമുണ്ട്. ഇന്നും ഉപഗ്രഹ ചിത്രങ്ങൾ വഴി ലങ്കയിലേക്ക് രാമേശ്വരത്തിൽ നിന്ന് കടലിന്റെ അടിയിൽ കൂടി കടലിന്റെ അധികം ആഴത്തിലല്ലാതെ കണ്ട് ആ പാലത്തിന്റെ അവശിഷ്ടം ഇന്നും എവിടെയുണ്ട്? കടലിന്റെ അടിയിലുണ്ട്. എപ്പോഴെങ്കിലും രാമേശ്വരത്ത് പോണോര് രാമേശ്വരത്ത് ചെന്ന് അങ്ങ് തിരിഞ്ഞു നോക്കാതെ പോരല്ല വേണ്ടത്. രാമേശ്വരത്ത് സമീപത്തായിട്ട് ധനുഷ്കോടി എന്ന് പറയുന്ന സ്ഥലമുണ്ട്. അവിടെ ചെന്ന് ആ ധനുഷ്കോടിയിൽ നിന്ന് കുറച്ച് ഉള്ളിലേക്ക് സമുദ്രത്തിലേക്ക് പോയാൽ, സമുദ്രത്തിന്റെ ഉൾപ്രദേശത്തേക്ക് പോയാൽ അവിടെ നിന്ന് ചില പ്രത്യേക കാലത്ത് വേലിയിറക്കം ഉണ്ടാവുന്ന സമയത്ത്, എല്ലാ കാലത്തും കാണാൻ പറ്റില്ല, വേലിയിറക്കമുള്ള കാലത്ത് ചില പ്രത്യേക സമയത്ത് സെപ്റ്റംബർ ഒക്ടോബർ എങ്ങാണ്ടാണ്, ആ കാലത്ത് പോയാൽ കടലിലേക്ക് നോക്കിയാൽ ഈ പാലത്തിന്റെ അവശിഷ്ടങ്ങൾ കുറച്ച് ഭാഗം കടലിന്റെ പുറത്ത് പൊങ്ങി നിൽക്കുന്നത് കാണാം. ഇപ്പോഴും ഉപഗ്രഹങ്ങൾ വഴി ഈ ചിത്രങ്ങൾ നമുക്ക് ഭംഗിയായിട്ട് കിട്ടും. ഉപഗ്രഹ ചിത്രങ്ങൾ, സാറ്റലൈറ്റ് പിക്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട്, നമ്മളാരും എടുത്തതല്ല, വർഗീയക്കാരനെടുത്ത ചിത്രമല്ല, സാറ്റലൈറ്റ് എടുത്തതാണ്. ഉപഗ്രഹം എടുത്ത ചിത്രം ഇന്നും കാണാം. കൂടുതൽ വിവരം വേണമെങ്കിൽ ഇതിൽ നോക്കിയാൽ വിവരം കിട്ടും, ചിത്രത്തോടു കൂടി വിശദീകരണമായിട്ട് കിട്ടും. ആ പാലം പൊളിച്ചിട്ട്, ഈ പാലല്ലേ, ഈ പാലം പൊളിച്ചിട്ട് വേണം കപ്പൽ വരാനെന്ന് പണ്ട് നമ്മുടെ ഇന്ത്യ ഗവൺമെന്റ് ശാഠ്യം പിടിച്ചു. ഇപ്പൊ നമ്മുടെ കപ്പൽ വരുന്നത് ശ്രീലങ്കയുടെയും ഇന്ത്യയുടെയും ഇടയ്ക്ക് ഈ പാലത്തിന്റെ തടസ്സം ഉണ്ടാവുകൊണ്ട് കപ്പൽ ആ വഴി വരില്ല, കപ്പലിന്റെ അടി തട്ടും. അപ്പൊ അതുകൊണ്ട് കപ്പലിന് പോരാൻ പറ്റില്ല, തടസ്സമാണത്. വെള്ളം നമുക്ക് നോക്കുമ്പോൾ വെള്ളമാണ് കാണുന്നത്, പക്ഷേ ഇതിന്റെ അടിയിൽ അധികം താഴെയല്ലാണ്ട് എന്തിരിക്കുന്നത്? ഈ പാല ഇരിക്കുന്നത്. അതുകൊണ്ട് കപ്പൽ വരില്ല. അപ്പൊ അതുകൊണ്ട് അത് പൊളിച്ച് കളഞ്ഞിട്ട് വേണം കപ്പൽ വരാൻ, അല്ലെങ്കിൽ ലങ്ക ചുറ്റിയിട്ട് വേണം വരിക. നമുക്ക് ആച്ചത് ധൃതിയിൽ കപ്പൽ ഇവിടെ എത്തിയല്ല, അവിടെ വെള്ളം തിളച്ച് കിടക്കുക, അരി കഴുകിയിട്ടുണ്ട്. അപ്പൊ ആ ധൃതി കാരണം കപ്പൽ വേഗം വരാനായിട്ട് നമ്മളത് പൊളിക്കണം, നിർബന്ധമാണ് അത് പൊളിക്കണം എന്ന് അന്നത്തെ ഗവൺമെന്റ് ശാഠ്യം പിടിച്ചു. കോടതിയിൽ കേസ് പോയി, അത് പൊളിക്കാൻ പാടില്ല, രാമസേതു ആണ്, അങ്ങനെ പൊളിക്കാൻ പാടില്ല എന്ന് അതിനെ എതിർത്ത് കേസ് പോയി. അന്ന് ഇന്ത്യ രാജ്യം ഭരിച്ച ഗവൺമെന്റ് എന്താ പറഞ്ഞതെന്നറിയൂ? രാമൻ എന്ന് പറയുന്നത് ഒരു പുസ്തകത്തിൽ എഴുതിയൊരു കഥാപാത്രമാണ്, അങ്ങനെ ഒരാളെ യാഥാർത്ഥ്യമില്ല, അതൊരു യാഥാർത്ഥ്യമല്ല എന്ന് അന്നത്തെ ഗവൺമെന്റ് സത്യവാങ്മൂലം കോടതിയിൽ കൊടുത്തു. രാമൻ ഒരു സാങ്കല്പിക കഥാപാത്രമാണ്. ഇന്ത്യ രാജ്യത്താണത് പറയണത്, ഭാരതത്തിലാണത് പറയണത്. ശ്രദ്ധിക്കണം. നമ്മൾ 5 കൊല്ലം കൂടുമ്പോൾ മറവിൽ പോയി കുത്തി വിടണില്ലേ? അവന്മാരാണത് പറഞ്ഞത് എന്നും ആലോചിക്കണം. രാമൻ ഒരു സാങ്കല്പിക കഥാപാത്രമാണ്, അതൊന്നും കണക്കാക്കിയിട്ട് പൊളിക്കാണ്ടിരിക്കണ്ട എന്ന് പറഞ്ഞു. ശരിയല്ലേ? ഇത് ഇങ്ങനെയാണ് അന്ന് ഗവൺമെന്റ് പറഞ്ഞത്. ഭാഗ്യം എന്ന് പറയട്ടെ, ആ പറഞ്ഞവരൊക്കെ ഇപ്പൊ രാമായണം വായിച്ച് കുടുംബത്തിൽ ഇരിക്കുന്നുണ്ട്. അതാണ് ഒരു ഗുണം. അത് മനസ്സിലാവുണ്ടോ? ഒക്കെ കേട്ട് ഒരു ഈശ്വര ചൈതന്യം ഉണ്ടാവില്ല. എന്തായാലും നമ്മളോടാ പറഞ്ഞത്, ഈ പറഞ്ഞ വർത്തമാനം വേറെ ഏതെങ്കിലും മതത്തിൽപ്പെട്ടവരുടെ ആരാധ്യ പുരുഷന്മാരെ കുറിച്ച് സാങ്കല്പിക കഥാപാത്രമാണെന്ന് പറയാൻ ഇവർക്ക് ധൈര്യം ഉണ്ടാവുമോ? ആരാവട്ടെ, നമ്മൾ അതിന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ. ഉണ്ടോ? ആരായാ നമുക്കെന്താ? ഒക്കെ കണക്കല്ലേ. ശരി, നല്ല സമ്പ്രദായക്കാരാണെങ്കിൽ ആരായാലും നമ്മൾ അംഗീകരിക്കാം. മെക്കെട്ട് കയറാൻ വരണവനാണെങ്കിൽ ഇങ്ങനെയൊക്കെ തന്നെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. ഇത്ര തന്നെയുള്ളൂ. ശരിയോ തെറ്റോ? ഇതാണ് കഥ. അതുകൊണ്ട് ഇതൊന്നും നമ്മുടെ നാട്ടില് ഇപ്പൊ കുറേശ്ശൊക്കെ അറിഞ്ഞു തുടങ്ങി. ഈ ദ്വാരകയൊക്കെ കെട്ടുകഥയെന്നൊക്കെ പറഞ്ഞ കാലുണ്ട്. അത് കാലത്താണ് പണ്ട് ഒരു ഗവൺമെന്റ് ഉണ്ടായിരുന്നു നമ്മുടെ നാട്ടില്, വാജ്പേയി സർക്കാർ ഗവൺമെന്റ്. ഓർമ്മയുണ്ടോ? കാരണവർ മരിച്ചുപോയി. വാജ്പേയി പറഞ്ഞൊരു കാരണവർ പ്രധാനമന്ത്രി, അദ്ദേഹം കുറച്ചു കാലേ ആയുള്ളൂ. അന്ന് ഒരു മന്ത്രി ഉണ്ടായി, മാനവ വിഭവ വകുപ്പ് ശേഷി മന്ത്രി, ഡോക്ടർ മുരളി മനോഹർ ജോഷി എന്ന് പറയും. അദ്ദേഹത്തിന്റെ നേതൃത്വത്തില് ഈ ദ്വാരകയെ കുറിച്ച് സമുദ്രാന്തർ ഭാഗത്ത് പര്യവേഷണം നടക്കലും, അങ്ങനെ സമുദ്രാന്തർ ഭാഗത്ത് ദ്വാരകാപുരിയുടെ തെളിവുകൾ ധാരാളം, കൊട്ടാരങ്ങളുടെയും തൂണുകളുടെയും പല വിഗ്രഹങ്ങളുടെയും ആഭരണങ്ങളും അതും ഇതുമായിട്ട് വലിയ വലിയ തെളിവുകൾ ധാരാളം കണ്ടെടുത്തു. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു സങ്കല്പനത്തില് ഈ പറഞ്ഞ തെളിവുകളെല്ലാം കൂടി ചേർത്തിട്ട് ഒരു മ്യൂസിയം പണിയണം എല്ലാവർക്കും. പഴയ ദ്വാരകയുടെ ഒരു സ്മരണയ്ക്ക് ഒരു മ്യൂസിയം വേണം. അതില്
ആളുകൾക്ക് പ്രവേശിച്ച് കാണാനൊക്കെ സൗകര്യത്തിന് എന്നൊരു തീരുമാനം അദ്ദേഹം എടുത്തിരിക്കുന്ന കാലത്ത് ആ ഗവൺമെന്റ് അദ്ദേഹം തീരുമാനം എടുത്തു. ആ ഗവൺമെന്റ് പക്ഷെ അധികകാലം ഉണ്ടായില്ല. പിന്നെ വേറെ ഗവൺമെന്റ് ആണ് വന്നത്. അവർ ആ പദ്ധതി ഉപേക്ഷിച്ചു. എനിക്കാണ് ഉണ്ടായത്. അപ്പം അതുകൊണ്ട് സജ്ജനങ്ങളെ മനസ്സിരുത്തി വെച്ചോളൂ. കുറേശ്ശൊക്കെ നമ്മൾ ചരിത്രങ്ങളൊക്കെ പഠിക്കുക. എങ്ങനെയാ വെച്ചാൽ ചരിത്രബോധമില്ലാത്തവൻ വെറും കഴുതയാണെന്നാ പറയുക. ഇങ്ങനെ വാ എന്ന് പറഞ്ഞ് നടക്കില്ലല്ലോ. നമ്മൾ എവിടുന്ന് വന്നു, എന്തനുഭവിച്ചു, ഇപ്പൊ എവിടെ നിൽക്കണോ, എവിടേക്ക് പോകണോ എന്ന ബോധ്യമില്ലാത്തവൻ വെറും ജന്തുവിന്റെ മാതിരി ജീവിച്ചുണ്ടുറങ്ങി സന്താനങ്ങളെ വർദ്ധിപ്പിച്ച് മരിച്ചു പോവുക എന്നല്ലാതെ വേറെ ഗതിയൊന്നും അവനില്ല. അത് പോരാന്നാ പറഞ്ഞത്. അതുകൊണ്ട് എപ്പോഴെങ്കിലും 10 കാശ് ഉണ്ടാവുമ്പം ഈ ദ്വാരകയിലോ അല്ലെങ്കിൽ മധുരയിലോ അല്ലെങ്കിൽ കാശിയിലോ അല്ലെങ്കിൽ വൃന്ദാവനം സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ആടിപ്പാടി ചാടി കളിച്ച് രസിച്ച് ചിരിച്ച് നടന്ന വൃന്ദാവനത്തിൽ ഇന്ന് പോയാൽ വൃന്ദാവനത്തിൽ ഒരു വലിയ മഹാക്ഷേത്രം, വലിയൊരു മഹാക്ഷേത്രം, എന്തോ ഒരു കൊട്ടാരം പോലത്തെ ഒരു മഹാക്ഷേത്രം ഉണ്ടായിരുന്നു. നമ്മൾ പോയാൽ കാണാം. ആ മഹാക്ഷേത്രത്തിന്റെ മുകളില് ഉത്സവകാലത്ത് വലിയ വലിയ പന്തങ്ങൾ കത്തിച്ചു, അന്ന് ലൈറ്റില്ലല്ലോ, പന്തങ്ങൾ ഇങ്ങനെ കത്തിച്ചു വെച്ച് വലിയ കേമാണെന്ന്. ഇത് മധുര എന്ന് പറഞ്ഞ ഡൽഹിയുടെ ഏതാണ്ട് അത്ര ദൂരം അല്ലെങ്കിൽ കുറച്ച് ഏതാണ്ട് ഒരേ ഇതിലാണല്ലോ വരുന്നത്, മധുരയും ഡൽഹിയൊക്കെ. ഈ ഡൽഹിയിൽ നിന്ന് നോക്കിയപ്പം അന്നത്തെ നമ്മുടെ അവിടുത്തെ സുൽത്താൻ നോക്കിയപ്പോൾ ഈ വെളിച്ചം കണ്ടു കൊട്ടാരത്തിന്റെ മുന്നിൽ. എന്താ അത് ചോദിച്ചു. അപ്പോഴാ പറഞ്ഞത് മറ്റേ ജാതിക്കാരുടെ അമ്പലത്തിന്റെ വെളിച്ചാണെന്ന്. അങ്ങനെ ഒരു വെളിച്ചം അവിടെ വേണ്ടാന്ന് പറഞ്ഞ് പിറ്റേന്നാൾ വന്നിട്ടാണ് തല്ലി തകർത്ത് ആ ക്ഷേത്രം തകർത്തു. ആ വിഗ്രഹം എവിടേക്കാ പോയെന്നറിയില്ല. ക്ഷേത്രത്തിന്റെ വിഗ്രഹം എവിടെയോ ഉണ്ടെന്നാണ് അപ്പോഴും ഈ വൃന്ദാവനത്തിൽ പോയാൽ പറയും. ആ ക്ഷേത്രം തകർത്ത മട്ടിലാണ് ഇന്നും കിടക്കുന്നത്. ഇപ്പോഴും നമുക്ക് പോയാൽ ആ തകർന്ന ആ ക്ഷേത്രത്തിൽ ഇരുന്നാൽ തന്നെ നമുക്ക് അതിന്റെ ഒരു ഭംഗി കാണാം. എങ്കിൽ തകരാത്ത ക്ഷേത്രത്തിന്റെ ഭംഗി എന്തായിരിക്കും എന്ന് അവിടെ ഇരുന്ന് സങ്കല്പിക്കണം. അത് മധുര. പിന്നെ അത് വൃന്ദാവനത്തിന്റെ കഥ വേറെ. ഇപ്പൊ കാശി പറഞ്ഞു, നമ്മള് വലിയ നമ്മുടെ ശ്രീരാമചന്ദ്രസ്വാമിയുടെ പാലത്തിന്റെ കഥ, അതുപോലെ സോമനാഥന്റെ കഥ, ശ്രീകൃഷ്ണ ഭഗവാന്റെ എല്ലാ കഥകളും ഒക്കെ ചിന്തിച്ചോളൂ, ആലോചിച്ചോളൂ, ഉറപ്പിച്ചോളൂ. ആരെയും കുറ്റം പറയാനും ആരെയും നിന്ദിക്കാനും ഒന്നുമില്ല. ചരിത്രങ്ങളൊക്കെ പഠിക്കുക. ഈ വായനയൊക്കെ കഴിഞ്ഞു പോയിട്ടേ ആ മൊബൈൽ ഫോൺ ഇല്ലേ കയ്യിലിരിക്കണോ, അതിൽ തോണ്ടിയിട്ട് ദ്വാരകയെക്കുറിച്ചുള്ള വിവരങ്ങൾ കണ്ടുപിടിക്കുക. ചിത്രത്തോടുകൂടി അതിൽ പറയും. പിന്നെ വൃന്ദാവനത്തെക്കുറിച്ച് അറിയാൻ അതിന് പുറപ്പെടുക, മധുരയെക്കുറിച്ച് അറിയണമെങ്കിൽ അതിന് പുറപ്പെട്ടോളൂ. ഓരോന്നിനെ കുറിച്ചും അറിയാൻ ഇന്ന് നിവൃത്തിയുണ്ട്. ആരുടെയും താടിയുടെ ചൂട്ടിൽ കുമ്പിട്ട് നിൽക്കേണ്ട കാര്യമൊന്നും ഇന്നില്ല. എല്ലാവരുടെയും കയ്യിൽ 1, 2, 3, 4, 5 ഒക്കെ ഇല്ലേ? ഒന്ന് ഉപയോഗിച്ചാൽ മതി. മറ്റതൊക്കെ പുകയത്ത് വെച്ചോളൂ, ഉറപ്പ് കൂടട്ടെ. ഒന്ന് മതി ഉപയോഗിക്കാൻ. ശരിയല്ലേ? ഇത് മനസ്സിരുത്തിയാൽ നേരെയാവാനേ ഉള്ളൂ. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് പറയും. പണ്ട് നമുക്ക് ഇങ്ങനത്തെ വിവരങ്ങൾ അറിയാൻ നിവൃത്തിയില്ല. കണ്ടോൻ അങ്ങാടി എന്ന് പറയുന്ന നോണ വിശ്വസിക്കാനേ പറ്റുള്ളൂ. ഇന്നിപ്പോൾ അതല്ല, ഈ സാധനം നമ്മുടെ കയ്യിലുണ്ട്. 10 കാശുള്ളവരൊക്കെ നടന്ന് പണക്കാരായതുകൊണ്ടൊന്നുമല്ല, ആളുകൾക്ക് അറിയാം കാര്യങ്ങളെ കുറിച്ചൊരു വിവരമായി, വെളിച്ചായി. അതുകൊണ്ട് എന്ത് ചെയ്യും? വലിയ പണക്കാരൊന്നും അല്ലെങ്കിലും ഉള്ളതുകൊണ്ട് എന്ത് ചെയ്യും? ആളുകള് നന്നായിട്ടൊക്കെ മനസ്സിലാക്കുക. അതുകൊണ്ട് പണക്കാരനൊന്നും ആവണ്ട. അതിന് എന്താ വേണ്ടു? ഉള്ളിലൊരു ഉറപ്പ്. ചില അയ്യോ എനിക്ക് പ്രായമായില്ലേ തിരുമേ, എന്താ പ്രായമായി? പ്രായം എല്ലാവർക്കും ആവില്ലേ? പ്രായമായിട്ട് ചത്തു പോവുമോ? പ്രായമായി എന്ന് തോന്നാത്ത വിധത്തിൽ ജീവിക്കുക. എന്ത് പ്രായമായി എന്നാരോടും പറയാതെ എനിക്കിപ്പോ ചെറുപ്പ 25 എന്നുള്ള മട്ടിൽ നടന്നാൽ മതി. എന്തായാലും മുട്ടാലിന്റെ വേദന ആരും എടുക്കുവോ? പ്രായമായി എന്ന് പറഞ്ഞാൽ രേഷൻ കെടുത്ത് തരാൻ മുട്ടമ്മയെ കുറച്ച് ഞാൻ എടുക്കാന്ന് ആരും എടുക്കുക, നമ്മൾ തന്നെ എടുക്കണം. പിന്നെ ഇതിനെ ഈ വെറുതെ വേണ്ടാത്ത പറഞ്ഞ് നമുക്ക് 25 എന്നുള്ള മട്ടിൽ നടന്നാൽ മതി. അർത്ഥം മനസ്സിന് എപ്പോഴും നല്ലോണം ചെറുപ്പമായിട്ട് സൂക്ഷിച്ചോളൂ. ശരീരം എല്ലാവരുടേതും കുറെ കഴിഞ്ഞ് ചെറുപ്പക്കാരൻ്റെയും ശരീരത്തിനുണ്ടാവും വയ്യായ, അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് അതിലൊന്നും ആരും ഏറ്റക്കുറച്ചിലൊന്നും പറയണ്ട, മനസ്സിരുത്തി വെച്ചോളൂ. ഒരു ആത്മബലം ഉണ്ടാക്കി വെച്ച് ഇത്രയും മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇത്രയും ദിവസം പറഞ്ഞതിനൊരർത്ഥവും ഉണ്ടാവില്ല. അതുകൊണ്ട് ഇതൊക്കെ യോജിപ്പിച്ച് മനസ്സിലാക്കി, ഇതൊക്കെ കേട്ടവരെ ഈ ഭാഗത്തൊക്കെ പോയി കണ്ട് മനസ്സിലാക്കി അറിഞ്ഞ് ധരിച്ച് ഉൾക്കൊണ്ട് മനസ്സിലാക്കി വെക്കുക. അപ്പൊ നമ്മൾ പറഞ്ഞത് എന്ത്, ദ്വാരക എന്ത്, മധുര എന്ത്, വൃന്ദാവൻ എന്ത്, കാശി എവിടെയാ ഒക്കെ മനസ്സിലാവും. ഇതാണ് കഥ. ഇത് മാത്രമല്ല നമ്മുടെ നാട്ടിലൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഈ ഭഗവാന്റെ ഈ മഹിമയുള്ള സ്ഥാനം ദ്വാരക ഇപ്പോഴും നമുക്ക് പോയാൽ കാണാം. ദ്വാരക സമുദ്രത്തിന് നടക്കൊരു ദ്വീപാണേ. അതിലേക്ക് നമ്മളെ ഈ പ്രഭാസം എന്ന് പറഞ്ഞില്ലേ സോമനാഥൻ, അവിടുന്ന് വീണ്ടും കുറച്ചും കൂടി മുമ്പിലേക്ക് പോയാൽ അവിടെ ഒരു ക്ഷേത്രം കാണാം. ഒരു ആൽമരത്തിന്റെ ചോട്ടില് ഭഗവാൻ ഇങ്ങനെ ഒരു കാല് നീട്ടി വെച്ചിരിക്കണേ. അതാണ് ആ ഭഗവാൻ അവിടുന്ന് വൈകുണ്ഠത്തേക്ക് പോയി എന്ന് പറഞ്ഞില്ലേ. ആ സ്ഥാനത്ത് ഒരു ക്ഷേത്രം, പണ്ടതൊരു ചെറിയ ക്ഷേത്രം, അന്നൊരു മരത്തിന്റെ ചോട്ടില് ചെറിയ, നമ്മുടെ നാട്ടിലെ ചെറിയൊരു ശ്രീകോവിലിന്റെ വലിപ്പമൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. ഇപ്പൊ ഒരു 5-10 കൊല്ലമായിട്ട്, 10ഒക്കെ ഉണ്ടാവും, ഒരു 5-10 കൊല്ലമായിട്ട് എങ്ങനെയൊക്കെ വെച്ചാൽ ഈ രാജസ്ഥാനിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു കൂട്ടം ചുമന്ന കല്ലുണ്ടല്ലോ, ഒരു ചുമന്ന എന്താ പറയുക, ചെങ്കോട്ടയൊക്കെ പണിത കല്ല്, ആ ജാതി കല്ലുകൊണ്ട് ആ ക്ഷേത്രമൊക്കെ പുതുക്കി പണിത് ഗംഭീരയ്ക്ക് മഹാകേമാക്കിയിട്ടുണ്ട്. നല്ല അതിനുള്ളിൽ ഒരു ആൽമരം ഉണ്ട്. പണ്ട് ഭഗവാൻ ഇരുന്ന ആൽമരത്തിന്റെ പാരമ്പര്യത്തിലുള്ള ശാഖ പൊട്ടി മുളച്ചുണ്ടായതാണ് അത്രയത്. അതിന് ചുട്ടില് പ്രതിഷ്ഠയുണ്ട്.
അതാണ് വൈകുണ്ഠത്തേക്ക് ഭഗവാൻ പോയതായ സ്ഥലം. അവിടുന്ന് കുറച്ചും കൂടി മുമ്പേക്ക് പോയാൽ നമുക്ക് ഈ സമുദ്രത്തിന്റെ കരയിൽ നിന്ന് ബോട്ട് കിട്ടും. എവിടേക്ക്? ദ്വീപിലേക്ക് പോവാൻ. ആ ദ്വീപിൽ ചെന്നാൽ, ദ്വീപാണ്, ദ്വീപ് പറഞ്ഞാൽ മനസ്സിലാവില്ല, നാലുപാടും കടലിന്റെ നടക്കിരിക്കുന്ന കരയാണ്. ഇപ്പൊ നമ്മൾ ഈ ബോട്ടിൽ ഇങ്ങനെ ഈ കരയുടെ അടുത്തേക്ക് ഇങ്ങനെ വരുന്ന സമയത്ത് നമുക്ക് എന്ത് കാണാൻ പറ്റും? ഈ ദ്വീപിന്റെ വക്ക് ഇടിഞ്ഞ് അങ്ങനെ ഈ പുഴ വക്കൊക്കെ ഇടിയുന്നുണ്ടല്ലേ, മഴക്കാലമായാലും പുഴയുടെ വക്ക് ഇടിഞ്ഞിടിഞ്ഞ് അതുപോലെ അടർന്ന് ഇടിയുന്നത് കാണാം. എന്നുവെച്ചാൽ എന്താ അർത്ഥം? കുറേം കൂടി കാലം കഴിഞ്ഞാൽ അതും ഉണ്ടാവാൻ വഴിയില്ല എന്നാ പറഞ്ഞത്. അപ്പൊ അത് ഇടിഞ്ഞിടിഞ്ഞ് പോണത് കാണാം. അവിടെ ഇപ്പോഴും പോയാൽ നമുക്കൊരു പഴയ പ്രാചീനമായ കുറേ പഴക്കമുള്ളൊരു ക്ഷേത്രം, അതാണ് ഭഗവാൻ താമസിച്ചതായ കൊട്ടാരം. അത് പിന്നീട് ആര് പുതുക്കി പണിത് ക്ഷേത്രമാക്കി? ഈ വജ്രനാഭകുമാരനാണ് ക്ഷേത്രമായിട്ട് പണിത്. അവിടെ പോയി എപ്പോഴും ഒരു 10-15 കൊല്ലം മുമ്പൊക്കെ നമ്മൾ പോകുമ്പം ആ ക്ഷേത്രം പഴയ മട്ടിൽ തന്നെയായിരുന്നു, ജീർണതയൊക്കെ ആയിട്ടിരിക്കും. ഇപ്പൊ അതും ഇതുപോലെ പുതിയ കല്ലൊക്കെ വെച്ച് നന്നാക്കി ജീർണോദ്ധാരണം ചെയ്ത് നന്നാക്കിയിട്ടുണ്ടെന്നാണ്. എപ്പോഴെങ്കിലും ഒക്കെ പോയിട്ട് കണ്ടോളൂ. ഇതാണ് ഭഗവാന്റെ ദ്വാരക. ഇതൊന്നും കെട്ടുകഥയാണെന്ന് വിചാരിച്ച് കേട്ടാരും പോണ്ട. കൂടുതൽ വിവരത്തിനാണ് പോയി കണ്ടോളാൻ പറഞ്ഞത്. അങ്ങനെ ഉണ്ടായത്. അപ്പൊ അങ്ങനെ ഈ ഭഗവാൻ വൈകുണ്ഠത്തേക്ക് പോയപ്പോ പിന്നെ ഉണ്ടായത് എന്താ ചോദിച്ചാൽ, ഭഗവാൻ വൈകുണ്ഠത്തേക്ക് പോയതോടെ കലികാലം വന്നുകൂടി എന്നാ പറയുക. ത്രേതായുഗം, രണ്ടാം കൃതയുഗം, ത്രേതായുഗം, ദ്വാപരയുഗം, അങ്ങനെ 3 യുഗം കഴിഞ്ഞു. ദ്വാപരയുഗത്തിന്റെ അവസാനാണ് ഭഗവാന്റെ അവതാരം ഉണ്ടായത്. ഭഗവാൻ അവതാരം മതിയാക്കി പോയപ്പോ എന്തുണ്ടായി? കലി വന്നു, കലികാലം വന്നു എന്ന് പറയും. അങ്ങനെ കലികാലം വന്നപ്പോ പിന്നെ കലികാലത്തിന്റെ വർത്തമാനം ചോദിച്ചു പരീക്ഷിത്ത്. അപ്പൊ പറഞ്ഞു കൊടുത്തു, കലികാലത്തിന്റെ വർത്തമാനം ഒന്നും പറയാനില്ല, കലിയെ കുറിച്ച് പറഞ്ഞു കൊടുത്തു. കലിയുടെ പ്രത്യേകത എന്താ ചോദിച്ചാൽ പറയും കലികാലം എങ്ങനെയുണ്ടായത്. അപ്പൊ ഈ കലികാലത്തിന്റെ ഒരു സമ്പ്രദായം എന്താ ചോദിച്ചാൽ അത് ഒന്ന് പറഞ്ഞു കൊടുത്തു. കലികാലത്തിന് എന്ത് വർണ്ണിക്കാനൊന്നും ഇല്ല. അത് എന്താ വെച്ചാൽ നമ്മളൊക്കെ എന്നും കാണുന്നതല്ലേ കലി. എന്ത് രാവിലെ മുതൽ വൈകുന്നേരം വരെ കാണുന്നത് ഒരാൾ കയറി മേക്ക് കൂടി പറഞ്ഞുകൊണ്ട് വല്ല കാര്യമുണ്ടോ? നമ്മളൊക്കെ അത് പരിചയപ്പെട്ടിരിക്കുന്ന സംഗതിയല്ലേ കലി. എന്നാലും വെറുതെ ഒന്ന് പറയാം, കലികാലത്തിൽ സത്യം, ധർമ്മം, നീതി, ദയ, ക്ഷമ, കർത്തവ്യം ഇതൊന്നും ഉണ്ടാവില്ല. ആർക്കും ഉണ്ടാവുന്നവരാരെങ്കിലും ഉണ്ടോ? ഇല്ല, എല്ലാവർക്കും അതൊക്കെ സമ്മതം തന്നെ. പിന്നെ ഈ ജന്മാചാര ഗുണങ്ങൾക്കൊന്നും വലിയ പ്രാധാന്യമൊന്നും ഉണ്ടാവില്ല. പിന്നെ ഇപ്പൊ നമ്മൾ പറയില്ല ഈ ഭാര്യ ഭർത്താവ് എന്നൊക്കെ പറയുന്നത് പണ്ട് എങ്ങനെയായിരുന്നു? ഒരു ധർമ്മത്തിന്റെ വഴിയിലാണ്. അയ്യോ എന്റെ ഭാര്യയുടെ ഭർത്താവാണ്, നമ്മൾ കുടുംബമാണ്, ഒന്നിച്ചാണ് എന്നൊക്കെ ഒരു തോന്നല് പണ്ട് ഉണ്ടായിരുന്നു. ഈ കലികാലം എന്നാൽ ഭാര്യാഭർത്തൃ ബന്ധങ്ങളൊക്കെ എന്തായിട്ട് തീരും എന്നറിയോ? പരസ്പര സ്വീകാരമായിട്ട് തീരും. ഈ പരസ്പര സ്വീകാരം എന്ന് പറയാന്ന് വെച്ചാൽ ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒന്ന് കണ്ടു ഇഷ്ടായി എന്ന് പറയും, കിം എന്ന് പറയും. അങ്ങനെ കിം എന്ന് കഴിഞ്ഞാൽ രണ്ടാളും കൂടി ഒന്നുകിൽ രജിസ്റ്റർ ഓഫീസിലേക്ക് പോകും, അവരെ നമ്മൾ ദമ്പതിമാരെന്ന് പറയും, അല്ലെങ്കിൽ വല്ല മുറിയിലേക്കും പോവും. അത് നമ്മൾ ലിവിങ് ടുഗദർ എന്ന് പറയും. പിന്നെ ഇവളുടെ എൻ്റെ അടുത്ത് മതിയായ വേറെ അവളുടെങ്കിൽ വേറെ വന്മാരുടെ അടുത്തേക്ക് പോകും. അവിടെ എങ്ങനെ ഇതിലൊക്കെ എത്ര ഭേദമല്ലേ നമ്മുടെ നായയൊക്കെ അല്ലേ? ഒരു ചെറിയൊരു അന്തസ്സൊക്കെ ആ ജന്തുവിനുണ്ട്. നമുക്ക് കുപ്പായമുണ്ട്, നമ്മൾ എന്താ പറയുക, വിവേകികളാണ്, സ്വതന്ത്രന്മാരാണ്, പിന്നെ എന്താ സംസ്കാര സമ്പന്നന്മാരാണ്. പിന്നെ ഇങ്ങോട്ട് പറയാൻ നിന്നാൽ പിന്നെ വൈകുന്നേരം വരെ പറയാനൊക്കെ ഉള്ളത് നമുക്കുണ്ട് ഇല്ലേ? പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല. ചിലപ്പോൾ തോന്നുന്നതിലും ഭേദ വാലാട്ടി നടക്കണേ കാളയോ നായയോ പശുവൊക്കെയാണ്, ചിന്തിച്ചോളൂ കേട്ടോ. അങ്ങനെയൊക്കെ ആയിട്ട് തീരുന്നാ പറഞ്ഞത്. പിന്നെ ഇപ്പൊ ബ്രാഹ്മണൻ, ക്ഷത്രിയൻ, വൈശ്യൻ, ശൂദ്രൻ എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് മനസ്സിലാക്കി എങ്ങനെയാ ചോദിച്ചാൽ അവരുടെ സത്വഗുണപ്രധാനി ബ്രാഹ്മണനും രജോഗുണപ്രധാനി ക്ഷത്രിയനും ഇങ്ങനെയൊക്കെയാണ് ഗുണഗണ സമ്പ്രദായം. ഇതിപ്പോ അതൊന്നും മനസ്സിലാവില്ല. കലികാലം വന്ന കുപ്പായൂരിയല്ലേ മനസ്സിലാവുള്ളൂ. ആരാണെന്ന് എന്താ കാരണം? ബാഹ്യമായ അടയാളങ്ങളാണെന്ന് വരും. സന്യാസി ആരാ, ബ്രഹ്മചാരി ആരാ, ഗൃഹസ്ഥൻ ആരാ, വാനപ്രസ്ഥൻ ആരാ എന്നൊക്കെ പണ്ട് അവരുടെ സമ്പ്രദായം കൊണ്ടും അനുഷ്ഠാനം കൊണ്ടും ജീവിതം കൊണ്ടും മനസ്സിലാവും. കലികാലം വന്നാൽ അതൊന്നും മനസ്സിലാവില്ല എന്നാണ്. പിന്നെ കലികാലത്തിന്റെ ഒരു പ്രത്യേകത, കാശില്ലാത്തവന് വലിയ വില ഉണ്ടാവില്ല. പണമാണ് വലിയ പ്രമാണം. പണമുള്ളവനെ എപ്പോഴും നമ്മൾ ബഹുമാനിക്കും. ഇത് ശരിയോ തെറ്റോ? ശരി. ഒരു മീറ്റിംഗ് കൂടുമ്പോൾ മറ്റേ ഗോവിന്ദൻകുട്ടി പറഞ്ഞു അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞു. അപ്പം മറ്റേ കാരണവരുടെ ഗോവിന്ദൻകുട്ടി നീ പറയണ്ടൊക്കെ ശരിയാ, നീ മിണ്ടാണ്ടിരിക്കട്ടെ, അയാൾ പറയട്ടെ, നീ കൂട്ടി എന്താ കൂട്ട, അയാൾ എന്താ നീ ഇവിടെ ഇരുന്ന് ഇങ്ങനെ വലിയ വലിയ കാര്യം പറയാന്നല്ല, നിനക്കൊന്നും തരാവില്ല. അയാൾ പറഞ്ഞ എന്തെങ്കിലും നടക്കും, പറയട്ടെ. അയാൾ കഞ്ചാവ് വിറ്റോട്ടെ, അമ്പലത്തേക്ക് കൊണ്ടുവരില്ലല്ലോ, അത് നോക്കിയാൽ മതി. നമ്മളൊന്നും അങ്ങനെ ഉണ്ടാവാറുണ്ടോ ഇല്ലേ? നമ്മുടെ സമൂഹത്തിൽ ഇങ്ങനത്തെ ഒരു സമ്പ്രദായം ഉണ്ടോ ഇല്ലേ? ഉണ്ടല്ല. തല കുലിക്കാൻ മതി, പറയേണ്ട, ആരും കേൾക്കും. ഇതിപ്പോ ഇവിടത്തെ എല്ലാ ദിക്കിലുണ്ടേ എന്നുവെച്ചാൽ അർത്ഥ കലികാലത്തിന്റെ സ്വഭാവം അതെ. അങ്ങനെ മഹിമ, അങ്ങനെ പ്രത്യേകതയുണ്ട്. പിന്നെന്താ വെച്ചാല് ഈ പണ്ടൊക്കെ ശാസ്ത്രങ്ങളൊക്കെ പഠിച്ച് വേദങ്ങളൊക്കെ പഠിച്ച മഹിമയാണ് എന്താ പാണ്ഡിത്യം എന്നൊക്കെ പറഞ്ഞ, വിദ്വാൻ പാണ്ഡിതൻ എന്നൊക്കെ പറഞ്ഞാൽ എന്താ അർത്ഥം? നല്ലോണം പഠിച്ച് വിദ്വാനായിട്ടുള്ള വ്യക്തി, നല്ല ഉപാസനയൊക്കെ അയാളെ പണ്ഡിതൻ, പാണ്ഡിത്യം എന്നൊക്കെ പറയും. കലികാലത്തില് പാണ്ഡിത്യം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? നാവിന്റെ നീളം. നാവിന്റെ നീളം എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഈ വലിയ വലിയ പെടായി വർത്തമാനങ്ങൾ ഇങ്ങനെ പറയലാണ് പാണ്ഡിത്യം. നമ്മുടെ നാട്ടിൽ അങ്ങനെ തന്നെ എന്തൊക്കെ ജാതി വേണ്ടാത്തരാ പറയല്ലോ. ഓരോരുത്തരും നിന്നിട്ട് ചിലപ്പോൾ നമ്മൾ ഈ വണ്ടിയിലോ അല്ലെങ്കിൽ വല്ല ദിക്കിലൊക്കെ പോയി ഇങ്ങനെ മിണ്ടാണ്ട് നിൽക്കുമ്പോൾ പറയണ വർത്തമാനങ്ങളൊക്കെ അങ്ങനെയാണ് ശ്രീകൃഷ്ണൻ
നമ്മളൊന്നും മിണ്ടില്ല, ഏതായാലും നേരെയാവില്ല, എന്തെങ്കിലും ആവട്ടെ എന്ന്. ഇതിനെ വരുന്നത് നമ്മൾ നാട്ടുകാരെയൊക്കെ നന്നാക്കാന്ന് കരാറെടുത്തിട്ടൊന്നും ഇല്ലല്ലോ. ഏയ് നോക്കൂ, അപ്പൊ ഒന്ന് വായിക്കുകയെ പഠിക്കുകയെ മനസ്സിലാക്കി അറിവുള്ളവരോട് ചോദിക്കുക, അറിയുക, അതിനനുസരിച്ച് പോയി ഒന്നും ചെയ്തരില്ലേ. വലിയ വലിയ വിവരങ്ങൾ ഇങ്ങനെ ഇങ്ങോട്ട് പറയുക, എന്തൊക്കെ ജാതി വിവരങ്ങൾ പൊട്ടത്തരങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക, പല ജാതി പറഞ്ഞു കൊടുക്കുക. ഒന്നും പറയണ്ട, നമ്മുടെ നാട്ടിലൊക്കെ കേൾക്കാം. ഒരിക്കലും വായനയ്ക്ക് പോയപ്പോഴേ, വായനയ്ക്ക് പോയി ഒരു ചെറിയൊരു ഉദാഹരണം പറയാം. വായനയ്ക്ക് പോയപ്പം ഈ കൃഷ്ണ വിഗ്രഹങ്ങൾ അധികം ഇങ്ങനെ വെച്ചിട്ടുണ്ടേ, നല്ലോണം ഭംഗിയുള്ള വലിയ വലിയ വിഗ്രഹങ്ങളാണ് വെച്ചേക്കുന്നത്, നല്ല ഉയരൊക്കെ ഉണ്ട് കാണാൻ. അപ്പൊ നമ്മളങ്ങ് ഒരു 7 ദിവസത്തിന്റെ മുകളിലായിരിക്കണേ പറഞ്ഞിട്ട് കാര്യം, നമ്മൾ ഇങ്ങനെ ഇങ്ങോട്ട് നോക്കിയിട്ടല്ലേ ഇരിക്കണേ, അങ്ങടെ അങ്ങനെ നോക്കിയിരിക്കായതുകൊണ്ട് ഒന്നിങ്ങനെ അഭിവാദ്യം ചെയ്യും, ഒന്നും അങ്ങനെ നമസ്കരിക്കും എന്നല്ലാതെ ഇങ്ങനെ നോക്കിയിരിക്കില്ലല്ലോ. അപ്പൊ നമ്മൾ അത്ര ശ്രദ്ധിച്ചില്ല. ഒരു ദിവസം കൂടെ എണീറ്റ് തിരിഞ്ഞപ്പോൾ നോക്കിയപ്പോൾ എന്താ വെച്ചിട്ടോ, ഈ വിഗ്രഹങ്ങളുടെ കയ്യിലൊന്നും ഓടക്കുഴലില്ല. ഒക്കെ ഇങ്ങനെ ശ്രീകൃഷ്ണനൊക്കെ ഇങ്ങനെ ഒരു വല്ലാത്ത ജാതി നിൽക്കണതേ. അപ്പൊ നമ്മളാ ഒരു വല്യമ്മേൻ്റെ അവിടെ എല്ലാം എന്നാലും ഒരു ഉത്സാഹിയായിട്ടൊരു വല്യമ്മേൻ്റെ എല്ലാം ഓടിച്ചാടി നടക്കണേ. അപ്പോൾ വല്യമ്മ ചോദിച്ചു, അല്ല അമ്മ ഇതെന്താ, ഇതിനൊന്നും വിഗ്രഹങ്ങൾക്കൊന്നും ഓടക്കുഴലില്ലല്ലോ, അത് എന്താ ചോദിച്ചു. വല്യമ്മ പറഞ്ഞു, അത് തിരുമേനിക്ക് അറിയില്ലേ? ഇല്ല, ഓടക്കുഴൽ വെക്കാൻ പാടില്ല. എന്താ അമ്മയെ വെച്ചാല്? അയ്യോ തിരുമേനി ഇത് പഠിച്ചിട്ടില്ലേ? ഇല്ലേ, പഠിച്ചിട്ടില്ല, ഇത്രയ്ക്കൊന്നും നമ്മൾ പഠിച്ചിട്ടില്ല, വിവര കഷ്ടിയനെ. അപ്പൊ അത് വെക്കാൻ പാടില്ലേ. നമ്മൾ ഓടക്കുഴൽ വെച്ചാലേ നമ്മുടെ പണമൊക്കെ വലിച്ചെടുക്കും മൂപ്പര്. ഏത് മൂപ്പര്? നമ്മുടെ പണം വലിച്ചെടുക്കും അത്രേ. അപ്പോഴാണ് നമുക്ക് തോന്നിയത് ഇവിടേക്കൊക്കെയാണ് നമ്മൾ വായിക്കാൻ വരുന്നത്. എൻ്റെ ഗുരുവായൂരപ്പ, ഈ ഓടക്കുഴൽ എന്നിട്ട് ഒരു കുഴലും ഇല്ല എൻ്റെ ദേഹത്തെ, ഇതിങ്ങനെ വിറങ്ങലിച്ച്. ആ ശ്രീകൃഷ്ണ വിഗ്രഹത്തിന് ആ ഓടക്കുഴലൊക്കെ ആയിട്ട് ഇരിക്കുമ്പോൾ ഒരു തേജസ്, ഒരു ഭംഗിയും വേറെ ഉണ്ട്. അതില്ലാണ്ട് സജ്ജനങ്ങള് ഇവിടേക്ക് അങ്ങനത്തെ അന്തല്യായൊന്നും ഇല്ലല്ലോ, ഉണ്ടില്ല. അല്ല ആരും ഉണ്ടിട്ടില്ല, ആവണാനാവണേ ഉള്ളൂ. ഉണ്ടോ ചോദിച്ചപ്പോൾ ഉണ്ടില്ല, ആരും ഉണ്ടിട്ടില്ലേ. ഇനിയിപ്പോൾ ഒരാൾ മാത്രമായിട്ട് ഉണ്ടില്ല എന്ന് പറയണത് ഉണ്ടല്ലേ? ഉണ്ടാവും, നമ്മുടെ അല്ലേ നാട്, എല്ലാ ദിക്കിലും ഉണ്ടാവും. നീ അന്തല്യായപ്പോൾ നല്ലോണം അങ്ങോട്ട് കിട്ടും. ആ ജാതി വിഡ്ഢിത്തരങ്ങളൊന്നും ആരും പറയരുത് കേട്ടോ. ശ്രീകൃഷ്ണ വിഗ്രഹം പൂർണ്ണമാവണമെങ്കിൽ ഓടക്കുഴലും കൂടി ഉണ്ടെങ്കിലേ പൂർണ്ണമാവുള്ളൂ. മാത്രല്ല ഈ കുഴല് വെച്ചതുകൊണ്ട് നമ്മുടെ പണം വലിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഊരി വെച്ചാൽ പറ്റിച്ചേ ഇങ്ങനെ വലിക്കും, പറ്റിച്ചേ. ഇവനെയൊക്കെ ഏത് കുഴിയിൽ കൊണ്ടുപോയിട്ടാണ് മൂടേണ്ടത്? ചതി ഭഗവാന്റെ എന്തും കൂടെ ഊരിയ വലിക്കാൻ പറ്റില്ല, അത്ര പാവം നിർത്തില്ലേണ്ട. ഇവന്ന് ഇങ്ങനെ നോക്കി നിൽക്കുക, പോയി കുഴൽ പോയി എന്നും പറഞ്ഞിട്ട് കഥയില്ലായ ശരിയല്ലേ ഇത്? ആ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയൂ? ഈ വിധത്തില് നമ്മുടെ നാട്ടിൽ ഇതൊരു ഉദാഹരണമായിട്ടോ പറഞ്ഞത്, അത് മാത്രം ഇരിക്കണം. ഇതൊക്കെ അതാരാ പറഞ്ഞത്? ഏതോ ഒരു വലിയ ആള് പറഞ്ഞു കൊടുത്തത് അത്രേ, എന്ത് വെക്കാൻ പാടില്ല എന്ന്. അല്ലാത്ത അവനവൻ അറിയില്ലെങ്കിൽ എനിക്കറിയില്ല, ഇത് വെക്കാൻ പാടുണ്ടോ പാടില്ല എനിക്കറിയില്ല, അറിയാവുന്നോട് ചോദിച്ചോളൂ, എനിക്ക് അത്രയ്ക്കൊന്നും അറിയില്ല. ഞാൻ അങ്ങനെ എപ്പോഴെങ്കിലും അമ്പലത്തിൽ വന്ന് തൊഴുതു പോകുക എന്നല്ലാതെ എനിക്ക് ഇതൊന്നും അല്ലാതെ ഞാൻ പഠിച്ചിട്ടില്ല. കണക്കോ സയൻസോ ഒക്കെ ചോദിച്ചോളൂ, ഞാൻ പഠിച്ചിട്ടുണ്ട്, വേണേ പറഞ്ഞുതരാം. എത്ര അന്തസ്സെന്താ പറഞ്ഞ വാചകത്തിന്, ശരിയല്ലേ ഇത്? അദ്ദേഹത്തിന് സയൻസ് ചോദിച്ചോളൂ, അതിൽ കോളേജ് പഠിച്ചിട്ടുണ്ടേ, കണക്ക് പഠിച്ചിട്ടുണ്ടേ, അത് ചോദിക്കും, ഇത് ഞാൻ പഠിച്ചിട്ടില്ല. ആ പറഞ്ഞതിൽ എന്തുണ്ട്, ഒരു തെളിച്ചുണ്ട്. അത്തരക്കാരെ നമുക്ക് വിശ്വസിക്കാം. എന്താ കാരണം? ചതിക്കില്ല. എന്താ കാരണം? അവര് ചതിക്കില്ല. വേറെ ചിലരുണ്ട്, അറിയില്ല എന്ന് പറഞ്ഞാൽ മോശമല്ലേ നിരീച്ച വായെ തോന്നിയതൊക്കെ പറഞ്ഞും കൊടുക്കും. അങ്ങനെയൊക്കെ ഉണ്ട്, വെറുതെ പറഞ്ഞതാന്ന് കൂട്ടണ്ട. അപ്പൊ അതുകൊണ്ടേ ഇനിയിപ്പൊ ഇവിടെ വല്ലവര് കുഴല കൂരി കളഞ്ഞവരുണ്ടെങ്കിൽ വൈകുന്നേരം പോയിട്ട് ആദ്യം ആ കുഴൽ വെച്ചിട്ട് ചോറുണ്ടാ മതി കേട്ടോ. എന്തെങ്കിലും ഒരു കോലെങ്കിൽ കൊള്ളിങ്കിൽ കൊണ്ടുപോയി വായം ആ ചുണ്ടുമ്പിൽ വെച്ചോളൂ, ഇല്ലെങ്കിൽ മഹാപാതകാണ്, ഇല്ലെങ്കിൽ അതുകൊണ്ട് ദുരിതേ ഉണ്ടാവുള്ളൂ. ഇങ്ങനെ എന്തൊക്കെ ഉണ്ട്. അപ്പൊ പറഞ്ഞതിന്റെ അർത്ഥം ഇതെങ്ങനെയൊക്കെയുള്ള വിവരങ്ങളാണ് കലികാലത്തിൽ ഉണ്ടാവുക. അപ്പൊ നമ്മുടെ ഇത് മാത്രമൊന്നുമില്ല, വെറുതെ നമ്മൾ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ഈ ഓരോരുത്തർ വന്ന് ചോദിക്കും, തിരുമേനി ഇതെങ്ങനെയാ എന്ത് ഈ ഫോണിൽ കൊണ്ടുവന്നിട്ടേ ഓരോരുത്തർ പറയുന്നതാണ്, നിങ്ങൾ വടക്കോട്ട് നോക്കി ചിരിച്ചാൽ നിങ്ങൾക്കുണ്ടാകുന്ന ദുരിതം. അതിനെക്കുറിച്ച് ഒരാളിങ്ങനെ പറയുക, നിങ്ങൾ വടക്കോട്ട് നോക്കി ചിരിക്കാൻ പാടില്ല. തിരുമേനി ഇങ്ങനെ ചിരിച്ചാലോ? കൊണ്ടുപോയി ആ ചൂടുവെള്ളത്തിൽ ഇടുക പെട്ടി എന്നും പറഞ്ഞു. ഈ കണ്ടിട്ടില്ലേ തോന്നിവാസങ്ങൾ വായേ തോന്നി ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക എന്തെങ്കിലുമൊക്കെ. അവർക്ക് എന്തേ വേണ്ടു ഈ പറയണോന്? തന്നെ പറഞ്ഞോളൂ, ചെറുപ്പക്കാര് പറഞ്ഞോളൂ. ഈ പറയണോന് ഇപ്പൊ എന്തുദ്ദേശിച്ചാ പറയുന്നത്? നാട്ടുകാര് നന്നാവണം ചീത്തയാവണം എന്നൊന്നില്ല, അവനെന്തേ വേണ്ടു? ഇത് അനവധി ആളെ കാണണം, അത് കാണുമ്പോ എന്തുണ്ടാവും? ശരിയല്ലേ ഇത്? ഈ ജാതി വിവരക്കേട് എന്തെല്ലാം പേരില് വിഡ്ഢിത്തരങ്ങൾ ഇറങ്ങി വരുന്നുണ്ട് ഓരോന്ന്. നിങ്ങൾ അമ്പലത്തിൽ പോകുമ്പോൾ കാല് വെക്കേണ്ടത് എങ്ങനെ? അവനവന്റെ കാല് അവനവന് സൗകര്യം പോലെ ഇല്ല വെക്കുക, അങ്ങനെയല്ല. അത് അവര് പറയും പോലെ വെക്കണം. ഇല്ലെങ്കിൽ ഉണ്ടാകുന്ന ദുരിതം എന്ത്? ഇതൊക്കെ കേട്ട ആൾക്കാരൊന്ന് നോക്കിയപ്പോ, ഞാൻ ഇന്നലെ വെച്ച കാല് മറ്റേ ജാതിയെന്ന് നോക്കട്ടെ, അയ്യോ ഞാൻ ഇന്നലെ മറ്റേ ജാതി വെച്ചു. അപ്പൊ നമ്മൾ അടുത്ത വീട്ടിലേക്ക് വയമ്പട്ടമേ നോക്കിക്കോളൂ, മറ്റേ ജാതി കാല് വെച്ചതല്ലേ നോക്കിക്കോളൂ. അപ്പൊ അയമേല അങ്ങനെ നാടെല്ലാരെയും എപ്രാളം കാണും.
നോക്കുമ്പോൾ ഒന്നും ഉണ്ടാവില്ല. അതുകൊണ്ട് സജ്ജനങ്ങളെ ഒന്ന് പറയാം, ഈ ജാതി പെട്ടിയിൽ പറയുന്ന വർത്തമാനങ്ങളൊന്നും നമ്മുടെ ശാസ്ത്രങ്ങളാണെന്നൊന്നും കൂട്ടരുത്. വല്ല സംശയം ഉണ്ടെങ്കിൽ അറിവുള്ളവരുടെ അടുത്ത് ചെന്ന് ചോദിച്ചറിഞ്ഞ് മനസ്സിലാക്കി തിരുത്തിക്കോളൂ, തെറ്റൊന്നുമില്ല. പിന്നെ നമ്മുടെ യുക്തിക്കും ശാസ്ത്രത്തിനും ചേരാത്ത എന്ത് മഹിമ ആര് പറഞ്ഞാലും അത് കണക്കാക്കേണ്ട കാര്യവും ഇല്ല. എന്താണ് നമ്മുടെ യുക്തിക്കും നമ്മുടെ സമ്പ്രദായത്തിനും, നമ്മുടെ യുക്തി പറഞ്ഞൊന്നുമില്ലേ, ശാസ്ത്രത്തിനും യുക്തിക്കും ചേരാത്തത് ആര് പറഞ്ഞാലും എടുക്കേണ്ട കാര്യവും ഇല്ല. ഇതാണ് പറഞ്ഞതിന്റെ അർത്ഥം. സൂക്ഷിച്ച് ധരിച്ചോളൊക്കെ കലികാലത്തിൽ ഉണ്ടാവുന്ന ദുരിതങ്ങളാണ്. ഈ നാവിന്റെ നീളം എന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ലേ, വലിയ വലിയ കാര്യങ്ങൾ പറയാം. പിന്നെ എന്താ വെച്ചാൽ ഒരാള് ശ്രേഷ്ഠനാണോ യോഗ്യനാണോ വലിയ ആളാണോ എന്ന് മനസ്സിലാക്കുക എങ്ങനെയാണെന്നറിയോ? ബാഹ്യവേഷം നോക്കിയിട്ടാണ് ആളുടെ യോഗ്യത മനസ്സിലാക്കുക. ശരിയോ തെറ്റോ? അപ്പൊ എന്തേ പറഞ്ഞെന്നാണെങ്കിൽ ഈ ബാഹ്യവേഷമായിരിക്കും ഒരാളുടെ ശ്രേഷ്ഠത നിർണയിക്കുക ഈ കലികാലം വരുമെന്നാണ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ബാഹ്യമായ വേഷമൊന്നും നോക്കിയിട്ടില്ല. വേദവ്യാസരുടെ കുപ്പായം എങ്ങനെയാ, എന്തോ ഒരു മുട്ട് ചിറ്റിയൊരു വരവൂരി ചിറ്റിയിട്ട് അതൊന്നും നമ്മൾ നോക്കിയിട്ടല്ല അവരെയൊന്നും നമ്മൾ തൊഴുതേർന്നത്. വലിയ വലിയ വിദ്വാൻമാരായിരുന്നു. പക്ഷേ കലികാലം വരുമ്പോൾ അങ്ങനെയില്ല. നമ്മൾ പറഞ്ഞില്ലേ, ഒരാളെ കുറിച്ച് പരിചയപ്പെടുത്തി തന്ന അദ്ദേഹം മഹാകേമന മഹാവിദ്വാന നമ്മൾ പറഞ്ഞു, കണ്ടാ തോന്നില്ല കേട്ടോ. എന്ത് കണ്ടാൽ തോന്നില്ല എന്ന്? കണ്ടാൽ എന്താ തോന്നേണ്ടത്? നെറ്റീമിൽ എന്നെ കണ്ടാൽ തോന്നിക്കോളൂ ഞാൻ മഹാനാകുന്നു, നെറ്റീമിൽ എഴുതി വെച്ചിട്ട് തോന്നിച്ചിട്ടാ പോണ്ടത്. ഒരാളെ എപ്പോഴാണ് മഹാനാണോ അല്ലേ നമ്മൾ എങ്ങനെയാ മനസ്സിലാക്കുക? ആളുടെ കൂടെ കൂടി മിണ്ടിയും പറഞ്ഞും വ്യവഹാരം ചെയ്ത് കുറച്ച് അടുത്ത് പരിചയപ്പെടുമ്പോഴല്ലേ ആളുടെ ഇതല്ല ബാഹ്യമായ വേഷം കൊണ്ട് വേണം എന്ത് മനസ്സിലാക്കാൻ. അങ്ങനെയാണ് നമ്മുടെ നാട്ടിൽ വേഷം കെട്ട് ഇങ്ങനെ കൂടി വന്നതേ, അതുണ്ടായത്. പിന്നെ ഇപ്പം എന്താ വെച്ചാൽ ഈ ശുദ്ധ ശൗച സമ്പ്രദായങ്ങളൊക്കെ ലോകത്തിൽ കഷ്ടിയേ ഉണ്ടാവുള്ളൂ. നമ്മൾ നേരത്തെ പറഞ്ഞ കുളി, ജാതി നേരാമണ്ണ ശുദ്ധായ കുളി സമ്പ്രദായമൊക്കെ കഷ്ടിയേ ഉണ്ടാവുള്ളൂ. പിന്നെ എന്താ ഉണ്ടാവേണ്ടത്? ആ പൈപ്പിന്റെ ചോട്ടിക്ക് കൈ ഇങ്ങോട്ട് നീട്ടിയിട്ട് കുറെ കൈക്കുറനെ കുറിച്ച് വെള്ളം എടുത്തിട്ട് ഈ മുള്ളമ്പന്നിയുടെ മറ്റേ ജാതി കുലുക്കി ഒരാഴ്ചയ്ക്കുള്ള കുളിയായി. പൊട്ടും കൂടി കുത്തിയ 1 മാസം വെള്ളം തൊടണ്ട. ഇതാണ് കഥ. പിന്നെ ഈ ദൂരെയുള്ളതായ വെള്ളക്കുഴിയാണ് തീർത്ഥം. അടുത്തുള്ള തീർത്ഥം വെള്ളക്കുഴിയായിട്ടും തോന്നും, ദൂരെയുള്ള വെള്ളക്കുഴി തീർത്ഥമായിട്ടും തോന്നും. ഇതാണ് അതിന്റെ പ്രത്യേകത. പിന്നെ ഈ കലികാലത്തിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ, സാധാരണഗതിയിൽ ധർമാർത്ഥ കാമമോക്ഷങ്ങളാണ് പുരുഷാർത്ഥങ്ങൾ എന്നാ പറയുക. ഈ കലികാലത്തിലെ പുരുഷാർത്ഥങ്ങൾ അങ്ങനെയൊന്നും ആവില്ല. കലികാലത്തിലെ പുരുഷാർത്ഥം എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? കലികാലത്തിലെ ജീവിത ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ വയറ്റപ്പഴപ്പ. വയറ്റപ്പഴപ്പ് എന്നൊക്കെ പറഞ്ഞാൽ ഉദരനിമിത്തം ചെല്ലിക്കോളൂ, ഇങ്ങനെയൊക്കെ ആയിട്ട് ചേരും. പിന്നെ ആളുകൾ ധർമാനുഷ്ഠാനമൊക്കെ ചെയ്യും കലികാലത്തില്. ധർമാനുഷ്ഠാനം എന്ന് പറഞ്ഞാൽ ധാർമ്മിക പ്രവൃത്തികളൊക്കെ ചെയ്യും. എന്തിനാ ഈ ധാർമ്മിക പ്രവൃത്തികൾ ചെയ്യണേന്നറിയോ? അതായത് പേരുണ്ടാവാൻ. ഇല്ലെങ്കിൽ ഇപ്പൊ നോക്കിക്കോളൂ, നമ്മുടെ നാട്ടില് ദാനം കൊടുക്കലൊക്കെ ഉണ്ട് ആളുകളൊക്കെ നല്ലോണം. നമുക്ക് അറിയില്ല എന്താ വെച്ചാൽ ഒരു പ്ലാസ്റ്റിക്കിന്റെ ഉറയില് ഒരു 250 ഗ്രാം അരിയും 2 വെണ്ടയ്ക്കും 1 തക്കാളിയും കൂടി കൊടുത്ത് നമ്മൾ ആ പാവപ്പെട്ട ആള് നേരം പാവ ഭക്ഷണി കിടന്ന് വരികവേ അയാളുടെ ആ ദയനീയമായ മുഖം ഒക്കെ നല്ലോണം അയാൾക്കും കഷ്ടപ്പാടുണ്ട് എന്നേ ഉള്ളൂ. അഭിമാനം അദ്ദേഹത്തിൻ്റെ ഉള്ളിലും ഉണ്ട്. ആ പാവത്തിനെ ഈ ആൾക്കാരുടെ ഇടയിലെ മുഖം കാണിച്ച് നാണം കെടുത്തി അപമാനിക്കേണ്ട കാര്യമൊന്നും ഇല്ല. ഇപ്പൊ ഇതിന്നിപ്പോ എന്താ കിട്ടേണ്ടത്? നമ്മളൊരു കൊടുക്കണവനാണ്. ജാതി പാവങ്ങൾ എന്നെ പോലെ ഉള്ളവരെ കൊണ്ടാണ്, നാട്ടുകാരെ കാണിക്കാനല്ലേ ഇപ്പൊ ഇതിനൊക്കെ പുറപ്പെട്ട് നമ്മളിപ്പോൾ ഒരാൾക്ക് കൊടുക്കണു വെച്ചാൽ അത് നാട്ടുകാർ കാണുന്നത് എന്താ? ചിലർ പറയാൻ തിരുമേനി അങ്ങനെ കണ്ടാൽ അത് കണ്ടിട്ട് ആൾക്കാർക്ക് തോന്നിയാലോ. ഇതൊക്കെ കണ്ടിട്ടാ തോന്നേണ്ടത്, അവനവൻ്റെ ഉള്ളിൽ നിന്ന് തോന്നേണ്ട, ഇല്ലാത്തവന് കൊടുക്കേണ്ടതാണ് സംസ്കാരം. നമ്മൾ പഠിച്ചുണ്ടാക്കേണ്ടതല്ല. അല്ലാതെ ഓരോരുത്തർ കൊടുക്കേണ്ടത് കണ്ടിട്ടാണോ അറിയേണ്ടത്? ആണോ? അതല്ല പറയുന്നത്, നമ്മളറിയാം. അതുകൊണ്ടാ പറയാ ദാനപുണ്യം കീർത്തനേന വിനശ്യതി. എന്താർത്ഥം? ദാനപുണ്യം കീർത്തനേന വിനശ്യതി. എന്താർത്ഥം? നമ്മൾ ദാനം കൊടുത്തു വെച്ചാൽ ആ ദാനം കൊടുത്തതിന്റെ പുണ്യം നമ്മളൊരാളോട് പറയുക, ഞാൻ ഇയാൾക്ക് കൊടുത്തു എന്ന് പറഞ്ഞാൽ അത് തീർന്നോ? എന്ത് കലികാലത്തിൽ അങ്ങനെ ഉണ്ടാവുക അല്ലെ? ഇപ്പൊ ഈ പറഞ്ഞത് വെച്ച് നോക്കിക്കോളൂ. ആരെങ്കിലും ഒക്കെ കൊടുക്കുമ്പം ആയിക്കോട്ടെ, വിരോധമില്ല, അതാണ് യശസ്സിനായിട്ട് ചെയ്യണമെന്ന് പറഞ്ഞു. പിന്നെ ഈ വിധത്തിലായിട്ട് ഇങ്ങനെ കൂടി വന്ന് ലോകത്തിലെ കഷ്ടപ്പാടും ദുരിതവും വർദ്ധിച്ചു വരുന്ന സമയത്താണ് കലികാലത്തിന്റെ അവസാനം എത്തുമ്പം ഭഗവാൻ ഭൂമിയിൽ അവതരിക്കും. എങ്ങനെ? ശംഭളഗ്രാമ മുഖ്യസ്യ ബ്രാഹ്മണസ്യ മഹാത്മന ഭവനേ വിഷ്ണു യശസ കൽക്കേ പ്രാദുർഭവിഷ്യതി. ശംഭളഗ്രാമ മുഖ്യനായ ബ്രാഹ്മണൻ വിഷ്ണു യശസ് എന്ന് പറയും. ആ വിഷ്ണു യശസ്സിന്റെ പുത്രനായിട്ട് ഭഗവാൻ കൽക്കി എന്ന പേരിൽ അവതരിക്കും കലികാലത്തിന്റെ അവസാനം. അങ്ങനെ കൽക്കിയായിട്ട് അവതരിച്ചാൽ അതോട് കൂടിയിട്ട് എന്തുണ്ടാവും? ഭഗവാൻ അവതരിച്ച ഭഗവാന്റെ അവതാരത്തോട് കൂടിയിട്ട് വീണ്ടും കൃതയുഗം വരും എന്നാ പറയുക.
ഇതാണ് കൽക്കിയുടെ അവതാരം. ഈ കൽക്കിയുടെ അവതാരം കലികാലത്തിന്റെ അവസാനം, കലി പരമാവധിയിലെത്തി നരകിച്ച് ദുരിതപ്പെട്ട് കഷ്ടത്തിലായിരിക്കുന്ന കാലത്താണ് കലിയുടെ അവസാനമാണ് അവതരിക്കുന്നത്. ഭഗവാൻ കൽക്കിയായിട്ട് അവതരിക്കുക എന്നാ പറഞ്ഞത്. ഭഗവാൻ എപ്പോഴാണ് അവതരിക്കണമെന്നാ പറഞ്ഞത്? കലികാലത്തിന്റെ അവസാനം. കലികാലത്തിന്റെ അവസാനമാണ് അവതരിക്കുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? കലികാലത്തിന്റെ അവസാനം എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മുടെ നാട്ടിൽ കലി തുടങ്ങിയിട്ട് അവസാനം ഒന്നും ആയിട്ടില്ലോ. കലികാലം തുടങ്ങിയിട്ടേ ഉള്ളൂ. തുടങ്ങിയിട്ട് 5000 ചില്ലാനം കൊല്ലമായിട്ടേ ഉള്ളൂ. ഇനിയുണ്ട് ലക്ഷക്കണക്കിന് കൊല്ലം മുമ്പിലേക്ക് കിടക്കണോ? ആയിട്ടൊന്നും ഇല്ല. നമ്മുടെ വിചാരം ഇപ്പൊ തന്നെ ഏതാണ്ട് കൽക്കി വരാറായിരുന്ന. കൽക്കിയൊന്നും പല ദിക്കിലും കൽക്കികളും ഉണ്ട് നമ്മുടെ നാട്ടിൽ. കൽക്കി കൽക്കി എന്നൊക്കെ പറഞ്ഞിട്ട് പല ദിക്കിലും കേട്ടിട്ടില്ലേ? ഇല്ലല്ലേ? എവിടെയൊക്കെ കേട്ടിട്ടുണ്ട്, നമ്മൾ കണ്ടിട്ടൊന്നും ഇല്ല. ഉത്തരേന്ത്യയിലും പലതിലും കൽക്കി കൽക്കി എന്നൊക്കെ പറഞ്ഞിട്ട്. അതൊക്കെ എന്താ വെച്ചാൽ ഈ ഭാഗവതം നേരെ വായിക്കാത്ത കൽക്കികളാ. എന്നാ കാരണം ഇത് വായിച്ചു വെച്ചാൽ കൽക്കി ആയിട്ട് വരില്ല, വേറെ എന്തെങ്കിലും പേരില്ല വരില്ല. ഈ കൽക്കി കൽക്കി എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ എന്നിട്ട് അതിനെ തൊഴുവാനും നമസ്കരിക്കാനും കൊണ്ടാടാനും വേറെയും കുറെ പേരൊക്കെ ഉണ്ട്. അതൊക്കെ എന്താണ്? ഇതും കൽക്കിയൊന്നും അല്ല, ഇതൊക്കെ കലക്കി. എന്ത് കലക്കി? ഈ ധാർമ്മികമായ സമ്പ്രദായത്തെ കലക്കി കാലുഷ്യം ഉണ്ടാക്കി വിവരമില്ലാത്ത പാവങ്ങളെ വളച്ച. ഇല്ലെങ്കിൽ ആളുകൾക്ക് ഈ നേരെ വഴിയേക്കാളും പൊതുവെ ഇഷ്ടം വളഞ്ഞ വഴിയാണ്. മനസ്സിലായില്ല? അമ്പലത്തിൽ വന്നോളൂ, തൊഴുതോളൂ, നമസ്കരിച്ചോളൂ, നല്ലതാ, ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവും എന്ന് പറഞ്ഞാൽ വലിയ ഇഷ്ടമൊന്നും ഉണ്ടാവില്ല. അതിനാരും വരുമൊന്നുമില്ല. അപ്പുറത്ത് പോയാലേ അവിടെ മറ്റേതുണ്ട്, അവിടെ പോയ അവിടേക്ക് ചെന്ന് അദ്ദേഹം കിട്ടും. അമ്പോ എന്താ കാണേണ്ട കാഴ്ചയല്ലേ! ഔഫ്! എവിടെ? അവിടെ. എവിടെ? അവിടെ. എവിടെയാന്നൊക്കെ എല്ലാവർക്കും അറിയാലോ. അത് മതി. എന്നാ ഇവിടെ ജാതിയൊന്നുമില്ല. ഇവിടെ രാവിലെയും ഉച്ചയ്ക്കും വൈകുന്നേരം പൂജയുണ്ട്, നിവേദ്യമുണ്ട്, പ്രസാദം തരും, തൊഴുക, നമസ്കരിക്കുക. വിഷമമൊന്നുമില്ല. ഒച്ചപ്പാടും ബഹളമൊന്നുമില്ല. ഇല്ല. അർത്ഥം മനസ്സിലാവുണ്ടോ? കുറുക്ക് വഴികളെ എല്ലാവർക്കും വേണ്ടോ? അങ്ങനെയാണ്. പണ്ടൊക്കെ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊക്കെ നമ്മളെ പത്രത്തിലൊക്കെ ചിലപ്പോൾ പരസ്യം, ചിലപ്പോൾ നമ്മൾ ഈ പരസ്യമൊക്കെ വായിച്ച് ചിരിക്കും. എന്താണെന്നറിയോ അതിന്റെ പ്രത്യേകത? ധന ആകർഷണ കാലഭൈരവ യന്ത്രം. ഇല്ലാത്ത ജാതി യന്ത്രം. എന്താണ്? ധന ആകർഷണ കാലഭൈരവ യന്ത്രം. എന്നിട്ട് ഈ യന്ത്രം കൊണ്ടുവന്ന് മൂലക്കഴുക്കോലിന്റെ മുകളിൽ തൂക്കിയിട്ട് നമ്മൾ പടിയുമ്പിൽ ഇങ്ങനെ ഇരിക്കുക. വരും. ഇപ്പൊ വരും. ആര് വരും? വരും. ആര് വരുന്ന? പണം വരുന്നേ. പണം അങ്ങനെ വരും. പണം വരില്ലേ? വരില്ലേ? പണം വരും. പണിക്ക് പോകണം രാവിലെ. എന്തിന്? രാവിലെ എന്ത് പണിക്ക് പോയാലും പണം കിട്ടും. അതാത് പണിക്ക് പോയാൽ അതിനനുസരിച്ച് പണം കിട്ടാത്ത പണിയൊന്നും ഇല്ലല്ലോ. വെറുതെ പോയിട്ടൊന്നുമില്ല എല്ലാവരും പണിയെടുക്കുന്നത്. എന്ത് പണിക്ക് പോയാലും അതിനനുസരിച്ച് ആകാശമൊക്കെ കിട്ടും. സംശയമൊന്നുമില്ല. അതിന് പറ്റുമോ? അത് വെയിൽ കൊടുക്കും. ഇതാവുമ്പോ ഇങ്ങനെ ഒഴുകി വരേ. അതിന് ചൊറിഞ്ഞും കുത്തിയിരിക്കുക. അപ്പൊ ചൊറിഞ്ഞ് മാന്തി അവിടെ തൊലി പോവുക എന്നല്ലാതെ ഇതാണ് കുറുക്കുവഴി വലിയ ഇഷ്ടം. നേർവഴി ഇറക്കും. അതുകൊണ്ട് സജ്ജനങ്ങളെ കുറുക്കുവഴിക്ക് പോകരുത് കേട്ടോ. നേർവഴിക്ക് പോയിക്കോളൂ. എന്തിനു വെറുതെ കൽക്കിയുടെ അവതാരം പറഞ്ഞു. കൽക്കി അവതരിക്കാനൊന്നും ആയിട്ടില്ല, കുറെ കാലം. ഇപ്പോൾ തന്നെ ഇങ്ങനെയാ, തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്ത് കലികാലം നേരം വെളിച്ചായപ്പോഴേക്ക് ഇങ്ങനെയാച്ചാ കലികാലം വൈകുന്നേരം ആകുമ്പോഴത്തെ കഥ എന്താവും അവസാനിക്കുമ്പോഴേക്ക്? ശരിയല്ലേ? ഇത് നമുക്കൊക്കെ ആദ്യം ഷീട്ട് കിട്ടിയത് നന്നായി, കുറെ ആദ്യം കഴിച്ചു കൂട്ടിയത് കൊണ്ട് ഒടുക്കൊടുക്കാവുമ്പോഴേക്ക് പേടിക്കൊന്നും വേണ്ട, ഒടുക്കൊടുക്കായാലും നമുക്കതൊക്കെ ശീലാവും. ശരിയല്ലേ? ഇത് ഏതിലും ചെന്ന് ശീലം കുറെ കഴിഞ്ഞാൽ ശീലാവേ. പണ്ടൊരു ചെറുപ്പക്കാരൻ ജ്യോത്സ്യരെ കാണാൻ ചെന്നു. ജ്യോത്സ്യരെ പറഞ്ഞാൽ മനസ്സിലാവില്ലേ? പ്രശ്നം വെക്കാനായിട്ട് ചെന്ന് ജ്യോത്സ്യര് ഫലമൊക്കെ പറഞ്ഞിട്ട് ചെറുപ്പക്കാരാ 45 വയസ്സ് വരെ പിച്ചപ്പാളെ എടുത്ത് തെണ്ട് കിട്ടും. ബസിന്റെ കൂലി എടുത്തത് കേൾക്കാനാ വന്നതേ. 45 വയസ്സ് വരെ പിച്ചപ്പാളെ എടുത്ത് തെണ്ടി അലയും. അങ്ങനെ അലയും. അപ്പൊ ഈ ചെറുപ്പക്കാരൻ ചോദിച്ചു, അതാ തിരുമേനി, അപ്പൊ ഈ 45 വയസ്സ് കഴിഞ്ഞാലോ? 45 വയസ്സ് കഴിഞ്ഞാൽ പിന്നെ ശീലാവും എന്നും പറഞ്ഞു. ഏത് ശീലാവും? തെണ്ടലേ ആദ്യം ഉണ്ടാവുള്ള ഒരു വിഷമം. പിന്നെ നമുക്ക് തെണ്ടാണ്ട വരുമ്പോൾ ആ വിഷമം ഉണ്ടാവുക. ഏത് അങ്ങനെയുള്ളൂ? ആദ്യം ഉണ്ടാവണം, മുഷ്ടിലുള്ളൂ. പിന്നെയൊക്കെ അങ്ങോട്ട് ശീലാവും. അതുകൊണ്ട് കലികാലത്തിലല്ലേ, ഏത് കാലത്ത് എവിടെ വന്ന് എങ്ങനെയായാലും ഒക്കെ ശീലമായിക്കോളും. ഏതായാലും കലി തുടങ്ങിയിട്ടേ ഉള്ളൂ. പറഞ്ഞത് മനസ്സിലാക്കാം. ഈ കലികാലത്തിന്റെ ഈ ആരംഭമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കലിയുടെ പ്രത്യേകത പറഞ്ഞു കൊടുത്തിട്ട് പറഞ്ഞു, രാജാവേ ഇങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് എന്താ വെച്ചോ അങ്ങ് മനസ്സിരുത്തോ. ഈ ഭൂമിയിൽ രാജാവേ ശ്രദ്ധിക്കണേ, പരീക്ഷത്തെ, ഈ ഭൂമിയിൽ എത്ര വലിയ വലിയ രാജാക്കന്മാര് വന്നു വാണു പോയി. വലിയ ആൾക്കാർ വന്നു വാഴ്ന്നു പോയില്ലേ? അവരൊക്കെ ഭൂമിയിൽ വന്നു വാണ സമയത്ത് അവർ വിചാരിച്ച് എന്റെയാണ് ഭൂമി, എന്റെയാണ് ഭൂമി എന്ന് വിചാരിച്ചു. അവരൊക്കെ എവിടെ? ഇപ്പൊ ഭൂമിയിലുണ്ടോ ആരെങ്കിലും? ഇല്ലേ? പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ഓരോരുത്തർ ഭൂമിദേവി പറയുകയാണേ, ഓരോരോ വലിയ വലിയ മഹാത്മാക്കളായ രാജാക്കന്മാര് ഭൂമിയിൽ വന്നു വാണ കാലത്തൊക്കെ അവര് എന്റേതാണ് ഭൂമി എന്ന് പറഞ്ഞു. ആ രാജാക്കന്മാരൊന്നും ഇപ്പൊ ഇന്ന് ഭൂമിയിലില്ല. ഇനിയിപ്പൊ അങ്ങ് ഇപ്പൊ അവിടെ ഉണ്ട്. അങ്ങയുടെ കാലം കഴിഞ്ഞാലും ഭൂമി ഇവിടെ ഉണ്ടാവും. ശരിയല്ലേ? ഇത്
ആ ഭൂമിദേവി ഇങ്ങനെ ഇത് പറഞ്ഞ് ചിരിക്കുക അത്ര. എന്ത് ഈ ശ്രീരാമകൃഷ്ണ പരമഹംസദേവൻ ഒരു കഥ പറയാറുണ്ട്. എന്താ വെച്ചോ, 2 സമയത്താണ് ഭഗവാൻ ചിരിക്കുക എന്ന് പറയും. ഭഗവാനെ അവിടെ ഇരുന്നിട്ട് 2 തവണയെ ചിരിക്കുള്ളൂ. എപ്പോഴാ ചിരിക്കുക എന്നറിയോ? എപ്പോഴത്? കോമഡി ഷോ അല്ല, കണ്ട കരയാ ചെയ്യാം. 2 സമയത്തെ ഭഗവാൻ ചിരിക്കുള്ളൂ. ഇവിടെ ഒക്കെ നേരം പോക്കല്ലേ നമ്മുടെ നാട്ടിൽ നടക്കുന്നത്. എപ്പോഴാന്ന് വെച്ചാൽ, ഒന്ന് സ്വത്ത് ഭാഗിക്കുമ്പോൾ. സ്വത്ത് ഭാഗിക്കില്ലേ നമ്മുടെ നാട്ടില്? സ്വത്തൊക്കെ ഭാഗിച്ചിട്ട് നടുക്കൊരു കുറ്റി തറച്ചിട്ട് കയറ് കെട്ടിയിട്ട് ഏട്ടൻ അനിയനും കൂടി സ്വത്ത് ഭാഗിച്ച് ഒന്ന് കുറ്റി തറച്ചിട്ട് കയറ് കെട്ടിയിട്ട് ഏട്ടൻ അനിയനോട് പറഞ്ഞു, ഓ ഇന്ദുക്കുട്ടിയെ, നീ ഇനി ഇങ്ങോട്ട് കടന്നാൽ എന്റെ മുട്ടുകാല് ഞാനും, ഞാൻ അങ്ങോട്ട് കടന്നാൽ എന്റെ മുട്ടുകാല് നീയും, ബാക്കി അങ്ങോട്ട് പറഞ്ഞോളൂ, നമ്മൾ എന്നാ പറയണത്. അത് തന്നെ, ആ മനസ്സിലാവുണ്ടല്ലോ, അത് മതി. അപ്പൊ ഭഗവാൻ അത് കണ്ടപ്പോ ചിരിക്കുകയാണ്. എന്താ കാരണം? ഇവന്റെ അച്ഛന്റെ ഏട്ടനും കൂടി ഇതേ മുട്ടുകാല് കാണിച്ച് ഭാഗിച്ച പറമ്പാ അത്. ഇവര് രണ്ടാളും ഇപ്പൊ എവിടെ? ആ തെക്കേ പറമ്പിൽ എവിടെയുണ്ട്? ആഴത്ത് കുഴിച്ചാലേ കിട്ടുള്ളൂ സാധനം. ശരിയല്ലേ ഇത്? ആ പഴയ മുട്ടാലൊക്കെ കിട്ടണമെങ്കിലേ കുറച്ച് മണ്ണ് മാന്തേണ്ടി വരും. ശരിയല്ലേ? ഇനിയിപ്പോ ഇവന്റെ മക്കള് 2 കൂടി കോളേജിൽ നിന്ന് വന്ന ഇതേ മുട്ടാല് ഭാഗിച്ചിട്ട് ഇത് ഭാഗിക്കും. ശരിയോ തെറ്റ്? ഇത് കണ്ടാൽ ആരാ ചിരിക്കായ? ഇതാണ് ഭഗവാൻ ചിരിക്കുന്ന സന്തോഷം. പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയാം? നമ്മൾ ഈ അല്പകാലം വന്ന് ഇവിടെ കഴിഞ്ഞു കൂടുമ്പോഴാണ് ഈ നിസാര കാര്യത്തിന് അതിർത്തി പറയണ്ട. ചില തർക്കങ്ങളൊക്കെ കാണുമ്പോൾ ചിരിച്ച് മതിയാവുകയാണ്. എന്താ കാരണം? പഴയ മുട്ടുകാലോചിച്ചിട്ടേ അങ്ങോട്ട് അത്രയില്ലേ, എന്തോ ഒരു കഥയില്ലായാണല്ലോ. ആളുകൾക്കൊക്കെ വിവരം ഉണ്ടോ ചോദിച്ചാൽ ചിലപ്പോ ഒന്നും ലവലേശം ഒരു കഥയില്ല. എങ്ങനെയൊക്കെ കണ്ടിട്ടില്ല ലോകത്ത്. അതാണ് ഒരു തവണ ഭഗവാൻ ചിരിക്കുന്നത്. പിന്നെ 2ാമത്തെ തവണ ഭഗവാൻ ചിരിക്കുക എവിടെയാണെന്നറിയോ? ഈ നമ്മുടെ ഈ വൈദ്യന്മാർ, അതായത് ഡോക്ടർമാരുടെ ഒക്കെ അടുത്ത് ചിലപ്പോൾ ഡോക്ടർമാർ, വിദ്വാൻമാരായ ഡോക്ടർമാരുണ്ട്, ചില അന്തല്ലാത്തവർ അതിലുണ്ടാവുമല്ലോ. ചില ഡോക്ടർമാരുടെ അടുത്തേക്ക് നമ്മൾ രോഗികളെ കൊണ്ടുപോകില്ലേ? പണ്ടൊരുത്തിന് എന്താ ഉണ്ടായി ചോദിച്ചാലേ ചിലരുടെ അടുത്തേക്ക് കൊണ്ടുപോയി അവർ പറയും, അതിപ്പം അങ്ങോട്ട് ശരിയാക്കി തരാം, അതിപ്പം ഇവിടെ എപ്പം ശരിയാക്കി എന്ന് പറയുന്നുണ്ടല്ലേ. എന്ത് ശരിയാക്കാനാണ്? ഇയാൾ വിചാരിച്ച് ശരിയാവും? അത് ഭഗവാൻ വിചാരിച്ചാൽ കഴിഞ്ഞില്ലേ കഥ? അത് പണ്ടൊരുത്തനെ ഈ കശുമാവ്, എന്താ ഇവിടേക്ക് പറയുന്നത്? കശുമാവ് എന്നല്ലേ? കശുമാവിൻ്റെ മുളന്ന് വീണു, ഊര കുത്തി അങ്ങോട്ട് വീണപ്പോൾ അവിടെ പറമ്പിൽ പണിക്കാരൊക്കെ ഉണ്ടായിരുന്നു, കുറേ പേരുണ്ടായിരുന്നു. അവരെല്ലാവരും കൂടി വീണപ്പളക്ക് തന്നെ എന്ത് ചെയ്തു? ഇവനെ നേരെ തൂക്കിയെടുത്ത് ഓട്ടി തൊട്ടപ്പുറത്തെ ആസ്പത്രിയിൽ ഒരു പെട്ടിക്കട, അപ്പോൾ സൂപ്പർ സ്പെഷ്യാലിറ്റി ആക്കിയിട്ട് അങ്ങോട്ട് കൊണ്ടുപോയി. അങ്ങോട്ട് കൊണ്ടുവന്നു. 5 മിനിറ്റ് കൊണ്ട് എവിടെ എത്തിച്ചു? ആസ്പത്രിയിൽ ഡോക്ടർ മുമ്പിൽ എത്തിച്ചു. ഡോക്ടർ പിന്നെ പരിശോധിച്ചിട്ട് പറഞ്ഞു, ഒരു 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവരാറുണ്ടെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്യാറുണ്ടോ എന്നും പറഞ്ഞു. അപ്പൊ കൊണ്ടുവന്നവരെ പറഞ്ഞു, സാറേ ഇതൊന്ന് വീണ് കിട്ടണ്ടേ? ഏത് ഈ വീണപ്പോഴേക്ക് 5 മിനിറ്റ് ആയപ്പോഴേക്ക് കൊണ്ടുപോകുന്ന ഈ സാധനം ഡോക്ടർ പറയണ 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവരാൻ. ഇപ്പം കയറിയിട്ട് തന്നെ ഇല്ല എവിടേക്കും. പിന്നെയല്ലേ, നല്ല കാര്യമായിപ്പോയി. അപ്പൊ പറഞ്ഞു, സാറേ ഇത്തവണ എന്തെങ്കിലും ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം, അടുത്ത തവണ ഞങ്ങൾ കുറച്ച് നേരത്തെ കൊണ്ടുവരാമെന്നും പറഞ്ഞു. അല്ലാണ്ട് എന്താ അയാളോട് പറയുക എന്ന് വെച്ചാൽ എന്താ അർത്ഥം? അതായത് അദ്ദേഹത്തിന് പറ്റില്ല. അപ്പൊ അതിനൊരു യുക്തി ഇപ്പൊ എന്താ കണ്ടത്? 10 മിനിറ്റ് മുമ്പ് കൊണ്ടുവരാറുന്നില്ലേ എന്ന്. അങ്ങനത്തെ ലോകമാണ്. അപ്പൊ ഇതൊക്കെ അപ്പൊ അതുകൊണ്ടാ പറയുന്നത്, ഈ ഭൂമിയില് മഹാരാജാവേ പരീക്ഷിത്തെ കഥാ ഇമാസ്തേ കഥിതാ മഹീയസാം വിതായ ലോകേഷു യശഃ പരേയുഷാം വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ വചോ വിഭൂതിർന്നതു പാരമാർത്ഥ്യം. രാജാവിന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയൊക്കെ ഞാൻ ഇപ്പം എന്താണ്ടായത്? അനവധി സമ്പ്രദായങ്ങൾ വിസ്തരിച്ച് ഉപദേശിച്ചു തന്നു. ആരുടെയൊക്കെ? പലജാതി കഥയിലെ പലജാതി മഹിമകൾ കാണിച്ച് ലോകത്തിലിരുന്ന് വാണുപോയ വലിയ വലിയ വിദ്വാൻമാരായ മഹാത്മാക്കളുടെ കഥകൾ അങ്ങേക്ക് പറഞ്ഞു തന്നത്. എങ്ങനെയുള്ളവര് കണ്ടില്ലേ ഇവിടെ? എത്രയെത്ര യോഗ്യന്മാര്. വിതായ ലോകേഷു യശഃ പരേയുഷാം, ലോകത്തിൽ യശസ് പരത്തി വാണിരുന്ന് പോയ മഹാത്മാക്കളായ രാജാക്കന്മാരുടെയും വല്ലജാതി ആളുകളുടെയും കഥകൾ പറഞ്ഞു തന്നു. എന്തിനാ ഈ കഥകളൊക്കെ പറഞ്ഞതെന്നറിയോ? വിജ്ഞാന വൈരാഗ്യ വിവക്ഷയാ വിഭോ, അങ്ങയുടെ ഉള്ളിൽ വിജ്ഞാനം വൈരാഗ്യം ഉണ്ടാവണം. വിജ്ഞാനം വെച്ചാൽ എന്താ അർത്ഥം? ശരിയായ ജ്ഞാനം ഉണ്ടാവണം. വൈരാഗ്യം എന്ന് പറഞ്ഞാലോ ഈ ലോക വിഷയങ്ങളിലുള്ള ആസക്തി പോവണം. ഇത് രണ്ടും ഉണ്ടാവാനാണ് ഞാൻ ഇതൊക്കെ പറഞ്ഞു തന്നത്. അല്ലാതെ അങ്ങക്ക് തോന്നും വചോ വിഭൂതിഹി, ഇതൊക്കെ ഈ ശ്രീശുഖരുടെ വാക്കസർത്താണെന്ന് തോന്നും. ഒന്നും വചോ വിഭൂതിഹി എന്റെ വാക്കസർത്തായിട്ട് കൂട്ടരുത്. തു എന്നാലോ ഇതൊക്കെ അങ്ങയെ സംബന്ധിച്ചിട്ടും പാരമാർത്ഥ്യം, അങ്ങയെ സംബന്ധിച്ചിട്ടും ഇതൊക്കെ തന്നെയാ കഥ. അങ്ങയുടെ ശരീരം ഇപ്പൊ ഒന്നും നാളെയിട്ടില്ലേണ്ടിയാവും. അതുകൊണ്ട് എന്ത് ചെയ്യൂ, മനസ്സിരുത്തിക്കോളൂ എന്നും പറഞ്ഞു. എന്നിട്ട് രാജാവിനോട് പറഞ്ഞു, രാജാവേ ഈ കലികാലത്തിന് ഇങ്ങനെയൊക്കെ ബുദ്ധിമുട്ടും കഷ്ടപ്പാടും ഒക്കെ ഉണ്ടെന്ന് പറഞ്ഞാലും കലികാലത്തിന് ഒരു ഗുണമുണ്ട്. എന്താ ഗുണം? കലേർദോഷനിധേ രാജന്നസ്തിഹ്യേകോ മഹാൻ ഗുണ കീർത്തനാദേവ കൃഷ്ണസ്യ മുക്തസംഗ പരം വ്രജേത. അതായത് കലികാലത്തിന് ധാരാളം
കഷ്ടപ്പാടുകളുണ്ട്, ഒക്കെ ഉണ്ട്, പല ജാതി ബുദ്ധിമുട്ടുകളും ദുരിതങ്ങളൊക്കെ അപ്പം നമ്മൾ വർണ്ണിച്ചില്ലേ. പക്ഷെ ഇതൊക്കെ ഉണ്ടെങ്കിലും കലികാലത്തിനൊരു മഹിമയുണ്ട്. അവർ ഒറ്റ മഹിമയെ വേണ്ട എല്ലാ ദുരിതങ്ങളും ഇല്ലാതെ കണ്ടാക്കാൻ. എന്താ മഹിമ എന്നറിയോ? അതാ പറഞ്ഞത് ഇവിടെ. എന്താ? കീർത്തനാദേവ കൃഷ്ണസ്യ മുക്ത സംഘ പരം വ്രജേൽ. ഭഗവൻ നാമ സങ്കീർത്തനത്തിന്റെ മഹിമ ഒന്നുകൊണ്ട് മാത്രം ഭഗവാനെ പ്രാപിക്കാൻ സൗകര്യമുണ്ട്. നാമജപ സങ്കീർത്തനത്തിന്റെ പ്രത്യേകത, ആ ഉപാസനയുണ്ട് ഭഗവാന്റെ തൃപ്പാദ എത്താൻ പറ്റും എന്നാ പറഞ്ഞത്. പണ്ടൊരിക്കലും നാരദ മഹർഷി ബ്രഹ്മദേവനെ കാണാൻ സത്യലോകത്ത് ചെന്നു. ബ്രഹ്മദേവനെ കണ്ട് തൊഴുതിട്ട് പറഞ്ഞു, ബ്രഹ്മദേവ, ഭൂമിയിൽ കലികാലാണ്. അപ്പം ഞാൻ ഈ കലികാലം നടക്കണം ഭൂമിയിൽ ചെന്നാൽ എന്നെയും കലി ബാധിക്കില്ലേ? ആര് ചോദിച്ചു? നാരദ മഹർഷി ചോദിച്ചു. കലി ഇപ്പം എന്നെയും ബാധിക്കില്ലേ? കലി ബാധിക്കാതെ കണ്ടിരിക്കാൻ എന്താ ചെയ്യുക ചോദിച്ചു. അപ്പൊ അതിന് മറുപടി ആയിട്ട് ബ്രഹ്മദേവൻ പറഞ്ഞു, ഞാനൊരു പ്രതിരോധ കുത്തിവെപ്പ് തരാമെന്നും പറഞ്ഞു. അങ്ങനെയുള്ള രോഗം വരാണ്ടിരിക്കാനുള്ള പ്രതിരോധം കുത്തിവെക്കണതല്ല, വയ്യായ വന്ന് ചികിത്സിക്കലല്ലോ അത്. എന്താ പ്രതിരോധം ചോദിച്ചു. ഒരു മരുന്ന് കൊടുത്തു. ആ മരുന്ന് എങ്ങനെയാണെന്നറിയാം? മരുന്ന് പറഞ്ഞാൽ ഈ മരുന്ന് അങ്ങോട്ട് കഴിച്ചോളൂ. ഏതാ മരുന്ന്? ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഇതാണ് മരുന്ന്. എങ്ങനെ? ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ. എത്രണ്ണായി? 8. ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. എത്രണ്ണായി? 8. 8 ഇതി ഷോഡശകം നാംനം കലികന്മഷനാശകം നാദഃ പരതരോപായ സർവവേദേഷു ദൃശ്യത്തെ. ഇതി ഇങ്ങനെ ഷോഡശകം നാംനം, ഭഗവാന്റെ നാമങ്ങളുടെ 16 കൂടിയ ഒരു കൂട്ടം. ഇത് കലികന്മഷനാശകം, കലികാല ദുരിതങ്ങളെ ഇല്ലാതെ കണ്ടാക്കാൻ ഇത്ര ശ്രേഷ്ഠമായ മരുന്നാണ്. അതഃപരതരോപായ, ഇതിനേക്കാൾ കേമായ ഒരു ഉപായം കലികാല ദോഷ ദുരിതം ഇല്ലാതെ കണ്ടാക്കാൻ വേദത്തിൽ പോലും ഇല്ല എന്നാരാ പറയുന്നത്? ബ്രഹ്മാവ്. ബ്രഹ്മാവ് വേദത്തിന്റെ ഉടമസ്ഥനാണല്ലോ. അദ്ദേഹം പറയുന്നത് വേദത്തിൽ പോലും ഇത്ര സൗകര്യമായിട്ടൊന്നുമില്ല. അതുകൊണ്ട് ഈ ഹരേ രാമ എന്ന് പറഞ്ഞു പുറപ്പെട്ട എന്ത് വരില്ല? കലി വരില്ല. അപ്പൊ നമുക്ക് എപ്പോഴെങ്കിലും കലി കയറുമ്പോ എന്ത് ചെയ്തോളൂ? ഹരേ രാമ അങ്ങനെ ചെല്ലിയാൽ മതി. ഭർത്താവിനെ ഇങ്ങോട്ട് കാണുമ്പോ കലി ഹരേ രാമ ഹരേ രാമ ഹരേ രാമ 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 ഹരേ ഹരേ 2-3 ചെല്ലുമ്പോഴേക്കും നമ്മളങ്ങോട്ട് താഴേക്ക് എത്തിക്കോളും. എവിടേക്ക്? അങ്ങനെയുണ്ട്. ഭാര്യയെ കാണുമ്പോൾ നമുക്ക് ഇങ്ങനെ അരിച്ച് കയറി വരും. അപ്പൊ എന്ത് ചെയ്യണം? ഹരേ രാമ 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 ഹരേ. 3-4 കഴിയുമ്പോഴേക്കും നമ്മൾ നിലത്തെത്തിക്കോളും. നല്ല സൗകര്യമാണ് കേട്ടോ. നേരം പോക്കും പറയില്ല, ഇതൊക്കെ ഒന്ന് പരീക്ഷിക്കാവുന്നതാണ്. വെറുതെ നമ്മൾ ഈ കൗൺസിലിങ്ങിന് പോയി കാശ് കളയേണ്ട ഒരു കാര്യമില്ല. അതിന് ഗുരുവായൂർ പോയി തൊഴുതോളൂ. അതിന്റെ ആ കാശുണ്ട്. എന്നിട്ട് ഈ പണിയെടുത്ത് വയ്യായ മാറ്റുക. നേരം പോക്കല്ല കേട്ടോ. ഈ നാമം അങ്ങോട്ട് ജപിച്ചു തുടങ്ങിയാൽ ഇതുണ്ടാവില്ല, കലികാലത്തിന്റെ ബാധ ഉണ്ടാവില്ല എന്ന് പറഞ്ഞത് ഇത് ഇവിടുത്തെ മന്ത്രം വെച്ചിട്ടുണ്ടോ? കലിസന്തരണോപനിഷത്ത് നമ്മുടെ ഒരു ഉപനിഷത്തുണ്ട്. കലിസന്തരണോപനിഷത്ത്. ആ സന്തരണോപനിഷത്തിലെ മന്ത്രമാണ് ഇപ്പൊ ചെല്ലിയതിട്ടോ. അവിടത്തെയും ഇവിടത്തെയൊന്നും അല്ല. ഇതാണ് ഭഗവാന്റെ മഹിമ. അങ്ങനെ കലികാലത്തിന്റെ മഹിമ പറഞ്ഞു കൊടുത്തിട്ട് ഭഗവാൻ ശ്രീശുകര് പരീക്ഷത്തിനോട് പറഞ്ഞു, അതൊരു മഹാരാജാവേ അങ്ങ് എന്ത് ചെയ്തോളൂ, നല്ലോണം അനുസരിത്തിയിട്ട് ഭഗവാൻ ഉറപ്പിച്ചോളൂ. ഇനി എന്തു വേണ്ട? ഭഗവാന്റെ പ്രത്യേകത. അതുകൊണ്ട് തസ്മാൽ സർവാത്മനാരാജൻ ഹൃദിസ്ഥം ഗുരു കേശവം. ഭഗവാനെ ഹൃദയത്തിൽ നന്നായിട്ട് ഉറപ്പിച്ചു കൊടുത്തു. പരീക്ഷത്തെ ഇനിയിപ്പോ എന്താ അങ്ങേക്ക് അറിയാനുള്ളത്? വന്നോളൂ, ഞാൻ പറയാം. അദ്ദേഹത്തിന് പരീക്ഷത്തിന് ഭഗവാൻ ശ്രീശുകര് പ്രധാനമായിട്ടുള്ള ആത്മോപദേശം, പരമോപദേശമാണത്. പരമോപദേശം കൊടുത്തു. രാജാവേ, ഞാൻ മരിക്കും എന്നൊരു തോന്നൽ അങ്ങയുടെ ഉള്ളിലുണ്ട്. അത് വേണ്ട. എന്താ കാരണം? ജനിച്ചതൊക്കെ മരിക്കും. ശരീരം ജനിച്ചതാണ്, അതില്ലാതെയാവും. പക്ഷെ അങ്ങയുടെ ഈ ആത്മസത്ത ഇല്ലാതെ കണ്ടാവില്ല. ശരിയല്ലേ? ഇത് സ്വപ്നത്തിൽ നമ്മുടെ തല വെട്ടിക്കൊണ്ടുപോയതൊക്കെ നമ്മൾ സ്വപ്നത്തിൽ കണ്ടതാ. നമ്മുടെ തല മറ്റേയാൾ വെട്ടിക്കൊണ്ടുപോയത് ആരാ കണ്ടത്? നാട്ടിലാരെങ്കിലും നമ്മുടെ തല വെട്ടി ആരാ കാണുക? നാട്ടുകാർ കാണുക. അയ്യോ, തിരുമേനിയുടെ തലയും കൊണ്ടാ മറ്റോ പോണെന്നും പറയും. നമുക്ക് കാണാൻ പറ്റുമോ? അറിയില്ല കേട്ടോ. നമ്മളങ്ങനെ വെട്ടി നോക്കിയിട്ടില്ലല്ലേ. നമ്മൾ സ്വപ്നത്തിൽ നമ്മുടെ തല വെട്ടിക്കൊണ്ടുപോകേണ്ടത് നമ്മൾ തന്നെ കാണാറില്ലേ? എന്നിട്ട് രാവിലെ എണീറ്റിട്ട് പല്ല് തേക്കാനും എണ്ണ തേക്കാനും ഒക്കെ അല്ലാതെ പാടും ഇല്ലേ? അതായത് സ്വപ്നത്തിൽ പോയ തല ഉണർന്നു വന്നാൽ നമ്മൾക്ക് എന്താവണില്ല? ആ ഇല്ലായ ഒരു ബുദ്ധിമുട്ടാവണില്ല. എന്താ കാരണം? അത് സ്വപ്നത്തിലെ തലയാ പോയത്. ജാഗ്രതത്തിൽ തല അവിടെ ഉണ്ട്. ശരിയല്ലേ? ഇത് ചെപ്പോളത്തില് ചെപ്പോളം കലശത്തില് വെള്ളം ഇങ്ങനെ ആയിരക്കണക്കിന് കലശത്തില് വെള്ളം നിറച്ച് വെച്ചിരിക്കണോ? ഓരോ കലശത്തിലും എന്ത് കാണാം? സൂര്യന്റെ പ്രതിബിംബം കാണാം. ഒരു കലശം അങ്ങോട്ട് പൊട്ടിയാൽ ഈ പ്രതിബിംബം എവിടേക്കാ പോണത്? പൊട്ടിപ്പോണുണ്ടോ?
ഒരു കലശത്തിലെ വെള്ളത്തിലെ പ്രതിബിംബം ഈ കലശം പൊട്ടിപ്പോയി വെള്ളം പരന്നു പോണ സമയത്ത് ഈ പ്രതിബിംബം ഒലിച്ചു പോവുകയാണോ? അല്ല. പ്രതിബിംബം എവിടേക്ക് പോകണോ? പ്രതിബിംബം അതിന്റെ ബിംബത്തിൽ ചെന്ന് ചേരണോ. അതുപോലെ മഹാരാജാവേ, അങ്ങയുടെ ഈ മഹിമ അതല്ലേ പറഞ്ഞത്, ചോദിതോ വിപ്രവാക്യേന നത്വാം ധക്ഷ്യതി തക്ഷക മൃത്യവോ നോപധക്ഷ്യന്തി മൃത്യൂനാം മൃത്യുമീശ്വരം. വിപ്രവാക്യ പ്രചോദിതനായ തക്ഷകൻ ചിലപ്പോൾ അങ്ങയുടെ അടുത്തേക്ക് വന്നോന്നും വരും, ആ കാലുമിൽ തൊട്ടുവെന്നും വരും, ചിലപ്പോൾ ഈ ദേഹം ദഹിച്ചു എന്നും വരും. പക്ഷെ അങ്ങേ കൊല്ലാൻ ആർക്ക് പറ്റില്ല? ദേഹം ദഹിച്ചാലും അച്ഛേദ്യോയമദാഹ്യോയ മക്കളേദ്യോശോഷ്യ ഏവജ നിത്യസർവഗതസ്ഥാനുരചലോയം സനാതന. അതിനില്ലേണ്ടിയാക്കാൻ പറ്റില്ല. ആ സനാതനനായ സത്യസ്വരൂപമാണ് അങ്ങയുടേത്. അങ്ങ് ആര്? ഇതാ കേട്ടോളൂ. അഹം ബ്രഹ്മ പരം ധാമ ബ്രഹ്മാഹം പരമം പദം ഏവം സമീക്ഷന്നാത്മാനം ആത്മന്യാധായ നിഷ്കളേ ദശന്തം ദക്ഷകം പാദേ ലേലിഹാനം വിഷാനനൈ ന ദ്രക്ഷ്യസി ശരീരം ച വിശ്വം ച പൃഥഗാത്മന. രാജാവേ, അങ്ങ് ആ ബ്രഹ്മസ്വരൂപനാണ്. ആ ബ്രഹ്മസ്വരൂപമാണ് അങ്ങയുടേത്. ബ്രഹ്മസ്വരൂപത്തിൽ നിന്ന് വ്യത്യസ്തപ്പെട്ട ഒന്നല്ല അങ്ങ്. ആ ഈശ്വര സ്വരൂപത്തിന്റെ ആ ഭാവം തന്നെയാണ് അങ്ങയുടേത്. അതങ്ങ് മനസ്സിരുത്തി ഉറപ്പിച്ചു വെച്ചോളൂ. അങ്ങനെ ഉറപ്പിച്ചിരിക്കുന്ന സമയത്ത് അങ്ങയുടെ കാൽക്കൽ വന്ന് കടിക്കാൻ പുറപ്പെടുന്ന തക്ഷകനെയോ ഈ പ്രപഞ്ചത്തെയോ അങ്ങയുടെ ശരീരത്തെയോ അങ്ങക്ക് വേറെ കാണാൻ പറ്റില്ല. ഏകമേവ അദ്വിതീയം ബ്രഹ്മ എന്ന ബ്രഹ്മതത്വത്തിന്റെ മഹിമേൽക്ക് അങ്ങ് പ്രവേശിച്ചു. അങ്ങക്ക് ആ പരമാത്മത്വം എന്താ ഉപദേശിച്ചു തന്നു. ഇതാ കിം ഭൂയ ശ്രോതം ഇച്ഛസി, ഇനി എന്താ അങ്ങക്ക് കേൾക്കേണ്ടത് ചോദിച്ചു. പരീക്ഷിത്ത് പറഞ്ഞു, ഇനി എന്താ കേൾക്കേണ്ടത്? ഒന്നുമില്ല, എല്ലാം തന്നൂലോ. സിദ്ധോസ്മി അനുഗ്രഹീതോസ്മി. സിദ്ധിയായി, അനുഗ്രഹമായി, അങ്ങ് വേണ്ടതൊക്കെ പറഞ്ഞു തന്നില്ലേ ഗുരുനാഥ. എന്നെ സംബന്ധിച്ച് പറയാശാൽ എനിക്കിപ്പോൾ എന്തില്ല, എനിക്കിപ്പോൾ തക്ഷകനെയും പേടിയില്ല, മരണത്തിനെയും പേടിയില്ല എന്നായി. അങ്ങനെ എനിക്ക് ആ പേടിയില്ലായ ഭയമില്ലായ എന്നുള്ളൊരു വലിയ മഹിമ, ആ ബ്രഹ്മതത്വത്തിന്റെ മഹിമയില് നിർഭയത്വം അതുണ്ടാക്കി തന്നില്ലേ, സന്തോഷമുണ്ട് എന്ന് പറഞ്ഞു ഗുരുനാഥൻ ശ്രീശുക ബ്രഹ്മർഷിയുടെ കാൽക്കല് നമസ്കരിച്ചു. പരീക്ഷിത്ത് നമസ്കരിച്ച സമയത്താണ് ഗുരുനാഥൻ ശ്രീശുകര പരീക്ഷത്തിനെ അനുഗ്രഹിച്ചു. നന്നായി വരട്ടെ, ഒക്കെ ഭംഗിയായിട്ട് വരട്ടെ അനുഗ്രഹിച്ചു. ആ ഗുരുനാഥൻ പരീക്ഷത്തിനെ അനുഗ്രഹിച്ചിട്ട് എപ്രകാരത്തിലാണോ 7 ദിവസം മുൻപ് താൻ ഇവിടേക്ക് വന്നത്, അതേ പ്രകാരത്തില് ഇത്യുക്തസ്തമനുജ്ഞാപ്യ ഭഗവാൻ ബാദരായണി ജഗാമ ഭിക്ഷുഭിസ്സാകം നരദേവേന പൂജിത. ആ മഹാരാജാവിന്റെ പൂജയും വാങ്ങി അദ്ദേഹത്തെ അനുഗ്രഹിച്ച് ഭഗവാൻ ശ്രീശുകര് ഇങ്ങോട്ട് പോയി. ആ ശ്രീശുക ബ്രഹ്മർഷി പരീക്ഷത്തിന്റെ മുമ്പിൽ നിന്ന് അദ്ദേഹം പോയപ്പോ പരീക്ഷിത് അഭിരാജ ഋഷി പരീക്ഷിത് എന്താ ചെയ്തു വെച്ചാല്, പരീക്ഷിത്ത് ആ ഭഗവാന്റെ മഹിമകളൊക്കെ കേട്ടത് ശ്രീശുകര് പറഞ്ഞു തന്നു കേട്ടത് മുഴുവൻ ഉൾക്കൊണ്ടു. അതിനനുസരിച്ച് ആ സ്വരൂപത്തിൽ ഉറപ്പിച്ച് ഭഗവത് ധ്യാന നിരതനായിട്ടിരിക്കുമ്പോഴാണ് തക്ഷകൻ ബ്രാഹ്മണ വേഷം ധരിച്ച് പരീക്ഷത്തിന്റെ മുമ്പിലേക്ക് വന്നു. നമസ്കരിക്കാനാണ് എന്നുള്ള ഭാവത്തില് രാജാവിന്റെ പാദത്തിലൊന്ന് തൊട്ടപ്പോഴേക്ക് എന്താ ഇപ്പൊ അവിടെ ഉണ്ടായത്? അതല്ലേ പറയണത്, ബ്രഹ്മഭൂതസ്യ രാജഋഷേഹേ ദേഹോ ഹി കരളാഗ്നിന ബഭൂവ ഭസ്മസാൽ സദ്യോ പശ്യതാം സർവദേഹിനാം. എല്ലാരും നോക്കി നിൽക്കെ പരീക്ഷിത്ത് മഹാരാജാവിന് ദേഹം ഭസ്മായി. മഹാരാജാവ് വൈകുണ്ഠത്തേക്ക് പോവുകയും ചെയ്തു. പക്ഷേ മഹാരാജാവ് വൈകുണ്ഠത്തേക്ക് ദേഹമൊക്കെ അവിടെ ഉപേക്ഷിച്ച് പോകുമ്പോഴും രാജാവിന് എന്തേ തോന്നിയുള്ളൂ തക്ഷകനോട്? തക്ഷകൻ പുത്രധർമ്മം നിർവഹിച്ചു. എന്താ പുത്രധർമ്മം? അച്ഛന്റെ ശവദാഹം കഴിക്കാൻ ആർക്കാ അവകാശം? പുത്രനല്ലേ ചെതക്കി തീ കൊളുത്തുന്നത്. അതുകൊണ്ട് തക്ഷകനെ കുറിച്ച് തോന്നിയത് എന്താണെന്നറിയൂ? പുത്രഭാവേ തോന്നിയുള്ളൂ, അല്ലാതെ തന്നെ ചുട്ടു കരിച്ചു കൊന്നു എന്നൊന്നും തോന്നിയില്ല. എന്താ കാരണം? ഭഗവാനെ ഭജിച്ച് ആത്മഭാവത്തിൽ ഉറപ്പിച്ചപ്പോഴാണ് മനസ്സിലായത് ശരീരമൊക്കെ വേറൊരു വസ്തുവാണ്, ആത്മഭാവത്തിൽ പെടാത്തതാണെന്ന് മനസ്സിലാക്കി പരീക്ഷിത്ത് വൈകുണ്ഠത്തേക്ക് പോയി. പക്ഷെ പരീക്ഷത്തിന്റെ പുത്രൻ ജനമേജയൻ എന്താ ചെയ്തത്? തക്ഷകൻ അച്ഛനെ കൊന്നു എന്നുള്ള പകയുണ്ടായത് ആർക്ക്? ജനമേജയന്. എന്താ കാരണം? ഭഗവാനെ ഭജിച്ചവനാണ് പരീക്ഷത്തിന് പക തോന്നിയില്ല. ഭഗവാനെ ഭജിക്കാത്തവനാണ് ജനമേജയന് പക തോന്നി. അപ്പൊ പക എപ്പോഴാണ് ഉണ്ടാവണത്? പക ആർക്കാ ഉണ്ടാവണത്? ഭഗവാനെ ഭജിക്കുന്നവർക്ക് ആരോടും പകയൊന്നും ഉണ്ടാവില്ല. അതില്ലാത്തവർക്ക് പകയും ഏഷണിയൊക്കെ ചിലപ്പോൾ ഉണ്ടാവും. ഈ പകയും ഏഷണി അന്തല്യായൊക്കെ പോവാനുള്ള വിദ്യപ്പം എന്താ?
ഭഗവാനെ ഭജിച്ചോളൂ എന്നാൽ എന്തുണ്ടാവില്ല, ഈ പക പരസ്പരം അങ്ങോട്ടും വിരോധം വിദ്വേഷം പകയൊന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെയാണ് ഈ സർപ്പസത്രത്തിന് ആര് പുറപ്പെട്ടത്? ജനമേജയൻ സർപ്പസത്രത്തിന് പാമ്പുകളെ കൊല്ലാനായിട്ട് പുറപ്പെട്ടേ, തക്ഷകനെ കൊല്ലാൻ. അപ്പൊ തക്ഷകൻ വന്നു ചോദിച്ചു, തക്ഷകൻ വന്നില്ല എന്നും പറഞ്ഞു. തക്ഷകൻ എന്താ വരാത്തതെന്ന് ചോദിച്ചു. തക്ഷകൻ ഇന്ദ്രൻ രക്ഷിക്കുകയാണെന്നും പറഞ്ഞു. ആഹാ, എന്നാ ഇന്ദ്രനോട് കൂടി വരട്ടെ എന്നും പറഞ്ഞു. ഇന്ദ്രനോട് കൂടി തക്ഷകനെ ആവാഹിച്ച് ഇന്ദ്രനിലേക്ക് വീഴാനായിട്ട് നിൽക്കുമ്പോഴാണ് ബൃഹസ്പതി മഹർഷി വന്നിട്ട് പറഞ്ഞു, തക്ഷകനെയോ ഇന്ദ്രനെയോ കൊല്ലാൻ സാധ്യമല്ല, അവർ അമൃത് കഴിച്ചവരാണ് എന്നും പറഞ്ഞു. അതുകൊണ്ട് എത്ര പാമ്പുകളും അല്ലെ പാവപ്പെട്ട പാമ്പുകളെ അങ്ങ് കൊന്നു സർപ്പസത്രത്തില്, യജ്ഞം മതിയാക്കൂ എന്നും പറഞ്ഞു. അങ്ങനെ ആസ്തിക ബ്രാഹ്മണനെ കൊണ്ട് സർപ്പസത്രം അവസാനിപ്പിച്ചു. ഇതാണ് കഥ. ഈ സർപ്പസത്രശാലയിൽ വെച്ച് ജനമേജയ മഹാരാജാവ് വൈശമ്പായന മഹർഷിയോട് തൻ്റെ പൂർവികന്മാരെ കുറിച്ച് ചോദിച്ചു. അതിന് മറുപടിയായിട്ട് വൈശമ്പായന മഹർഷി പറഞ്ഞു കൊടുത്തതാണ് മഹാഭാരതം. ഈ മഹാഭാരതം വായിക്കാൻ പോണവരെ അങ്കലാപ്പിലാവണ്ട. ഇതാണ് അതിൻ്റെ ഒരു സംവിധാനം. ജനമേജയനും വൈശമ്പായനും കൂടിയുള്ള സംവാദം ഈ സർപ്പസത്രശാലയിൽ വെച്ചിട്ടാണ് ആ കഥ പറഞ്ഞു കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, നീ നമ്മൾ പരീക്ഷിത് ഉവാച ശ്രീശുക ഉവാച എന്ന് എവിടെ കാണില്ല, ഭാഗവതത്തിൽ കാണില്ല. പരീക്ഷിത്തും പോയി, ശ്രീശുകരും പോയി. നമുക്ക് എവിടേക്ക് മടങ്ങിപ്പോരാ, ഗംഗയുടെ കരയെന്ന് ഇത്രയും ദിവസം ഗംഗാ നദിയുടെ തീരത്തിരിക്കാറുന്നില്ലേ, അവിടുന്ന് നൈമിഷാരണ്യത്തിലേക്ക് മടങ്ങാം. ആരുടെ മുമ്പിലേക്ക്? സൂതന്റെ മുമ്പിലേക്ക് മടങ്ങാം. സൂതനോട് ചോദിച്ചു മഹർഷിമാര്. സൂത നന്നായി സന്തോഷമായി. സൂതൻ പറഞ്ഞു, എൻ്റെ ഗുരുനാഥൻ വേദവ്യാസ ഭഗവാനാണ് ഇതൊക്കെ ഉപദേശിച്ചു തന്നത്. അദ്ദേഹമാണ് വേദങ്ങളെ 4 ഭാഗിച്ചിട്ട് ഉപദേശിച്ചതേ. പൈലാദിഭ്യ ചതുർഭ്യ ശിഷ്യേഭ്യ പാഠയാമാസ വേദൻ. പൈലൻ, വൈശമ്പായനൻ, ജൈമിനി, ബന്ധു എന്നൊക്കെ പറഞ്ഞിട്ട് 4 ശിഷ്യന്മാർക്ക് വേദമൊക്കെ ഭാഗിച്ച് പഠിപ്പിച്ചു കൊടുത്തു. അദ്ദേഹമാണ് ഈ ശാസ്ത്രാർത്ഥങ്ങളൊക്കെ എനിക്ക് പഠിപ്പിച്ചു തന്നത് എന്നും പറഞ്ഞ് നമസ്കരിച്ചു.